A very good morning to all. The most anxiously awaited occasion is finally here. Even the Mother Nature blessed us on our happiness and the excitement by spreading a pleasant sky. On this precious day, we are witnessing a proud moment in the history of Vallathol Vidyapeetham. In connection with the second death anniversary of our great poet, Jnanapeeth Laureate AKKITHAM Achyuthan Namboothiri, a literary fest is organized on 22nd and 23rd of October 2022. Seminar on Modernism in Indian Poetry, conducted on 22nd October, is sponsored by Sahitya Academy, New Delhi. മഹാകവി അക്കിത്തത്തിൻ്റെ രണ്ടാം ചരമവാർഷികത്തിനോടനുബന്ധിച്ച് 2022 ഒക്ടോബർ 22 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സഹകരണത്തോടെ ആധുനികത ഭാരതീയ കവിതയിൽ എന്ന വിഷയത്തെക്കുറിച്ച് ദേശീയ സെമിനാറും ഒക്ടോബർ 23 അക്കിത്തം കവിതയെ ആസ്പദമാക്കി ചർച്ചയും നടക്കുന്നു. അക്കിത്തം കവിതയെക്കുറിച്ച് രചിച്ച ഏറ്റവും നല്ല പ്രബന്ധത്തിനുള്ള പൗർണമി പുരസ്കാരവും ശ്രീ പത്മദാസിനും ഇവിടെ സമർപ്പിക്കുന്നതാണ്. The first session of the seminar, Modernism in Indian Poetry, ആധുനികത ഭാരതീയ കവിതയിൽ. നമ്മളുടെ വിശിഷ്ടാതിഥികൾ എല്ലാവരും ക്ഷണിക്കപ്പെട്ട അതിഥികളും ഹാളിൽ നിന്ന് പുറത്തുനിന്ന് രജിസ്റ്റർ ചെയ്ത് ഹാളിലേക്ക് കയറിയിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. The session first, reciting the poem Jiva Brahmaiva by മഹാകവി അക്കിത്തത്തിൻ്റെ ജീവോ ബ്രഹ്മൈവ എന്ന ചെറിയ കവിത ആണ് ഇവിടെ ചൊല്ലുന്നത്. അറിയാം അച്ഛനാ ബ്രഹ്മസൂത്രം മുഴുവനെങ്കിലും കയ്യിലെ തോർച്ചു കത്താഞ്ഞാൽ പരുങ്ങിക്കൊണ്ടു നിൽക്കയായി. അറിയാം അച്ഛനാ ബ്രഹ്മസൂത്രം മുഴുവനെങ്കിലും കയ്യിലെ തോർച്ചു കത്താഞ്ഞാൽ പരുങ്ങിക്കൊണ്ടു നിൽക്കയായി. മകനാട്ടോർച്ചെടുക്കുന്നു സ്വിച്ചിൽ ബൾബിന്റെ വക്കിലും കുഞ്ഞിക്കൈവിരലോടുന്നു കത്തുന്നു ടോർച്ചു പിന്നെയും. മകനാട്ടോർച്ചെടുക്കുന്നു സ്വിച്ചിൽ ബൾബിന്റെ വക്കിലും കുഞ്ഞിക്കൈവിരലോടുന്നു കത്തുന്നു ടോർച്ചു പിന്നെയും. അവൻ തൊട്ടാൽ പാടിടുന്നു കേടുപറ്റിയ റേഡിയോ നിന്ന ക്ഷീണം. അവൻ തൊട്ടാൽ പാടിടുന്നു കേടുപറ്റിയ റേഡിയോ നിന്ന ടൈം പീസിലെ സൂചി തുടങ്ങുന്നു പ്രദക്ഷിണം. ചുണ്ടിൽ ചിരി ചുരന്നച്ഛൻ നനയും കണ്ണടയ്ക്കവേ ഉള്ളിൽ ചമ്രം പടിഞ്ഞും കൊണ്ട് ഇരിപ്പുണ്ടാദിശങ്കരൻ.
ചുണ്ടിൽ ചിരി ചുരന്നച്ഛൻ നനയും കണ്ണടയ്ക്കവേ ഉള്ളിൽ ചമ്രം പടിഞ്ഞും കൊണ്ട് ഇരിപ്പുണ്ടാദിശങ്കരൻ മകനെ പുൽകുമച്ഛൻ്റെ കാതിൽ മന്ത്രിപ്പു ശങ്കരൻ ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര മകനെ പുൽകുമച്ഛൻ്റെ കാതിൽ മന്ത്രിപ്പു ശങ്കരൻ ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര ജീവോ ബ്രഹ്മൈവ നാപര ജീവോ ബ്രഹ്മൈവ നാപര. മഹാകവി അക്കിത്തത്തിന്റെ ഭവനസ്മരണയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന ചെയ്യുന്നതിന് വേണ്ടി വിശിഷ്ടാതിഥികളെ ക്ഷണിച്ചോളൂ. For welcome speech, we invite Advocate P.P. Mohandas, Chairman, Reception Committee, to welcome the gathering. അഡ്വക്കേറ്റ് P.P. മോഹൻദാസ്, ചെയർമാൻ, സ്വാഗത സംഘം അദ്ദേഹത്തെ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നും നാളെയുമായി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ചാരണത്തോടെ മഹാകവി അക്കിത്തം സാഹിത്യോത്സവം അതിൻ്റെ ഭാഗമായി നടത്തുന്ന ദേശീയ സെമിനാറിലും പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ആദ്യമായി നമസ്കാരം. മലയാള കവിതയിൽ ആധുനികതയ്ക്ക് അടിത്തറ പാകിയ മഹാകവിയാണ് മഹാകവി അക്കിത്തം. ആത്മസ്പർശിയായ അനുഭവങ്ങളാണ് എക്കാലത്തും അദ്ദേഹം കവിതയിലൂടെ പ്രകടിപ്പിച്ചത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസത്തോടെയാണ് അക്കിത്തത്തിൽ നിന്നും ദിശാമാറ്റം പ്രകടമാകുന്നത്. കവിതയിലെ പുരോഗമനക്കാരൻ, അതോടെ തമസിൻ്റെ ശക്തിയുടെ പ്രിയപ്പെട്ട കവിയായി. മനുഷ്യത്വമാണ് അക്കിത്തത്തിൻ്റെ കവിതയുടെ പ്രത്യേകത. കർഷകനും തൊഴിലാളിയും അടിയാളവർഗവും ചേർന്ന സാധാരണ മനുഷ്യൻ്റെ വിചാരവുമാണ് അക്കിത്തം കവിതയിൽ പ്രതിഫലിച്ചിട്ടുള്ളത്. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ എന്ന പ്രസിദ്ധമായ വരികളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനം നമുക്ക് മനസ്സിലാകുന്നതാണ്. നിരവധി അവാർഡുകൾ, ജ്ഞാനപീഠം മുതൽ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള മഹാകവി. അതിലുപരിയായി സാഹിത്യ ലോകത്തിൽ എന്നും ഒരിക്കലും ഓർമ്മയിൽ നിന്ന് വിട്ടുപോകാത്ത ഒരു മഹാമനുഷ്യനായി എന്നും നമ്മുടെ പ്രപഞ്ചത്തിലുണ്ടാകുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ 2ാം ചരമവാർഷികമാണ് നടക്കുന്നത്. ഇതൊരു തുടർ പ്രക്രിയയായി തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വാർഷിക ദിനം തുടർ പ്രക്രിയയായി ഇതുപോലെ തന്നെ സാഹിത്യ കൂട്ടായ്മയും
അതുപോലുള്ള മറ്റ് സാഹിത്യരംഗത്ത് ആവശ്യമായിട്ടുള്ള, പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് പോലും അദ്ദേഹത്തെ വളരെ താല്പര്യമുള്ള ഒരു മഹാകവിയാണ്. ആ നിലയ്ക്ക് തന്നെ യുവകവികളെയും അതുപോലെ എല്ലാ വിഭാഗത്തെയും നമുക്ക് സാഹിത്യരംഗത്തേക്ക് കൂടുതൽ പ്രതിഭകളെ കണ്ടെത്തുന്നതിനും കൊണ്ടുവരുന്നതിനും അവരെ പരിപോഷിപ്പിക്കുന്നതിനും നമുക്ക് കഴിയാവുന്ന പ്രവർത്തനം തുടർ നാളുകളിൽ നടത്തണമെന്നുള്ളതാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് നമ്മുടെ വള്ളത്തോൾ വിദ്യാപീഠത്തിൻ്റെ ട്രസ്റ്റിൻ്റെ വൈസ് ചെയർമാനുള്ള വസന്തൻ സാറാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ആമുഖ പ്രഭാഷണം നടത്തുന്ന അച്യുതനുണ്ണി സാർ, അദ്ദേഹമാണ് ഈ സെമിനാറിൻ്റെ എല്ലാം. കാരണം കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ നിന്ന് സഹായം നേടിക്കൊണ്ട് ഈ പരിപാടി ഇവിടെ നടത്തുന്നതിന് തുടക്കം മുതൽ ഇതുവരെയും എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിനും നമുക്കിവിടെ എത്തിച്ചേരേണ്ട സാഹിത്യന്മാരെ പങ്കെടുപ്പിക്കുന്ന കാര്യത്തിലും എല്ലാം തന്നെ വളരെയധികം പ്രയത്നിച്ച നമ്മുടെ അച്യുതനുണ്ണി സാറിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് നമ്മുടെ ആധുനികത ഹിന്ദി കവിതയിൽ എന്ന സബ്ജക്റ്റ് അവതരിപ്പിക്കുന്നത് ഡോക്ടർ കമലേഷ് കുമാർ വർമ്മയാണ്. അദ്ദേഹം 2-3 ദിവസമായി നമ്മുടെ നാട്ടിൽ എത്തിച്ചേർന്നിട്ട് വളരെ പ്രഗത്ഭനും ചിന്തകനുമായിട്ടുള്ള ഡോക്ടർ കമലേഷ് കുമാറിനെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഐ ഹാർട്ട്ലി വെൽക്കം ഡോക്ടർ കമലേഷ് കുമാർ. ദെൻ ഡോക്ടർ പ്രബോധ് പരീഖ്, he also a Gujarati poet. I heartily welcome Dr. പ്രബോധ് പരീഖ്. കൂടാതെ ഇവിടെ സന്നിധരായിട്ടുള്ള വേദിയിലും അതുപോലെ തന്നെ സദസ്സിലും സന്നിധരായുള്ള മുഴുവൻ സാഹിത്യകാരന്മാർക്കും മറ്റ് പ്രമുഖർക്കും പ്രത്യേകം ഈ വേദിയിലേക്ക് ഓരോരുത്തർക്കായിട്ട് പ്രത്യേകം സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പത്രപ്രതിനിധികൾ, പ്രസ് തുടങ്ങി എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം ആശംസിക്കുകയാണ്. കൂടാതെ നമ്മുടെ ഇന്നത്തെ ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ആദരണീയ വസന്തൻ സാറ് ക്ഷണിച്ചുകൊള്ളുന്നു. മലയാളം ഹിസ്റ്ററി റിസർച്ചർ, ടീച്ചർ ആൻഡ് നോവലിസ്റ്റ് ശ്രീ ഡോക്ടർ എസ് കെ വസന്തൻ ഫോർ ദ പ്രസിഡൻഷ്യൽ അഡ്രസ് ആൻഡ് ലൈറ്റ്നിങ് ദ ലാമ്പ്. സർ. മലയാള ചരിത്ര ഗവേഷകനും അധ്യാപകനും നോവലിസ്റ്റുമാണ് ഡോക്ടർ എസ് കെ വസന്തൻ. ഉപന്യാസം, നോവൽ, ചെറുകഥ, കേരള ചരിത്രം, വിവർത്തനം എന്നിങ്ങനെ വിവിധ ശാഖകളിൽ നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു.
വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, വളരെ അപ്രതീക്ഷിതം ആയിട്ടാണ് എനിക്ക് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കാൻ ഉള്ള അവസരം കൈവന്നത്. ഡോക്ടർ എം ആർ രാഘവ വാര്യർ സാറാണ് ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പദവി വഹിക്കേണ്ടിയിരുന്നത്. അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ ഈ ചുമതല ഏറ്റെടുക്കേണ്ടി വന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അത് രാഘവാരി സാർ നമ്മളുടെ കൂടെ ഈ സമ്മേളനത്തിൽ ഇപ്പോഴില്ല എന്നുള്ളതിലധികം പ്രസക്തിയുള്ളൊരു കാര്യം ഒന്നുമല്ല. കാരണം അക്കിത്തവും അദ്ദേഹത്തിൻ്റെ കവിതയുമാണ് ഇന്നും നാളെയും ഇവിടെ അരങ്ങ് നിറഞ്ഞു നിൽക്കുന്നത്. അവിടെ വ്യക്തികൾക്ക് വലിയ പ്രാധാന്യമൊന്നുമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇന്നിവിടെ ചർച്ച ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ട വിഷയം മോഡേണിസത്തെ പറ്റിയാണ്. ആധുനികത ഇന്ത്യൻ കവിതയിൽ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്ന പ്രമേയമാണ് പല ഭാഷകളിൽ നിന്ന് വന്നിട്ടുള്ള നമ്മളുടെ സുഹൃത്ത് കവികൾ അവരുടെ പ്രബന്ധങ്ങളിലൂടെ ഈ സദസ്സിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു കാര്യം കൃത്യമായി ഓർക്കേണ്ടതുണ്ട്. വൈവിധ്യപൂർണമായ ഇന്ത്യൻ ഭാഷകളിൽ താരതമ്യേന നമുക്ക് പരിചയം കുറവാണ്. എന്താണ് തമിഴിലെ ആധുനിക കവിത എന്ന് മലയാളിക്ക് വാസ്തവത്തിൽ അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് സത്യം. പലപ്പോഴായി കിട്ടുന്ന വിവർത്തനങ്ങളിലൂടെ ചില കാര്യങ്ങൾ അവിടെയും ഇവിടെയുമൊക്കെ നമുക്ക് ഗ്രഹിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് മതിയോ? ചുരുങ്ങിയ പക്ഷം തെന്നിന്ത്യൻ കവികൾക്ക് ദക്ഷിണേന്ത്യയിൽ വിവിധ ഭാഷകളിൽ ഉള്ള സാഹിത്യത്തിൻ്റെ സവിശേഷതകളെപ്പറ്റി കൂടുതൽ ഗാഢമായ ബോധമുണ്ടാവേണ്ടതല്ലേ? ആ നിലയ്ക്കുള്ള ആസൂത്രിതമായ പരിപാടികളൊന്നും വല്ലപ്പോഴും നടക്കുന്ന ഇത്തരം ചില സെമിനാറുകൾക്കപ്പുറം ഒരു ഭാഷയിൽ നടക്കുന്നില്ല എന്നുള്ളത് ദുഃഖകരമാണ്. പക്ഷെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യവുമാണ് എന്നെനിക്ക് തോന്നുന്നു. മോഡേണിസം അല്ലെങ്കിൽ ആധുനികത എന്ന പേരിൽ നാം ഇന്ന് വ്യവഹരിക്കുന്ന ആ ഒരു ചിന്താ പദ്ധതിയുണ്ടല്ലോ, അതിനേതാണ്ട് നിരങ്കുശം ചോദ്യം ചെയ്യുന്ന ഒരു വായനാ ലോകത്തെ സൃഷ്ടിക്കുക എന്നുള്ളത് മോഡേണിസത്തിൻ്റെ ഫലമായി ഉണ്ടായതാണ്. മതം ഉയർത്തിപ്പിടിച്ചു വരുന്ന ധർമാധർമ്മ മൂല്യങ്ങൾ ഇവയൊക്കെ ആധുനിക ലോകത്തിൽ പ്രസക്തമാണോ? ഇപ്പോഴും നമുക്ക് ഉത്തരം കാണാൻ പറ്റാത്ത, ഒരിക്കലും കാണാൻ പറ്റും എന്ന് തോന്നാത്ത കാതലായൊരു ചോദ്യം മോഡേണിസം ചോദിക്കുന്നുണ്ട്. നമ്മുടെ ആസ്തിക്യ ബോധവും നമ്മളുടെ ധർമ്മബോധവും നേരിട്ട് ബന്ധപ്പെട്ടതാണോ? അതിന് നമുക്ക് വ്യക്തിതലത്തിലേ ഉത്തരം പറയാൻ പറ്റുള്ളൂ. നമുക്കതിനൊരു ജനറലൈസേഷൻ പറ്റില്ല. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ധർമാധർമ്മ ചിന്തകൾ മതബോധത്തോടുകൂടി, ഭാരതത്തെ സംബന്ധിച്ചൊന്നുമല്ല, ലോകത്തിലെല്ലാ ദിക്കിലും തന്നെ
അളവുപോലെ ഇത് ശരിക്കും തെറ്റിനും, ഇത് ശരിയാണ് ഇത് തെറ്റാണ് എന്ന് ഞാൻ പറയുന്നു. ആരാണ് ഇതിൻ്റെ മാനദണ്ഡം നിശ്ചയിക്കുന്നത്? ഈ ചോദ്യം മുന്നോട്ട് ഉന്നയിച്ചു എന്നുള്ളതാണ് മോഡേണിസത്തിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ യൂറോപ്പിലെ മോഡേണിസവും ഇന്ത്യയിൽ നമുക്കത് പകർന്നു കിട്ടിയപ്പോഴുള്ള ചിന്താപദ്ധതിയും തമ്മിൽ മൗലികമായ വേറൊരു വ്യത്യാസം കൂടിയുണ്ട്. യൂറോപ്പിൽ മോഡേണിസത്തിന് നേരിടേണ്ടി വന്നത് പ്രബന്ധങ്ങൾ ആണ്. ഈ ഒരു കാലഘട്ടത്തിലാണ് അക്കിത്തം കടന്നു വരുന്നത്. പാരമ്പര്യത്തോട് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു മാറ്റമാണ് എന്നുണ്ടെങ്കിലും അതല്ല പ്രധാനപ്പെട്ട മാറ്റം എന്നെനിക്ക് തോന്നുന്നു. അത് നമ്മളുടെ കലുഷമായ ചിന്തകളെ ചെറ്റയാമ്പിടൻ ഞാൻ എങ്ങനെ കണ്ണാടി നോക്കും എന്ന് പറഞ്ഞതാണ് പ്രശ്നം. ഈ ആത്മവഞ്ചനയുടെ മുഖം മൂടിയുമായിട്ട് ഞാൻ എങ്ങനെ ഈ സമൂഹത്തെ നേരിടുന്നു, ഈ ചോദ്യമാണ് കവികളെ അസ്വസ്ഥതയിൽ എനിക്ക് ചെയ്യാനുള്ളൂ. അവരുടെ സമയം ഒട്ടും അപഹരിക്കാതെ ഞാൻ ഈ ആമുഖ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അക്കിത്തത്തിൻ്റെ സാന്നിധ്യം ഉൾക്കൊണ്ട് എല്ലാവരും ഈ സമ്മേളനത്തിൽ സർവാത്മന സഹകരിക്കണം എന്ന് വിനയപൂർവം അഭ്യർത്ഥിക്കട്ടെ. നന്ദി. The 60 research papers and article published, more than 6 books, an editor more than 5 books. He is the chief editor of Satyachi Research Journal. Awarded Sidaram Shastri Memorial Award for Criticism. With great pleasure, I introduce before मैं अपना आभार प्रकट करता हूं कि उन्होंने मुझे यहाँ इस अवसर पर करने वालों में अक्कितम की गिनती होती है। उन्होंने साहित्य को समृद्ध करने का जो प्रयास किया था, हम उसके प्रति भी अपनी श्रद्धांजलि अर्पित कर रहे हैं। हिंदी कविता में आधुनिक काल की शुरुआत भारतेंदु हरिश्चंद्र से मानते हैं। मतलब 1950 के बाद आधुनिक काल आ गया था। लेकिन आधुनिक साहित्य की प्रवृत्तियों की जब बात करते हैं तो हम लोग छायावाद, प्रगतिवाद, प्रयोगवाद और रहस्यवाद के बारे में बात करते हैं। मध्यकाल और आधुनिक काल के बीच में जो अंतर करते हैं हम लोग, तो यह कहते हैं कि मध्यकाल का साहित्य धर्म और ईश्वर के बारे में ज्यादा बातें करता था। वह मनुष्य की समस्या के बारे में सोचता भी था तो धर्म और ईश्वर के रास्ते से सोचता था। आधुनिक काल में जब विज्ञान का हस्तक्षेप बढ़ा तो यह समझा गया कि मनुष्य का जो जीवन है और जिस संसार में मनुष्य रहता है, उसे समझने के लिए धर्म और ईश्वर की उतनी ज्यादा जरूरत नहीं है जितनी अब तक समझ ली गई थी। वैज्ञानिकता आधुनिक युग की पहचान है। जब हम लोग आधुनिकतावाद पर पहुंचते हैं, मतलब मॉडर्निज्म पर पहुंचते हैं, जो विषय हमारे सेमिनार का है, तो हम लोग पाते हैं कि दूसरे विश्व युद्ध के आसपास, पहले और दूसरे विश्व युद्ध के आसपास पूरी दुनिया में मॉडर्निज्म का विचार सामने आया और यह बात देखी गई कि आप पूरे रूढ़ियां पैदा होती हैं। के इतिहास में आधुनिकतावाद ने इसका उद्घोष किया। आधुनिकतावाद लेखक को पूरी तरह से स्वतंत्र करता है। वह कहता है कि तुम आजाद होकर लिखो। लेकिन हिंदी कविता के भीतर एक छोटी सी समस्या रही। हिंदी आलोचना ने आधुनिकतावाद
को बहुत ज्यादा महत्व नहीं दिया, सीधे महत्व नहीं दिया। हिंदी आलोचना की किसी भी किताब में हम लोग जब आधुनिकतावाद को पढ़ना चाहते हैं, खोजते हैं, तो हम लोग पाते हैं कि एक छोटी सी प्रवृत्ति के रूप में वहां पर इसका जिक्र मिलता है और प्रायः एक नेगेटिव तरीके से इसका जिक्र मिलता है। क्योंकि हिंदी आलोचना पर मार्क्सवाद का असर था, पुराना शास्त्रीय प्रभाव था, जिसे हम संस्कृत काव्यशास्त्र का प्रभाव कह सकते हैं। तो ये एक बहुत नया था, एक बहुत पुराना था, और इन दोनों के बीच आधुनिकतावाद एक ऐसा नजरिया था जिसके बारे में बार बार कहा गया कि यह तो पश्चिम से आया है, वेस्ट से आया है, हम लोग इसे पूरी तरह नहीं अपना सकते हैं, और उस पर तरह तरह के आरोप वहां दिखाई पड़ते हैं अगर हम आलोचना की किताबों में पढ़ें तो। लेकिन हिंदी कविता में ऐसा नहीं हो सका। हम जब हिंदी के कवियों को देखते हैं तो उन लोगों ने हिंदी आलोचना के पीछे पीछे चलने की बहुत कोशिश नहीं की। उन कवियों में ढेर सारे ऐसे कवि हैं जो विचार से वामपंथी थे, लेकिन कविता लिखते समय उन लोगों ने आधुनिकतावाद की कई प्रवृत्तियों को अपनी कविता में जगह दी। जैसे अज्ञेय, सच्चिदानंद हीरानंद वात्स्यायन अज्ञेय। अज्ञेय ने 1943 में तार सप्तक नाम की एक किताब का संपादन किया। आगे चलकर दूसरा सप्तक आया और फिर तीसरा सप्तक आया। अगर हम अज्ञेय के संपादन में निकली हुई इन 3 किताबों को देखें और उस दौर में पुराने कवियों के लेखन को भी देखें, मतलब निराला को भी देखें, 1961 तक निराला जीवित थे, तो हम पाते हैं कि बहुत सारी ऐसी बातें हैं जो आधुनिकतावाद से मेल खाती है। कई पुरानी मान्यताओं को छोड़ने की कोशिश की गई, जैसे छंद को, कविता के छंद को तोड़कर नया छंद बनाना, अपने ढंग से कविता के मीटर को तय करना, ये इसी दौर में हुआ। धर्म और ईश्वर को कविता के केंद्र से बाहर करना इसी दौर में हुआ। गैर मार्क्सवादी प्रवृत्तियों को छोड़कर कविता लिखने की कोशिश इसी दौर में शुरू भी हुई, इसी दौर में उसे छोड़ने की भी कोशिश की गई। व्यक्ति और समाज के रिश्ते पर सबसे ज्यादा विचार इसी दौर में किया गया। देशभक्ति, जैसे आजकल वाली जो देशभक्ति चल रही है, देशभक्ति को उस रूप में नहीं रखा गया जिस तरह से राष्ट्रवादी लोग रखते थे। मजदूरों, किसानों और पीड़ितों के नाम पर जो संगठन बन रहे थे, उनके पक्ष में भी कविताएं मिलती हैं, और उस तरह की राजनीति में जो बुराइयां होती हैं, उनके विपक्ष में भी कविताएं मिलती हैं। यह पूरा दौर लगता है जैसे ढेर सारे प्रयोगों का दौर है। नामवर सिंह ने नागार्जुन की कविताओं के बारे में एक बात लिखी कि नागार्जुन वामपंथी लेखक थे, लेफ्ट ऑर्गेनाइजेशन से कुछ समय तक वे जुड़े भी रहे थे, लेकिन उनकी कविताओं में एक्सपेरिमेंट के इतने सारे रूप मिलते हैं, इतने प्रयोग मिलते हैं कि प्रयोगवादी कवियों की कविताओं में भी उतने रूप नहीं मिलते हैं। मतलब हिंदी का एक मार्क्सवादी कहा जाने वाला कवि भी आधुनिकतावाद की इस प्रवृत्ति से प्रभावित है कि रचनाकार को स्वतंत्र तरीके से सोचना चाहिए। हम सब लोग जानते हैं कि लेनिन ने कमिटमेंट वाली बात कही थी
कि रचनाकार को कमिटेड होना चाहिए। नागार्जुन की एक कविता ही है प्रतिबद्ध हूं। कमिटमेंट को हिंदी में प्रतिबद्ध कहते हैं। तो कहते हैं उसमें कि मैं किसके किसके प्रति प्रतिबद्ध हूं। नाम गिनवाते हैं, किसान के प्रति, मजदूर के प्रति, बच्चों के प्रति, देश की प्रकृति के प्रति, अपने गांव के प्रति, बहुत सारे नाम गिनवाते हैं, लेकिन किसी विचारधारा का नाम नहीं गिनवाते। वे ऐसा नहीं कहते हैं कि मैं किसी खास विचारधारा या किसी खास महापुरुष के प्रति प्रतिबद्ध हूं। वे उन तमाम लोगों से अपनी प्रतिबद्धता जाहिर करते हैं जिनको नागार्जुन जानते हैं। मतलब एक व्यक्ति इस दुनिया में अपने ढंग से चीजों को देखता है। अपने ढंग से देखना आधुनिकतावाद की एक बहुत बड़ी प्रवृत्ति है। हम बंधे बंधाए तरीके से जब दुनिया को देखते हैं तो हम कोई बड़ी बात नहीं कह सकते हैं। जब हम किसी एक दर्शन के आधार पर कोई बात कहते हैं तो हम कोई बड़ी बात दुनिया के लिए नहीं कह सकते हैं। हिंदी के कवियों में यह प्रवृत्ति रही, वे निराला हों या नागार्जुन हों या अज्ञे हों या शमशेर बहादुर सिंह हों, इन सब ने अपने अपने ढंग से अपने व्यक्तित्व को व्यक्त करने की कोशिश की। मैं एक छोटी सी कविता आपके सामने रख रहा हूं। जब देश आजाद हुआ 1947 में, तो देश का विभाजन भी हुआ। भारत बना और पाकिस्तान बना। भारत के कुछ लोग पाकिस्तान गए और पाकिस्तान के कुछ लोग भारत आए। हिंदी में भारत के विभाजन पर कविता में प्रायः किसी ने कुछ नहीं लिखा है। प्रायः उसका कारण शायद यह होगा कि विभाजन का ज्यादा असर सीमा पर था, पश्चिम में था और पूरब में था, और हिंदी प्रदेश बीच में आता था। हो सकता है इसी कारण लोगों ने महसूस न किया हो। लेकिन अज्ञे ने उस विभाजन के बारे में 7-8 कविताएं लिखी हैं शरणार्थी नाम से। एक कविता में वे लिखते हैं कि 2 सांप चले जाते हैं, बंध गई है लीक दोनों की। यह हमारा सांप, हम जा रहे हैं उस ओर जिसमें सुना है सब लोग अपने हैं। वह तुम्हारा सांप, तुम भी जा रहे हो सोचते निश्चय कि वह तो देश है जिसमें सत्य होते सभी सपने हैं। छंद तोड़ के लिखी गई कविता है। अब आप देखें कि भारत की आजादी के समय कांग्रेस की राजनीति सबसे ज्यादा मजबूत थी। भारत विभाजन पर उनके नजरिए को आप लोग जानते हैं, दोहराने की जरूरत नहीं है। राष्ट्रवादी भी थे जो उसे केवल धर्म के लिहाज से देखते थे, लेकिन अज्ञे उन मनुष्यों के बारे में चिंता कर रहे हैं जो यहां से वहां जा रहे हैं और वहां से यहां आ रहे हैं। वे यही सोच रहे हैं कि हम वहां जाएंगे तो हमारे लिए अच्छा होगा। वो सोच रहे हैं कि वह जो देश है नया वाला, वो मेरा देश है, और जहां हम अभी रह रहे हैं ये हमारा देश नहीं है। मुसलमान समझ रहा था कि पाकिस्तान हमारा देश है और हिंदू समझ रहा था कि भारत हमारा देश है। लेकिन अज्ञे इस राजनीति पर बात नहीं करते हैं। अज्ञे कहते हैं कि 2 सांप जा रहे हैं। मतलब सांप्रदायिकता के जहर ने देश को बांटा है। इनका इधर से उधर जाना, उनका उधर से इधर आना वास्तव में सांप्रदायिकता को मजबूत करना है। इसमें न इनकी भलाई होने वाली है न उनकी भलाई होने वाली है। अज्ञे को चिंता राजनीति की नहीं है,
उन शरणार्थियों की है जो बेचारे भटकने के लिए मजबूर हो रहे हैं। अब आप देखिए कि अगर कोई मार्क्सवादी विचार से इस घटना पर कविता लिखता, कोई कांग्रेस के विचार से इस पर कविता लिखता, कोई आगे चलकर अस्तित्ववाद के आधार पर कविता लिखता, या कोई छायावादी ढंग का कवि कविता लिखता, तो कुछ न कुछ उसके आइडिया उन विचारों से मिल रहे होते, उसके समाधान भी वहीं से होते। लेकिन अब ये जानते हैं कि मुझे सबसे ज्यादा चिंता करनी है तो मनुष्य की चिंता करनी है। महाकवि अक्कितम की कविताओं में मैंने बार बार उस अनुवाद में महसूस किया कि पुराने से लेके नए तक एक महिषासुर मर्दिनी नाम की कविता भी उनकी हमने इस किताब में पढ़ी। मलयालम में भी शायद यही शीर्षक होगा, महिषासुर मर्दिनी। उसमें दादी का जिक्र है, उसमें दुर्गा का जिक्र है, लेकिन वह पूरी कविता मनुष्य की पीड़ा के बारे में बात करती है, मनुष्य के दुख के बारे में बात करती है। उसका अर्थ दुर्गा को स्थापित करना नहीं है, धर्म को आगे बढ़ाना नहीं है, वह मनुष्य की चिंता के लिए लिखी गई कविता है। आधुनिकतावाद यह चीज हमें देती है। हिंदी के एक बड़े कवि हैं शमशेर बहादुर सिंह, जो उसी दौर के कवि हैं। शमशेर ने कविता के शिल्प पर, स्ट्रक्चर पर, कविता के स्ट्रक्चर पर जो काम किया, उस पर आधुनिकतावाद का प्रभाव बहुत बड़ा है। शमशेर चित्रकला के जानकार थे, संगीत के जानकार थे, पेंटिंग के जानकार थे, यहां तक कि स्क्रिप्ट में जो ड्राइंग होता है, जैसे यहां मलयालम में लिखा हुआ है, कहीं हिंदी में लिखा होता है, फारसी में लिखा होता है, उस स्क्रिप्ट में एक तरह की सुंदरता होती है, एक ब्यूटी होती है उसके भीतर। उस ब्यूटी को ध्यान में रख करके भी शमशेर ने कविताएं लिखी। उनकी एक कविता है टूटी हुई बिखरी हुई, लंबी कविता है, मतलब टूटी चीजें, टूटी हुई चीजें और बिखरी हुई चीजें, जुड़ी हुई चीजें नहीं, व्यवस्थित चीजें नहीं, अव्यवस्थित चीजें, फैली हुई चीजें। उस कविता में प्रेम की भी चर्चा है, जीवन की सामान्य घटनाओं की भी चर्चा है, और पूरी कविता टूट फूट से बनी हुई है, एकता से नहीं बनी है, अनंतता से नहीं बनी है, संपूर्णता से नहीं बनी है, विराटता से नहीं बनी है, वह छोटी छोटी चीजों से बनी हुई है। और उस पूरी कविता को जोड़कर अगर कोई अर्थ निकालना चाहे कि पूरी कविता का एक अर्थ क्या लिया जाए, तो इसकी संभावना वहां कम बनती है। वहां यही संभावना बनती है कि हम उन टूटी हुई बिखरी हुई चीजों को एक एक कर समझें। आधुनिकतावाद हमें यह दृष्टि देता है कि विराटता तो ईश्वर के बारे में सोचने के लिए हमें प्रेरित करती है, अनंतता भी ईश्वर के बारे में सोचने के लिए प्रेरित करती है, और जो लघुता होती है, छोटी इकाई, छोटी यूनिट, वह मनुष्य के बारे में सोचने के लिए हमें प्रेरित करती है, हमें साधारण से साधारण मनुष्य के बारे में सोचने के लिए प्रेरित करती है। जैसे नागार्जुन की एक कविता है सुअर के बारे में, सुवर्णी के बारे में, मादा सुअर, वह यमुना के किनारे लेटी हुई है और उसके छोटे छोटे बच्चे हैं जो दूध पी रहे हैं, और नागार्जुन कहते हैं कि यमुना के कछार में मखमली दूबों पर लेटी है, वह भी मादरे हिंद की बेटी है। वो गाय पर कविता मिलती थी, सुअर पर कविता नहीं मिलती थी, सुवर्णी पर कविता नहीं मिलती थी। सुवर्णी के बच्चे दूध पी रहे हैं सुवर्णी के, इसकी कविता नहीं मिलती थी। नागार्जुन ने इसकी कविता लिखी।
शमशेर की एक कविता है उनकी पत्नी की मृत्यु पर, पीली शाम, और बताते हैं कि शाम का रंग पीला है, पेड़ का पत्ता पीला है, पतझड़ का मौसम है, एक पत्ता जरा सा अटका हुआ है, अब गिरा कि तब गिरा। और वह कविता उनकी बीमार पत्नी की मृत्यु की पृष्ठभूमि में लिखी गई कविता है। उस कविता में कहीं भी पत्नी का जिक्र नहीं है, वो केवल याद करते हैं कुछ बातों को कि तुम्हारा चेहरा मेरे हृदय में बसा हुआ है, तुम क्या मुझे भी अपने हृदय में कहीं याद कर रही हो, क्या तुम्हारे मन में भी इस बीमार हालत में तुम्हारे मन में मेरी कोई तस्वीर बनी हुई है। और वह कविता समाप्त होती है तो एक गहरी पीड़ा हमारे भीतर भर देती है। वह कविता एक स्त्री की मृत्यु पर नहीं है, वह कविता मृत्यु की कविता है, जो हमारे अनुभव की भी बात हो सकती है, आपके अनुभव की भी बात हो सकती है। मृत्यु का अनुभव मनुष्य का अनुभव है, वह किसी एक इंसान का अनुभव नहीं है। हम सब मृत्यु को किसी न किसी रूप में जानते हैं। शमशेर वहां तक कविता को ले जाते हैं। मॉडर्निज्म इसीलिए चीजों को तोड़ तोड़ कर देखने की दृष्टि हमें देता है। मैं रघुपति सहाय फिराक गोरखपुरी के एक शेर को याद करना चाहूंगा। रघुपति सहाय फिराक भी उसी दौर के कवि थे। उनका एक शेर है, आधुनिकतावाद की प्रवृत्ति से मिलता जुलता, कि दुविधा पैदा कर दे दिलों में, दुविधा पैदा कर दे दिलों में, ईमानों को दे टकराने, बात वो कह ए इश्क कि सुनकर सब कायल हों कोई न माने। मतलब तुम्हें जो ठीक लगता है वो तुम कहो। हो सकता है लोगों को सुनकर कुछ दुविधा हो, कंफ्यूजन हो कि माने कि ना माने। सुनकर ये जरूर लगे कि तुमने कोई बड़ी बात कही है, काम की बात कही है, सोचने के लिए तुमने प्रेरित किया है। भले तुम्हारी बात को तुरंत लोग माने या ना माने, जो बात तुमको ठीक लगती है वो जरूर कहो। फैज का वो शेर कि हम परवरिशे लौहो कलम करते रहेंगे, जो दिल पे गुजरी है रकम करते रहेंगे। हम कागज और कलम की परवरिश करेंगे, जो दिल में बात है हम उसको कलम से कागज पर लिखेंगे। आएगा जमाना कोई समझेगा। भवभूति ने जो कहा था ना कि उत्पत्सते को अपि मम समान धर्मा, मेरा समान धर्मा कोई पैदा होगा जो मेरी बात को समझेगा। आधुनिकतावाद रचनाकार को आत्मविश्वास देता है, उसे अपनी बात पर, अपने अनुभव पर, अपने जीवन सत्य पर टिके रहने की प्रेरणा देता है। भारत की चाहे हिंदी कविता हो या दूसरी भाषाओं की कविता हो, स्वतंत्रता आंदोलन ने प्रायः सभी भाषाओं की कविता को यह ताकत दी थी कि अपने ढंग से सोचो और ऐसा सोचो जो मनुष्य की भलाई के लिए हो। बहुत बहुत धन्यवाद। ഹിന്ദി പ്രസന്റേഷന്റെ മലയാളം വിവർത്തനം അജിതൻ പള്ളിപ്പാട് രൂപം നൽകുന്നതാണ്. അതിനുശേഷം ചായ ഓഡിറ്റോറിയത്തിലെത്തുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് സെഷൻ തുടങ്ങുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. മഹാകവി അത്യത്തിൻ്റെ സ്മരണയിൽ ഞാനൊരു സാഹസം ചെയ്യുകയാണ്. ഹിന്ദി ട്രാൻസ്ലേഷൻ ഇത് ഒരുപാട് എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം ഞാൻ പറയുന്നുള്ളൂ.
ഇവിടെ ഹിന്ദി അറിയുന്ന മഹാരഥന്മാരുണ്ട്. ആർ സു സാർ, ഡോക്ടർ CV ഗോവിന്ദമാഷുണ്ട്, ഡോക്ടർ പരീഖ്, അതുമാതിരി ഈ കമലേഷ് കുമാർ വർമാജി. അവരുടെയൊക്കെ ഒരു ചെറിയൊരു സംക്ഷിപ്ത രൂപമാണ്. അത് വായിക്കണേ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ പിന്നെ ഹിന്ദി, എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വസന്തൻ മാഷ്, അവരെയൊക്കെ എല്ലാവരുടെയും സമ്മതത്തോട് കൂട്ടിയിട്ട് ഞാനിതിനെ വായിക്കുകയാണ്. ഇന്നലെ ഇവരെ ഞങ്ങൾ കൊണ്ടുവന്നു കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ ഒരുപാട് സംസാരിച്ചു. ഇവിടുത്തെ കേരളം അവർക്ക് പല അത്ഭുതമായിട്ട് തോന്നി, ഇവിടുത്തെ ഗ്രീനറി, അത് അവർക്ക് നല്ലൊരു കാര്യമാണ്. ഗസ്റ്റുകൾക്ക് വളരെ സന്തോഷമായിരുന്നു ഇവിടെ വരിക എന്നുള്ളത് പറഞ്ഞത്. അതാണ് കമലേഷ് വർമാജി പറഞ്ഞത്, ഇവിടെ വരാനും മറ്റു ഭാഷയിലെ ആധുനികതയെക്കുറിച്ച് എന്താണ് സംസാരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. ആ അവസരം ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് ആദ്യമായിട്ട് കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു. അദ്ദേഹം സമുദ്രം കണ്ടിട്ടില്ല, കടൽ കണ്ടിട്ടില്ല. ഞാനും രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു, എൻ്റെ സുഹൃത്ത്, ആത്മസുഹൃത്തായ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നന്നായിട്ട് ഹിന്ദി പറയാൻ അറിയാം. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഹിന്ദിയിൽ സംസാരിച്ചു വന്ന അദ്ദേഹം കടൽ കണ്ടിട്ടില്ല. കാരണം ഉത്തർപ്രദേശിൽ കടലില്ല. അപ്പോൾ അവിടുത്തെ കവികളും അവരൊക്കെ മലകളെ കുറിച്ചാണ് കൂടുതൽ എഴുതുക. മലകള്, നദികള്. കാരണം ഒരുപാട് നദികളുണ്ട്, ഗംഗ, യമുന, കോസി, അങ്ങനെ ഒരുപാട് നദികളുണ്ട്, ഹിമാലയമുണ്ട്. അപ്പൊ ഞങ്ങൾ അദ്ദേഹത്തെ സമുദ്രം കാണിച്ചു ഇന്നലെ ഒരു സന്ധ്യയായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓരോ തിരകളും ഓരോ ആധുനികത കൊണ്ടുവരികയാണ്. ഓരോ തിരകളും നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് ആധുനികത കൊണ്ടുവരികയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് എഴുതാൻ പറ്റൂ. കടൽ കാണാണ്ട് കടലിനെ കുറിച്ച് എഴുതാൻ പറ്റുമോ? അപ്പൊ ഞാൻ അച്ഛൻ പണ്ട് പറഞ്ഞൊരു ഇത് ഓർമ്മിക്കുകയാണ്. താജ്മഹലിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കുട്ടികൾക്ക്. എന്താണത് തൊട്ടാലുള്ളൊരു മിനിസം, എന്താണ് അതിന്റെ ഒരു കളറ്, കാണേണ്ടതാണ്. അപ്പൊ ഒരു ചെക്കൻ എണീച്ച് ചോദിച്ചു, അല്ല മാസേ ഈ സാധനങ്ങൾ കണ്ടിക്കണമെന്ന് ചോദിച്ചു. അപ്പോ ഒന്നും പറയാനില്ല, അച്ഛൻ കണ്ടില്ല അത്. പക്ഷെ നമ്മൾ ആ പേജിലുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. നല്ല മിനിസാണ് താജ്മഹൽ, എന്താണ് അതിന്റെ ഒരു കളറ്, അതിന്റെ ലിപികള്, അത് കാണാണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അതേമാതിരി അദ്ദേഹം പറഞ്ഞ സമുദ്രം ഒന്ന് കാണട്ടെ, എന്നിട്ട് അനുഭവങ്ങൾ അദ്ദേഹം എഴുതാം. എന്തായാലും അദ്ദേഹത്തിന് അതിനുള്ള പ്രചോദനം കിട്ടട്ടെ. ഇവിടെ വന്ന വർമാജി, आपके अनुमति से मैं थोड़ा कुछ शुरू कर लेता हूँ, थोड़ा बोल लेता हूँ, ठीक है? अच्छा, ഹിന്ദി സാഹിത്യത്തിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആധുനികതയുടെ തുടക്കം 1850-ലാണെന്ന് പൊതുവെ കരുതി പോരുന്നത്. നാംവർ സിംഗ് എന്ന ഒരു പ്രശസ്ത എഴുത്തുകാരൻ തന്റെ പുസ്തകമായ ആധുനിക സാഹിത്യത്തിന്റെ പ്രവണതകൾ, ട്രെൻഡ്സ്, ഛായാവാദ് എന്ന് വെച്ചാൽ റൊമാന്റിസം എന്ന് പറയാൻ, കാൽപ്പനികത അതും പറയാം, പ്രവണതകൾ, ഛായാവാദ്, പ്രകൃതിവാദം, പ്രോഗ്രസീവ് പുരോഗമനവാദം, പ്രയോഗവാദം, എക്സ്പീരിമെന്റലിസം, പിന്നെ രഹസ്യവാദം, മിസ്റ്റിസിസം എന്നിവയെക്കുറിച്ച് വിചിന്തനം ചെയ്യുന്നു. അതാണ് അദ്ദേഹം എഴുതിയ ആ പുസ്തകത്തിൽ. 1918-ലാണ് റൊമാന്റിസത്തിന്റെ തുടക്കം. ആധുനികതയുടെ അർത്ഥം മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ധാരണകളിൽ നിന്നുള്ള മുക്തിയുടെ രൂപത്തിൽ അനുമാനിക്കപ്പെട്ടു. ഈ ധാരണയുടെ മുഖ്യ പങ്ക് മതത്തിന്റെയും ശാസ്ത്രത്തിന്റെയും അറിവിന്റെയും അറിവില്ലായ്മയുടെയുമായിരുന്നു. മധ്യകാലഘട്ടത്തിൽ വിചാരധാരകൾക്ക് എത്രയാണോ മതത്തിന്റെ പ്രാധാന്യം നൽകിയിരുന്നത്, മതത്തിന് പ്രാധാന്യം നൽകിയിരുന്നു, മതത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എല്ലാം എഴുതിയിരുന്നത്, മത ബേസ്. ആധുനിക അതിനത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. അനേകം സന്ദർഭങ്ങളിൽ മതത്തിന്റെ പങ്കിനെ അപലപിച്ചിട്ടുണ്ട്. ശാസ്ത്രം ഈ ധാരണകളിൽ മാറ്റം വരുത്തി വളരെ ശക്തമായി മനുഷ്യജീവിതത്തെ മനസ്സിലാക്കണമെങ്കിൽ മതത്തിന്റെയും ഈശ്വരന്റെയും അത്രയധികം ആവശ്യമില്ല. അതാണ് മോഡേണിസത്തിന്റെ അവർ പറയുന്നത്. അങ്ങനെയാണത് വന്നത്. ഇല്ല എന്ന് എത്രത്തോളം അതുവരെ ധരിച്ചിരുന്നു നമ്മൾ, ഈ മതവും ഈശ്വരനുമാണ് എല്ലാം എന്ന് ധരിച്ചിരുന്ന ആ ധാരണയെ മാറ്റി എന്നാണ് പറയുന്നത്. ശാസ്ത്ര സാങ്കേതിക വളർച്ചയിലൂടെ മനുഷ്യവർഗത്തിന്റെ സാമൂഹിക ജീവിതത്തിലും നിത്യജീവിതത്തിലും സാരമായ മാറ്റങ്ങൾ വിവിധ സൗകര്യങ്ങളിലൂടെ നേടി. സംസ്കാരത്തിന്റെ ഈ വികസനത്തിന്റെ ഈ പുറം രൂപത്തെ ആധുനികതയുമായി കൂട്ടിച്ചേർത്തു കാണാം. ഇങ്ങനെ ഹിന്ദി സാഹിത്യത്തിന്റെ സന്ദർഭങ്ങളിൽ ആധുനിക കാലം, ആധുനിക പ്രവണതകൾ, പിന്നെ ആധുനികത എന്നിവ പ്രത്യേകം അർത്ഥമുണ്ട്. ഇവിടെ എന്റെ ഉദ്ദേശവും ലക്ഷ്യവും
ഹിന്ദി സാഹിത്യത്തിൽ ആധുനികതയുടെ പ്രവണതകൾ ഏതു തരത്തിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി തരലാണ്. ആധുനികവാദത്തിന്റെ നേരായ അർത്ഥം ആധുനിക കാല പ്രവണതകൾ, പിന്നെ ആധുനികവുമായി ബന്ധപ്പെട്ടിട്ടതല്ല മുഴുവൻ. എന്നാൽ ഇതിന്റെ ആശയത്തിന്റെ നിർമ്മാണത്തിൽ ഇവയുടെയൊക്കെ പങ്ക് വളരെ അത്യാവശ്യമാണ്. ഈ വാക്കുകളെ വികസിപ്പിച്ചെടുക്കാനും അർത്ഥം അനുമാനിച്ചെടുക്കുന്നതിലും പാശ്ചാത്യ ലോകത്തിന്റെ സംഭാവന തള്ളിക്കളയാവുന്നതല്ല. ആധുനികവാദം അടിസ്ഥാനപരമായി പാറ്റന്റിനെതിരാണ്. ഈ വാദം നിലവിലുള്ള ചട്ടക്കൂടുകളെ പൊളിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഒരു ഫ്രെയിം വർക്കിന്റെ ഉള്ളിലാണ് അതൊക്കെ വെച്ചിരുന്നത്. ആ ഫ്രെയിമിനെ തകർത്തുകൊണ്ട് ഇത് പുറത്തേക്ക് വരണം. ഒരു വ്യവസ്ഥയ്ക്ക് അനുകൂലമായി കൃതികൾ രചിക്കാൻ പാടില്ല. കാരണം നമ്മൾ ഒരു തരത്തിൽ ഒരു സൈഡ് മാത്രമേ കണ്ടുകൊണ്ട് രചനകൾ ഉണ്ടാകരുത് എന്നാണ് പറയുന്നത്. കവിതയായാലും ഏത് കലാരൂപമായാലും ഒരു പ്രത്യേക ചട്ടക്കൂടിൽ ഒതുക്കാൻ ശ്രമിക്കരുത്. ഓരോ കൃതിക്കും അതിന്റെ ചിത്രം സ്വയം അനുമാനിക്കാനാകുന്ന കഴിവുണ്ടായിരിക്കണം. രചയിതാവിന് ഈ വിശ്വാസം മനസ്സിലുണ്ടായിരിക്കണം. എന്തെന്നാൽ തന്റെ കൃതികളുടെ സ്വന്തം അർത്ഥങ്ങളെ പഴയ സാഹിത്യധാരണകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തരുത്. സമൂഹം, രാഷ്ട്രീയം, സമ്പത്ത്, വ്യവസ്ഥ, ദർശനം എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന വിചാരധാരകളുടെ സഹായത്തോടെ കൃതികളുടെ നിർമ്മാണം യാഥാർത്ഥ്യത്തിലുള്ള അടിസ്ഥാനത്തിലായിരിക്കണം. ആധുനികവാദം ഹിന്ദിയിൽ വരികയും അത് സ്വീകരിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഇതിന് തുടക്കത്തിൽ തന്നെ വിമർശനങ്ങളുടെയും നിന്ദകളുടെയും ഇരയാകേണ്ടി വന്നു. പാശ്ചാത്യ സാഹചര്യങ്ങളുടെ ഭാഗമായി സാഹിത്യ പ്രവണതകളെ ഹിന്ദിയിൽ എളുപ്പത്തിൽ അനുമാനിച്ചെടുക്കാൻ വലിയ പ്രയാസമായിരുന്നു. എന്നാൽ ഈ ആശയത്തിൽ കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ഹിന്ദി വായിക്കുന്നവർക്ക് പുതിയ കാര്യങ്ങളുമായി പരിചയമുണ്ടാക്കി കൊടുത്തിരുന്നു, അല്ലെങ്കിൽ അവരെ ആകർഷിച്ചിരുന്നു. ഈ വസ്തുതകൾ ശക്തമായ പ്രമാണം ശേഖർ ഒരു ജീവചരിത്രം, ശേഖർ ഏക് ജീവനി എന്നാണ് പറയാ, എന്ന ഉപന്യാസമാണ്. ഈ ലേഖനം വിവാദപരമായ ലോകപ്രിയത നേടിയിരുന്നു. ഈ ലേഖനം ഇഷ്ടപ്പെടുന്ന എത്രയോ പേരുണ്ടായിരുന്നു, അതുപോലെ അത് ഇഷ്ടപ്പെടാത്തവരും ഉണ്ടായിരുന്നു. ഈ ലേഖനം നിലവിലുണ്ടായിരുന്ന കുടുംബപരമായ സാമൂഹ്യപരവുമായ പ്രവണതകൾക്കൊരു വെല്ലുവിളിയായിരുന്നു. ഹിന്ദി കവിതകളിൽ ഈ മാറ്റത്തിന്റെ ആവിഷ്കാരം തുടങ്ങിയത് താരസപ്തകത്തിൽ കുറച്ച് കവിതകൾ ഉണ്ടായിരുന്നു, അതിൽ നിന്നാണ് കിട്ടിയത്. എന്നാൽ മുഖ്യരൂപത്തിൽ പുതിയ കവിതകൾ ആധുനികവാദത്തെ വ്യക്തമാക്കി. പുതിയ കവിതകളുടെ കവികൾ പുരോഗമനവാദികളും പരീക്ഷണവാദികളും കവികളുടെ ഉയർച്ചയ്ക്ക് സംയുക്ത രൂപത്തിൽ ചേർത്ത് വെക്കാവുന്നതാണ്. അഗ്യേയ് എന്നാണ് ഹിന്ദിയിൽ പറയാ, അഗ്യേയ്, ശംഷേർ സിംഗ്, മുക്തിബോധൻ, നാഗാർജുൻ, കേദാർനാഥ് അഗ്രവാൾ, ഭവാനി പ്രസാദ് മിശ്ര മുതലായ അനേകം കവികൾ ചേർന്ന് സംയുക്ത രൂപത്തിൽ പുതിയ കവിതകളുടെ രചന തുടങ്ങി. ഇതിൽ പുരോഗമനവാദികളും പരീക്ഷണവാദികളും ഉണ്ടായിരുന്നു. അജ്ഞേയിന്റെ ശംഷേർ സിംഗും ആധുനികതയുടെ വക്താക്കളായി പറയാൻ കഴിയും. അജ്ഞേയ് സ്വാതന്ത്ര്യത്തിന്റെ തൊട്ട് ശരണാർത്ഥി എന്ന ശീർഷകത്തിൽ കവിതകൾ എഴുതി. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ അദ്ദേഹം ഇവിടെ പറഞ്ഞു, അതിനെക്കുറിച്ചിട്ടുള്ളായിരുന്നു. അതിലുണ്ടായുള്ള ഭീകരത, അതിലുണ്ടാകുന്ന ജനങ്ങളുടെ വികാരങ്ങൾ, അപ്പുറത്ത് പോയാൽ എന്തുണ്ടാവും, ഇപ്പുറത്തുനിന്ന് ഞാൻ എവിടെയാവും പോയിരിക്കുക, എന്റെ രാജ്യം എങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ, അതിന്റെ ഭീകരതകൾ, അതിനെയൊക്കെ തുറന്നു കാട്ടി എഴുതിയിട്ടുണ്ട്. പിന്നെ അധികം ഞാൻ എഴുതുന്നില്ല. അങ്ങനെയാണ് ഹിന്ദിയിലെ ആധുനികത എല്ലാ തരത്തിലും സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു. ഇതിന്റെ തങ്ങളുടെ അസ്വീകാര്യത പ്രകടിപ്പിക്കുന്ന കവികളും തങ്ങളുടെ കവിതകളിൽ വ്യക്തിയും ഒറ്റയാൻ പോരാട്ടങ്ങളുമുള്ള ഇതിനെ സ്വാധീനത്തിൽ അടയാളങ്ങളെ കാണാം. പിന്നെ ഇത് മുതലാളിത്തത്തിന്റെ പക്ഷം പിടിച്ച് പൂഞ്ചിവാദം എന്ന് പറയും, മുതലാളിത്തം. ആ മുതലാളിത്തത്തിന്റെ പക്ഷം പിടിച്ച് എഴുതുന്നവരുണ്ട്. അദ്ദേഹം പറഞ്ഞ മാതിരി തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും പക്ഷത്ത് നിന്ന് എഴുതുന്നവരുണ്ട്. അങ്ങനെ ഹിന്ദി സാഹിത്യം ആധുനികതയെ ഒരുപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അധികം സംസാരിക്കും.
ഓഡിറ്റോറിയത്തിൽ നിന്ന് ആരും പോകരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. Canada, Sweden and Germany. He is working on 3 books to come out in 2023, which are book of poetry, prose writing, and a book of poems in English translation. With immense pleasure and happy, I introduce before you the great poet and writer, Sri Prabodh Parekh. Sir, please come and present your paper on Adhunikada in Gujarati Kavidhagalil. ആധുനികത ഗുജറാത്തി കവിതയിൽ പ്രബന്ധം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഡോക്ടർ പ്രബോധ് പരീഖ് അവർകളെ വിനയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. Namaskar. The two adjectives are not to be removed. Forget the word great poet. Nothing great. And doctor, forget about it. I registered for doctor program in 1967, and after 55 years, I haven't finished it. So, how do I start? My daughter, who is now married and well settled, is a professor. But every morning we get a knock on the door in our home in Mumbai. And there is a handsome Malayali person who knocks on the door and comes with coconuts. And my daughter makes it sure that she opens the door, because the extraordinary smile and charm of that person is what I see here. In last 3 days, I have experienced Kerala exactly like my daughter experiences that gentleman who provides us with coconut water. That's number one. Number two, my sister-in-law is Malayali. One of my closest friends who lives in Paris is Malayali. But I still can't say AKKITHAM. I can't say it. I stand in front of a mirror and practice it. And now I think you might say, Prabodh, you are okay. You can say it. AKKITHAM, Achyutan, Napugiri. Okay, so there we are. But I suppose poetry has something to do with that which goes beyond language. There is the way of being human which allows you to cross boundaries without security and visas. And that is why I'm extremely delighted to be here. I'm going to make 2 or 3 hopefully very provocative points. I get provoked when I think about it, and I hope I'm able to share that provocation with some of you. Modern Gujarati poetry, the very word modern is an extremely complicated expression, ranging from Hindi film songs to the way we talk about it. Even after decades and centuries have passed, the word still remains inaccessible unless we are able to focus it in a manner which gives us at least one point to handle. And that one point I struggle to find, and I think I have found it. But let me start with a Bengali poet. Isn't that strange? Why do I start with this
poem. His name is Jivananand Das. He is an extremely romantic, popular post-Tagore poet from Bengal. Died in a very tragic accident, tram accident. But at one point in his life, he wrote one of the finest account of what is it to experience the modern impulse, which is neither romantic nor classical. Mostly all of us are very rooted in the Desha and Kal from where we come. We have habits of returning to what is familiar. It is the rupture. It is the breakdown. It is an experience of a peculiar kind of alienation, a peculiar kind of disenchantment, disinheritance, as if you don't belong anywhere on this planet, even though you are so deeply rooted in the forms of life that we all share. So this poem is called Bodh, B-O-D-H, Bodh. Prabodh and Bodh, so I'm playing with that. Bodh is translated as sensation. Please listen to this poem, and then I'll take off from having this poem as a break away from everything which allows us to enter into the word modern. And this is a romantic poet writing. So you can imagine that it's so easy to a lyrical impulse, so easy to celebrate life even though you are suffering and even though there is pain, because romanticism permits you to retreat into that. But here is Jivananand Das facing and confronting the sense of not belonging. Into the half light and shadow I go. Within my head, not a dream, but some sensation is at work. Not a dream, not peace, not love. Inside my heart, a sensation is born. I cannot escape it, for it places its hand in mine, and all else pales to insignificance, futile, so it seems. All thought, an eternity of prayer seems empty, empty. Into the half light and shadow I go. Who can go like this, simple folk? Who can pause in this half light and darkness, like the simple people? Who can speak like them anymore? Who can know for certain anymore? Who seeks to understand the canon severs anymore? Who knows the joys of life again like every man? And who knows that this sensation is inside my head? This experience of not being at home, not feeling at home, and yet to be human, yet to have a full engagement with life around you and within you. You are born of the same mother that every second human being is coming to this planet. And yet, there is this experience that haunts you. And I think the experience of the modern, whatever is meant by that, the word adunik, is not an easy experience to handle. It is not an experience with which you can conduct your life, return to home and the familiar world as if nothing has changed. It is a loss of faith, it's a crisis, and it's a permanent state of crisis. If we can handle that, then we might go somewhere near to what some of these wonderfully gifted, brilliant writers and poets all over the world, in all languages at different periods in the history of their nation or their people, they've expressed it. Now, there is a very fine Christian expression for it. It's called dark night of the soul.
So this is a permanent dark night of the soul, and no prayers and no consolations and no tricks and no prapancha, no negotiations, nothing will take that away. What might take it away is being a witness to this experience, being able to express that experience, and that's where something magical happens. Even though these poets and these writers are often unbearably sad and lonely and bitter, what it leaves behind is a human voice. And I'm going to talk about how very few of the Gujarati poets, there is a large number of poets, and they are all gifted, and they all have mastered the skills of being poets, and they write well, and you can enjoy if you are with them. But there is a very small number of poets who carry on the project of what they have experienced, like Jivananand Das, to its logical end. And there is no logical end to the dark night of the soul. There is no dawn, there is no morning. There is only the night. But the night that illuminates the human voice, only the gift of the human voice. And of course, the gift of what language can do. It inscribes, it is akshara, it is not kshara. And this aksharata, the kind of immortality, that is what we again and again get from Greek literature, from ancient Indian literature, and from some of the most outstanding poets of our time and writers. Okay. So, it so happens that I too was once upon a time young, meaning barely 17, and in 60s there was a kind of an euphoria of, the sheer pleasure of walking out. You just walk out. Vasudeva knows about walking out, the painter. So you are born into a certain world, and you are no more at home there. So what do? You go out, you walk out. Now, walking out is also what Siddhartha did. Parivrajakas do that. The wandering monks. But you are walking out here without any support system, without any religious or spiritual or social or political lakadi which allows you to walk your path. It's a risk that you've taken. So, bringing in and evoking, recalling and revisiting and reflecting on the notion of the modern in the context of Gujarati poetry is not a question of history. It's not a question of documenting or archiving. It's a question, one might say, of life and death. Because once you've taken a risk, there is no turning back. And this is no turning back is the story of few of the modern Gujarati poets. I'm only going to refer to very few because, as I said, large number of poets were quite excited and energized at that particular moment in history. It just was beginning to feel a sense of something not working out. Ye shahar ye to nahi jinki. We were waiting for that morning is not this morning. That experience was kind of in the air. And in many languages of India, like all over the world, there was this unease that was experienced. And the unease suddenly found its meaning in manifestos and little journals and city gatherings and groups. And it happened like a spontaneous outburst of something that one was waiting for. So there was a lot of quote-unquote modern happenings in those periods. But most of them written to the romantic or the classical impulse and negotiated a little from what they learned from the modernist impulse, but they did not stay with it. Some of the best poets who are read, who are celebrated,
who present themselves from the platform of Gujarati poetry reading affairs are those who are completely at home in returning home. This returning home is returning to a familiar world. The patriarchy survives, the authority survives. There are no serious protests against the ways in which life is conducted. Nothing is deeply and radically transformed or challenged. You are constantly finding solace into received traditions in one way or the other. But there are few who don't return. Where do they go? They go where we are going now. They take up challenges of dismantling. Dismantling. That's not easy, you know, because you don't know what you're going to build next, but you do know that this requires to be dismantled. And what is it being dismantled? Number one, a tremendously deep-rooted faith in the various practices and rituals that the Kathakars, Gujarat has this very likable tradition where my mother and your mother and every neighbor's mother and father return in the evening after negotiating life, day-to-day life in the streets of Bombay, Ahmedabad. Where do they go? They go to the temples. They go to the Katha listening stories where Bhagavad is being recited, where Ramayana and Mahabharata. You dismantle that. You show how hypocritical, how facile, how shallow, and how superficial are these consolations. How do you do it? So there is a poet, Labshankar Thakur. He dismantles the idea of being a poet itself. He said, you have not become a poet, and there you are, you lumpen, absolutely good for nothing guy. You go around claiming yourself to be a poet. Kaviwara nathi thayo tune shane guman magume. You know, you're not even a poet. And you claim to tell the world that you are a poet. So first thing you dismantle is the idea of poet as somebody who has got an insight into the human situation. That's number one. Number two, you dismantle the idea of the traditions that offers you consolation. Number two. And therefore you absolutely disengage with mythologies of all kinds. The Rama, the Krishna, all these are creation of our imagination. So you say, none of that is going to in any way give me a comfort. I'm going to let it go. Let Ram go. Let Krishna go. Let Kali go. Let Durga go. What are you left with? A risk, an adventure. And that risk and adventure is taken by some of these poets to its logical end, is the point I'm making. Okay. But it doesn't happen so suddenly. We have an amazing story from one of the poem of AKKITHAM Achyutan that I thoroughly enjoyed, and I'm told he wrote it when he was only 26. And I like that because you do these adventurous things when you're 26. When you're 56, you have children and you settle down. Your bank accounts, LIC policies, health insurance. I mean, you settle down. But somebody like AKKITHAM, Umashankar Joshi, an extremely brilliant fellow, Gyanpith awardee poet, writer, scholar, a deeply Gandhian psyche like Jivananand Das, a deeply romantic poet, Umashankar Joshi, in 1956, unlike AKKITHAM who writes in 1952, am I right? The poem, 20th Century History. Umashankar writes in 1956 a poem, and that's quite something. This brilliant poet, we don't use the word Mahakavi that easily, but the seminal figure in the psyche of Gujarati culture, complete Gandhian, writes in 1956 a poem. I'll just read few lines in Gujarati and then the translation. Chinna bhinna chu, nischanda kavitana dhabakta
करता लय समो मानव जति ना जीवन पट पर उपसवा मचती कोई भाव जेवो घेर घेर पड़ेल हजी नव हाथ लाग्या भिक्षुक ना टूक जेम विच्छिन्न छु. Torn apart I am. Umashankar writing in 1956, after being close to Gandhi all his life, a 65-year-old man, he should have had a little garden in his house. He should have had, various awards and travel all over the world, which he did. And still he writes, torn apart I am. Like a rhyme that longs to breathe in poetry. Like a pepper that is struggling to surface on the banks of life of the humanity. Scattered I am, vichinna chu, chinna bhinna chu. And then he writes, after 3 more years, a poem that takes me to the Mahakavi. Because I find the 20th century a history and this poem of Umashankar to coincide as if they are having a telephonic conversation about the crisis that they are expressing. That poem is called Quest. Sodh. So the quest continues. 1956, Chinna Bhinna Chu. 1952, Akitan writes 20th century history. 2 different individuals, one deeply rooted in the Brahminic culture and can always go back to it, which he does go back. It's important to keep in mind. He is at peace. He has found his peace. Umashankar hasn't found it. Now why? Because he is registering and noticing fellow young voices. And he says, yes, I need to look at this. So it is his own quote-unquote crisis, which has the Yuga Dharma, which is now a well-transformed, a world view available to him. He publishes in his journal Sanskriti the very first poems of Sitanshu, who is only 16, 17-year-old. He gives him a place and calls it a surrealist poet has arrived in Gujarat. So he writes Sodh. And what does he write in that poem? Little time now left to me to look at flowers. Fulo સાથે રહેવાનો સમય જતો રહ્યો. Little time now left to me to look at flowers. Those isles of light that upward turn earth's desires to heaven. Those carries of human dreams, a poem's first syllable. Little time left for it, and I'm searching for it. So the Sodh in 1959, Chinna Bhinna Chu in 1956, and suddenly it opens up avenues of what we consider to be the modern. And something happens with a man called Suresh Joshi. He's in Karachi. He has experienced firsthand what partition has done. He's a brilliant scholar of Sanskrit poetics. Nothing is missing. He knows his Bangla more than a Bengali would know. He knows Tagore like nobody's business. When he recites, there are tears in your eyes because he recites Balaka with such intimacy. And yet, by 1960, he begins to have serious doubts and crises, which takes him to world literature. And what does he do? He brings that world literature into a small city called Baroda. And something extraordinary happens. Every evening there is a gathering of very young poets who have come from small towns in Saurashtra called Ghulam Muhammad Sheikh. Some of the painters in the campus are beginning to visit this man who is reading Baudelaire and Rilke, and at the same time Tagore, but even equally more so 16th and 17th and 18th century Bhakti poets on whom he writes books. Nothing is missing, and yet everything is gone. The center cannot hold anymore. And Suresh Joshi, the seminal figure, gives all of us who are living in different cities of Gujarat, me in Bombay, Sitanshu in Bombay, and some other poets in Ahmedabad, are beginning to feel a sense of liberation. Something liberating happens. You can get away with anything. You can be flippant, you can be flamboyant, you can be radical. You don't have to be a Marxist for that. You don't have to be this or that. You just have to feel that there is a readiness to walk out. And that happens
thanks to the breakthrough that Suresh Joshi achieves. But he doesn't take it too far. He just continues to seek. The sword continues in him. But fellow young writers and poets, about whom he wasn't very pleased, but the fellow young writers and poets in different parts of Gujarat are now beginning to experiment beyond the comprehension of existing group of writers and poets. They don't understand what's going on, but they begin to get influenced by it. They say, God, if they can do this, if this group of poets in Ahmedabad sit at Havmore every evening, don't go back till 2 in the morning to their homes, what is going on? Why is the forms of life which they have inherited are being kind of getting shaky? Well, as I said, most of them do find a way of going back, but some who don't are the poets I'm talking about. And that is where Sitanshu, for example, comes in. He writes a small poem, long, almost in the beginning of his life as a poet, which is going on for 60 years. Devo અને દાનવોએ સરળ કરી નાખ્યો તે પહેલાનો સમુદ્ર મેં જોયો છે. And extremely well known part of our psyche, Deva and Danava. Easy way out, no? ये ऐसा ही है, ये अच्छा है, ये बुरा है. The clarity we have about the moral values and ethical ways of life which we project onto gods and demons. દેવો અને દાનવોએ સરળ કરી નાખ્યો છે એ પહેલાનો સમુદ્ર મેં જોયો છે. મેં વડવાનરના પ્રકાશમાં પાણી જોયા છે. આગ અને વિનાશ છૂટા ના પાડી શકાય. ભીંજાવું અને દાઝવું એ એક જ છે. સાગરને તરીએથી જ્યારે હું બહાર આવું ત્યારે મારા હાથમાં મોતીના મુઠ્ઠા ન હોય. હું મરજીવો નથી, હું કવિ છું. જે છે તે મારી આંખોમાં. Now this declaration that I'm not one who dives deep into the ocean and comes up by the manthan of Samudra with some amrit for humanity to sail through. I don't come with motika mutta. And I have seen that ocean which was turned into something which was, simplified by calling it this and that. I have seen that primal, primordial ocean, and that is where I am. Now this is an 18, 19-year-old young poet writing, and that's where another journey begins. And then Ghulam Muhammad Sheikh comes with an extra, he too is a poet who is just come from a very small town in Saurashtra, is quite gifted. He writes, songs, and he writes a kind of playful ease. But suddenly he comes across this Suresh Joshi's phenomena, and suddenly he feels a longing to be doing something which is not from this world, but somewhere else. We are not getting into the complexity of what is it to be quote-unquote Muslim. We're not getting into that. There is no need to bring in politics. It's not essential, though it can be enlightening and illuminating if we go further into the journey of poets like that. We will come to that. The puja is going on. You have to learn all that and you accept it. But deep within yourself, you feel something is violated. And that violation requires a human voice. So, Ghulam Sheikh writes like this. But there is another group of poets in Ahmedabad. Again in this much bhav. So you end up going with fellow poets. And these fellow poets were doing some extraordinary things. Adil Mansoori and Ravji Patel and Chinu Modi. And I'm just giving names that don't have to mean anything. But, nor can silence be lifted. My rebellion friends, we cannot enter our sauntering skulls and we cannot seam out ashen anxieties. We cannot. We just have to live with it. There are no consolations. And then this poet, Labshankar Thakur, writes some extraordinary poems attacking all religious systems. He's not doing it because he's an atheist. He's not doing it because he's a Marxist. Religion is not an opium to people, but he's doing it because as a poet, he experiences the hollowness of all these consolations. And then he turns it into, because he's such a brilliant poet,
deeply rooted in a tradition. He at one point says all traditions go. And he writes, and look the way he uses the rhythm of the language. Thakarni akhma thariya re jana jivo ji. It's and the girls will begin to, in Gujarat, do the Ras and Garba, and they will say, aha, at last we are back to the, celebration of life. But look what he does with Radha and Krishna. He dismantles them. He says that this Radha and Krishna myth is such a hollow consolation for our lives. Hayya na khali kham pariyare jana jivo ji. Tutya kadak sat sariyare jana jivo ji. Khutya nagar tara nariyare. So Nagar, the highest caste of Gujarati Nagar Brahmins. Khutya, you are lacking. Your home doesn't have a roof. Do you realize that? Bad chehama bariyare. And more than anything else, Radhana gatra sava gariyaji jana jivoji. And you come across the entire Vaishnava tradition in Gujarat and in Kutch and Saurashtra and some in Rajasthan, where the entire tradition stinks of thorough exploitation of women of that period. And it's called Maharaj Liable case, very well known. And Radha ka gatra, Radha and Krishna. What Radha? One who has lost all her energy and all her agency and all her humanity. Because Krishna must have 16,000 wives. And every gopi must play the role of satisfying this sex-hungry individual. That's the poem is doing. Now, that's bound to be, you don't want to read a poem like that. But nothing is missing. Aesthetically, the poem is perfected itself. The sound, the rhythm, the nuances, what words have to offer, everything is there. What is not there is your faith which is dismantled. But the poem survives, the faith goes. And that's an amazing experience. The poem survives, the human voice survives. But all the systems that create a false sense of security are gone. And that's modern. That is modern to start with. And similarly, the poetry like that goes on. As I said, I have seen the sea before the deities and demons have unraveled it. We talked about that. But it doesn't mean that stories are never simple, You want to tell them more and more. There are always footnotes and there are sub-stories. And while you, like your grandmother telling you a story and she ends up telling another and the child tells, but continue with what you were saying. Now, I'm not going to continue with what I was saying. I'm going to tell you another story. So there is another story of being modern. And that is an extremely sensitive story. A young poet who dies at the age of barely 26, a very close friend of ours. Nothing flamboyant about, a simple boy from a small village, Rauji Patel. He also comes to Ahmedabad and he meets all these extremely gifted, quite flamboyant poets, and he becomes a part of it. And he dreams of the possibility of going back. He longs for that little dream that we all have. Somewhere there is home. Somewhere there is home. It is an abandoned child who is seeking home. And how does he say it? ફરીવાર એક અંધારી રાત્રે હું આ ગામમાં આવીશ ત્યારે પેલું દૂધનું બનેલું વાછરું એની ગાયને ચાટતું હશે કે પેલો સીસમના ડીલવાળો વૃદ્ધ ફરકડીમાં ભીંડી વીંટી વીંટી ગાંડપણ સાંધે છે અને રોજ રોજ સામા ફરિયામાંથી ઝઘડવા આવતી છોકરી. ફરીવાર એક અંધારી રાત્રે હું આ ગામમાં આવીશ ત્યારે પેલો વૃદ્ધ મને સાંધશે, પેલી છોકરી મને લડશે. No. When I come return to in a dark night, when I'll return to my village, that little cow, the cow hut, which was made of milk, will she be still licking her mother's nipples? And that old man
black as a sism, stitching his old age, sitting there by himself. And that girl who used to come from opposite lane to have a fight with me, that old man, that cow, and that girl, when I come back to this little home of mine, will that old man stitch me? Will that girl come and have a fight with me? The answer is the poem. There is no other answer. So Raoji was able to penetrate into the psyche of this possibility. It's not nostalgia. It's the hopelessness of what time does to our lives. Okay? Now this, as I said, this story can go on, but I have to kind of arrive at some way by which we can say that how does a romantic impulse, which we all have, and a classical impulse, which we have inherited and we can return to it, when none of these are any more adequate to make sense of our lives and sorrows, we have to evolve our own poetics. So I've called them by three names, these poetics that got evolved with the experience of the modern, with the expression of the modern, with coming in touch with the modern. And it's not easy, as I said. So what are these three poetics that emerges? One is, of course, the poetics of resistance, which has its political connotations. But it doesn't have to. It's a resistance against the very predicament of human situation. And that leads to extraordinary experimentations with life. The poetics of resistance. There is the poetics of disenchantment. There's a lovely word for it in Sanskrit. Nirved. This complete nirved. Now, it might give you an idea that the nirved leads to a kind of a abstraction of nirguna, but this is not that. It's a nirved, there's a permanent condition of, you might use an easy word like, a permanent condition of depression. But it's not that. It's what Buddha would say, facing things as they are. And what are facing things as they are? Impermanence. Nirved is a total recognition of anityata. Nirved is a total recognition of anatmata. And nirved is a total recognition of dukkha. If you can handle these three insights of impermanence, unsubstantiality, and suffering. Suffering not as our suffering. My leg is just now hurting, that's suffering, pida. I don't mean that. Suffering is affliction. An affliction for which there is no cure. In Adhyatma Ramayana, Ram is only 16 and he's going through depression. And Dasrath goes to the teacher, Vasishtha, and says, कि अपने बेटे को क्या हो गया है? 16 साल की उम्र में already is talking about renouncing the world. What's nonsense? Ram is going through severe depression in Adhyatma Ramayana, and the whole book is a consolation of teachings. For us, the modern, there are no consolations. There is anityata, anatmata, and dukkha. And in that, a second poetics happened, the poetics of disenchantment. And the third poetics is the poetics of assertion of human voice as a witness. A classic example from the West would be Samuel Beckett. There is absolutely nothing hopeful about any word that he writes. But the very fact, the voice begins to come. Aveshe avaj andakarma pacharati kalpo. Samvray chetam kalpo. Samro chotam kalpo. We all have to imagine the voice. So Mandelstam, a Russian poet, describes poetry as something wonderful. It is ringing in the ears. This Vyanjana, the ringing in the ears, is the experience that we are left with. But in the process, something dramatic happens. With these legacies, they don't end. They give a space for a young woman poet to speak up.
a young Dalit poet to speak up. And that's the new energy of the modern. I mean, we like to simplify using the word caste issues and gender issues. It's not as simple as that. It's the recognition by a young woman that she has a body. And the body must speak. So there's a poet called Manisha Joshi. When I talked about her earlier, long time ago, I said, this is the 21st century Meera of Gujarati poetry. Why? Because she says, I don't accept all the norms that forces me to define myself. I will define myself through the poems that I write. And the poems she writes are absolutely phenomenally bold, forceful, aggressive, and dismantling the hierarchy of the patriarchy. Now, that doesn't mean she's a feminist poet. It only means she's a poet. The word feminism doesn't have to enter into a discourse at all. And there is another poet called Sarup Dhruv, who lives in Ahmedabad, who is almost 70. A Nagar, a Brahminic culture, completely imbibed. When she was young, she became part of all the modern poets, spent her time with them. She was a part of a group called Hotel Poets, because they would meet in a small South Indian joint, Udupi, in Ahmedabad, and would exchange poetry. She grows to be the third poetics I talked about, the poetics of resistance, where she says, Sarakti hawao swasuchu hu mitro, patthar hi patthar gasuchu hu mitro, hajaro varasti masalo bharelu khayalo nu sapche, ne khadkhad hasuchu, malyo varso daatno ne norno, asargrast bhasha abhishe vasuchu hu dost. I could read the translation of that, but there is no but. What happens when poetry has a voice of its own? It also speaks when 2002 happens in Gujarat. I remember a brilliant writer from Bengal came to Gujarat, Mahashweta Devi. And, an interesting story of Gujarati modern poetry. She came and she addressed the poets and writers of Gujarati in Ahmedabad. And one of our main poets, Labshankar Thakur, was sitting in the audience. And she talked about restoring the masjid that was broken down, the qabr of a very well-known wali. She said, we must do it. Now, that was a question of the poetics of resistance. And only one woman poet, a poet, Sarup Dhruv, got up and said yes. And then she wrote this brilliant poem called Ahmedabad, 27-28 February to May 2002. This is post-Godra. And very few Gujarati poets, not more than 3 or 4, have dared to enter into this dialogue. And therefore, they are completely alienated, even in 2023. A very dear poet friend in Ahmedabad would say, neither my cousins, nor my parents, nor my neighbors can take me, because I speak on behalf of the silent voices of the crisis that 2002 has left behind. You are by yourself. That's the story of the modern. You are by yourself. There is an extraordinary Japanese film called Tea Master Rinkyu, The Death of Tea Master Rinkyu, where there is a tradition in Zen parampara where when the army goes to a war, the tea master, who is an expert, gives to all the soldiers, serves tea before they go to war. And the tea master is as a patron in the king. He builds a lovely home for tea master. Most of the time they are relaxed, but when there is a war, they have to serve the tea. So the king calls the tea master and says, time to serve the tea. Tea master says, I won't, because it's not a just war. The ability to speak to the authority, even by giving up the privileges it offers you, is a rare ability. And therefore the tea master says, the journey to poetry is
Yeah, I will. Yeah. Maybe I am the only one, here from Gujarat other than you. So I thought I should certainly pose a question to you. It's not really a question, it is an observation to begin with. One is that, you see, my father, AKKITHAM, won the Central Sahitya Academy Award in 73, I think. The same year, Uma Shankar Joshi, got the award. So there was a connection, to begin with. Second thing is that they continue to have, some kind of, communication, between them. I also remember his long poem, the Epic of 20th Century, translation, which was done by M.G. Venue, was with him for, many years. Then he lost it, then he found it. So there used to be some kind of communication, writing letters, between them. And when I was doing my master's at MS University, once Uma Shankar Joshi visited us. And Ghulam Muhammad Sheikh, the poet, painter whom you referred to, was the head of the department. So he brought me to my cubicle and told, this is AKKITHAM's son. So, he went back and wrote a letter to my father saying that, you see, I saw your son there, my great friend poet, Ghulam Muhammad Sheikh, introduced him to me and so on. The other thing is this, that I think when this was long back, when I was going through the collection of books in my house, which was of course collected by my father, I came across a book by Chunilal Madia. I mean, this is a publication which was published by Mangalodium. That means, it must have been perhaps, before 70s. So in those days, I can't remember who translated, maybe somebody would know it here, had translated Madia's, book into, Malayalam. Likewise, I also remember reading a short story, which is about Krishna Ashtami or, something of that kind by Suresh Joshi in Madhrubhumi, weekly, which used to have a Republic, issue where they used to translate, stories from other, Indian languages. So, what I want to come to is that it would be interesting also to sort of, ask you to say something about the kind of interaction, which perhaps had, because you see, much of literature translated into, Malayalam, as far as I may be wrong, but I hope I am right, is from Bengal. We are actually fed on, Bengali, literature. But there's very little of, Gujarati literature, available, here. I mean, Arsu sir is sitting there, you would perhaps know whether there are any Gujarati. Like we have also translations from, Maharashtra, that's Marathi, and perhaps, Kannada. But not much, from Gujarati. So maybe it, and I also remember that there is a poem, written by Sheikh sir called Father in Dream, My Father in Dream, which my father had translated. Because his Karatala Malagam, the berry in the hand, and his, poem, The Father in Dream, were published in a translation book which had come from Iowa University. So they were side by side in a way. So he was struck by the fact, and I don't know whether he ever published that, but I remember seeing a translation of it.
So it would be nice if you can say something about, the interactions between these two languages. As I said, the very fact that I'm here and then spent some extraordinary memorable time at the home of AKKITHAM, the 200-year-old home with every piece of wooden which is kind of opening up for me to go into it. And you long and dream of wanting to be a part of this world, But you can't be. You can only be, again, that in your life you've come across and made friends and have kind of experienced intimacy by going into that. Similarly, when I read the poems of AKKITHAM, I began to tell myself, I wish I can, get more into this way of thinking. But one of the ways by which I thought we are not very good at, Bengalis are very smart, and it's a culture which is close to the Kerala. I mean, the two Marxist government for a long, Jyoti Basu and your Navudripat, they must have been buddies too. So maybe it's not much interaction, agreed. But keeping that in mind, or rather, I have my two films, one on Satanshu and one on Lavshankar, the most modern poets for me and my very dear friends, has subtitles. And that's one way of knowing what the Gujarati is thinking. The Gujarati, rest of the poets of Gujarat are thinking. What is their world view? What occupies their energy? And what are they telling the world? That's one way of keeping it possible. The second is, with Kannada language, we did a lot of translation workshops with Shiva Prakash, who is a professor at JNU, and now he is back in Bangalore. So 10 Gujarati writers and 10 Kannada writers would meet, stay together for 15 days and interact. In the process, special Kannada literature issues would come out. So similarly, I will suggest to Sachidanand, who is now the president of Sahitya Akademi, Kerala, that let's plan something like that, where there is a kind of coming together for 2 weeks under the same roof, and no alcohol available, and you can't escape, and run away from your responsibility to go through the translation project. Calcutta does it very well. Jadavpur University, which is a comparative literature, it's called Tulnatmak Sahitya Abhyas, which is a big discipline all over the world. And Jadavpur University has it. So I have done 6 workshops, I have participated in the Bangla Gujarati workshops. So it's a matter of energy. But what you said is very fascinating, ultimately. What would it be like? Because even the Kerala and Madhya Pradesh and Rajasthan, we are an amazing nation. If it was Europe, it would be different. The German and the French, their relationships are extremely complicated. Perhaps similarly, our relationships are very complicated. Don't face, because I come from a mega metropolis, I feel comfortable that I have 6 neighbors who are from Kerala and 7 neighbors who are from Rajasthan, and my cook is from, X place. So I'm comfortable with the idea, but regions are not yet. We are still the humanity, what he talked about, Manushyata should be our game. We're not playing it that well, I think. So maybe literature can, we love to think literature can do that, but I don't know. I feel that from now on, I'm a part of Kerala story. Thanks to the 3 days of hospitality is not the right word, but God, I just love walking around, even though with my arthritis, I can't run, but I can walk. Thank you. Anybody? Narilundo. Contemporary. That is modern, is already 50 years old. A
very, very important point that I somehow completely missed out. I have 3 pages on it. The notion, it is very crucial, if at all some of you want to engage with the idea of the modern, it's very crucial to make a clear distinction between the contemporary and the modern. The Samprat and the Adunik. A contemporary is what's happening, quote unquote, now. Modern is a matter of atmosphere, it's a matter of mood, it's a matter of state of mind. And in that sense, don't we often discover in the 14th century an individual who is your contemporary, while large number of your contemporaries are not your contemporaries. That's where the question of being on your own comes up. And that journey, if you are able to do, surprisingly, you can discover in the 14th century Dante, your contemporary. It's possible. And that happens with many of us who discover our contemporaries. My neighbor is not my contemporary. Somebody in Poland who has written about the Holocaust is my contemporary. That's one. It's not a romantic thing to say. I think some of us have conducted our lives like that. But I wouldn't mind my neighbors also to be my contemporaries. It's not happening. It's not happening. No complaint. I mean, I'm at home anywhere in the world, generally speaking, but I'm not complaining, but I think it's not happening. A forced companionship over a pint of beer, where you spend evenings over and over again, is not contemporary. That's the point. Is it okay to make a distinction between the contemporary and the modern? It simplifies so many things, you know. And there is a poet called Mandelstam who writes very well. The first line of his poem is called, I am no one's contemporary. मैं किसी का भी सांप्रत में नहीं हूँ. I have my own contemporary. That also unsettles the notion of time, which is very fascinating, I think. Anyway. One of the poets whom I admire deeply as the modern, quote unquote, is Mukti Bodh, but somehow he didn't come up. Mukti Bodh would fit in with my idea of the modern. Most among. Am I making sense? He didn't give up on his journey. He continued ruthlessly. So anybody? So this is a good time for us, AKKITHAM, Sri AKKITHAM Narayan sir and AKKITHAM Vasan sir, with the interaction with the Prabodh Parikh. It's a great moment for all of us also. Give them a big clap to them also. So, now I inviting Advocate Vijayan for the vote of thanks. ഈ സംവാദം തുടങ്ങി വെച്ചത് അക്കിത്തത്തിന്റെ മകൻ അക്കിത്തം വാസ്തവനാണ്. അദ്ദേഹം പ്രശസ്തനായ ഒരു പെയിന്റർ കൂടിയാണ്. രണ്ടാമത് സംസാരിച്ചത് അക്കിത്തത്തിന്റെ അനിയൻ പാരീസിൽ പെയിന്ററായിട്ടുള്ള വേൾഡ് ഫേമസ് പെയിന്റർ അക്കിത്തം നാരായണനാണ്. രണ്ടുപേർക്കും സദസ്സിനു വേണ്ടി നന്ദി പറയാം. മഹാകവി അക്കിത്തത്തിന്റെ 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സഹകരണത്തോടെയാണ് വള്ളത്തോൾ വിദ്യാപീഠം ഈ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സെമിനാർ, അക്കിത്തം സാഹിത്യോത്സവം എന്ന പേരിൽ നടത്തുന്ന ഈ സെമിനാർ നടക്കുന്നത്. അക്കിത്തം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടൊരു കവിയും കൂടിയാണ്. ഇരുട്ടിന്റെ അല്ല, മറിച്ച് വെളിച്ചത്തിന്റെയാണ് കവി. മാനവികതയുടെ കവിയായിരുന്നു അദ്ദേഹം. ഈ ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം ഘടനാപരമായ മാറ്റങ്ങളൊന്നുമില്ലാതെ ഇതേപോലെ തന്നെ തുടരുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിട്ടില്ല. മാറ്റങ്ങൾ വരും. അത് നിരുപാധികമായ സ്നേഹം കൊണ്ടായിരിക്കും. നിരുപാധികമായ സ്നേഹം ബലവാൽ വരും ക്രമാൽ. അല്പം ബലം പ്രയോഗിച്ചിട്ടാണെങ്കിൽ പോലും നിരുപാധികമായ സ്നേഹം വരും എന്ന് ഉറച്ച വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ അത്
അതിനു മുമ്പ് ചില മുന്നൊരുക്കങ്ങൾ ആവശ്യമാണെന്നോ അദ്ദേഹം കരുതിയിട്ടുണ്ട്. തോക്കിനും വാളിനും വേണ്ടി മാറ്റിവെച്ച ഇരുമ്പുകൾ ഉരുക്കി കർഷകന് ഉപയുക്തമായ കലപ്പ നേടണമെന്നും, അങ്ങനെ കർഷകനിലൂടെ, അല്ലെങ്കിൽ കർഷകൻ മണ്ണിലാണല്ലോ നിന്ന് പണിയെടുക്കുന്നത്, കൃഷിയിൽ നിന്നാണല്ലോ അഗ്രികൾച്ചറിൽ നിന്നാണല്ലോ കൾച്ചറും ഉണ്ടാകുന്നത്, അങ്ങനെ ഒരു പുതിയ ലോകം വരുമെന്ന് ഉറച്ചു വിശ്വസിച്ച മാനവീയ പക്ഷത്ത് നിന്ന മഹാനായ ഒരു കവിയുടെ 2ാം ചരമവാർഷികം ആചരിക്കാൻ ഇവിടെ അവസരമുണ്ടായതിൽ സന്തോഷമുണ്ട്. ഇതിന് അധ്യക്ഷത വഹിച്ചത് ട്രസ്റ്റിന്റെ വൈസ് ചെയർമാനായ ഡോക്ടർ എസ് കെ വസന്തനാണ്. അദ്ദേഹം പ്രശസ്തനായ നോവലിസ്റ്റാണ്, നിരൂപകനാണ്. അദ്ദേഹത്തിന്റെ കാലം സാക്ഷി 2 വാള്യങ്ങളുള്ള നോവൽ ഇവിടെ വെച്ചല്ലേ പ്രകാശനം ചെയ്തത്? ഇവിടെ വെച്ചാണ് പ്രകാശനം ചെയ്തത്. അധ്യക്ഷത വഹിച്ച വസന്ത സാറിന് നന്ദി പറയുകയാണ്. ആധുനികത ഹിന്ദി കവിതയിൽ നിന്ന് വിഷയം അവതരിപ്പിച്ചത് ഡോക്ടർ കമലേഷ് കുമാർ വർമ്മയാണ്. പ്രശസ്തനായ കവിയാണ്, പണ്ഡിതനാണ്. അതുപോലെ തന്നെ മോഡേണിസ് ഇൻ ഗുജറാത്തി പോയിട്രി എന്ന് അവതരിപ്പിച്ച പ്രബോധ് പരീഖാണ്. അവർക്കൊക്കെ ഈ സംഘാടക സമിതിക്ക് വേണ്ടി നന്ദി പറയുകയാണ്. പിന്നെ ഇതിന്റെയൊക്കെ അവർക്ക് ഇതിലൊക്കെ ഒരു ഉപഹാരം കൊടുക്കുന്നുണ്ട്. അപ്പോ അഡ്വക്കേറ്റ് മോഹൻദാസ് ചെയർമാൻ ഡോക്ടർ കമലേഷ് കുമാർ വർമ്മയ്ക്ക് ഈ സംഘാടക സമിതിയുടെ ഉപഹാരം നൽകുന്നു. അദ്ദേഹത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. ഡോക്ടർ എസ് കെ വസന്ത സാറ്, അദ്ദേഹമാണ് പ്രബോധ് പരീഖിനുള്ള ട്രസ്റ്റിന്റെ ഈ സംഘാടക സമിതി ഉപഹാരം കൊടുക്കുന്നത്. അദ്ദേഹത്തിനെ ക്ഷണിക്കുന്നു. ഈ പരിപാടിയുടെ മൊത്തം ഊർജ്ജ സ്രോതസ് ഡോക്ടർ സി അച്യുതനുണ്ണിയാണ്. അദ്ദേഹം ഇവിടെ സദസ്സിലുണ്ട്. തുടർന്നുള്ള സെഷനിൽ അദ്ദേഹം സംസാരിക്കും. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ജോയ് വാഴിൽ നമ്മുടെ ചീഫ് സെക്രട്ടറി ഇന്ന് വരേണ്ടതായിരുന്നു. ചില തിരക്കുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇന്നത്തെ വരവ് നാളേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിച്ച ഡോക്ടർ കമലേഷ് കുമാർ വർമ്മ, ഡോക്ടർ പ്രബോധ് പരീഖ് എന്നിവർക്കും ട്രസ്റ്റ് ഈ സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് മോഹൻദാസ്, നോവലിസ്റ്റ് നന്ദൻ, സംഘാടക സമിതിയുടെ കൺവീനർ ശൂലവാണി മാഷ്, ദിലീപ് തുടങ്ങിയ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷമുള്ള 2ാമത്തെ സെഷൻ കൃത്യം 2 മണിക്ക് ആരംഭിക്കും. മോഡേണിസം ഇൻ തെലുങ്ക് പോയട്രി, മലയാളം പോയട്രി തുടങ്ങിയ സെഷനിലാണ് തുടരുന്നത്. അതിന്റെ മുമ്പേ അക്കിത്തതിന്റെ കവിതകളുടെ ഒരു നൃത്താവിഷ്കാരം ഇവിടെ ഉണ്ട്. ഈ സെഷൻ കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും തിരിച്ച് ഹാളിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സെഷൻ ഉച്ചഭക്ഷണമുണ്ട് തൊട്ടടുത്ത ഹാളിൽ. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയി ഇവിടെ തന്നെ തിരിച്ചു വരണം. അധ്യക്ഷന്റെ അനുവാദത്തോടുകൂടി ഈ സെഷൻ അവസാനിച്ചായി അറിയിക്കുന്നു.
on the stage. Nambudiri, a literary fest is organized on 22nd and 23rd of October 2022. Seminar on Modernism in Indian Poetry, conducted on 22nd October, is sponsored by Sahitya Academy, New Delhi. ഹലോ, റൂബിക്സ് ക്യൂബുകൾ ഉപയോഗിച്ചുള്ള മൊസായിക് ആർട്സ് പോർട്രേറ്റ് മേക്കിംഗ് 2 ലോക റെക്കോർഡുകൾ ഉൾപ്പെടെ 5 റെക്കോർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള 9ാം ക്ലാസ് വിദ്യാർത്ഥിനി
കുമാരി ജഹിന എസ് അശോക്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഡാറ്റാ ബേസിലും ഇടം നേടാൻ ഈ കുട്ടിക്ക് സാധിച്ചു. ലൈവായിട്ട് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വർക്ക്, ദ ഗ്രേറ്റ് വർക്ക്. 7 ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ മുഖചിത്രങ്ങൾ 600 റൂബിക്സ് ക്യൂബുകൾ ഉപയോഗിച്ച് ഒറ്റ ഫ്രെയിമിൽ തീർത്തതിലൂടെ എക്സ്ക്ലൂസീവ് വേൾഡ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടാൻ ഈ കൊച്ചുമിടുക്കിക്ക് കഴിഞ്ഞു. കുമരനെല്ലൂർ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും ജ്ഞാനപീഠം ജേതാക്കളുമായ ശ്രീ അക്കിത്തം അച്യുതൻ നമ്പൂതിരിപ്പാടിന്റെയും ശ്രീ MT വാസവൻ നായരുടെയും മുഖചിത്രങ്ങൾ 800 റൂബിക്സ് ക്യൂബുകൾ ഉപയോഗിച്ച് 2 ഫ്രെയിമുകളിലായി ഒരേ സമയം പൂർത്തിയാക്കുന്ന രീതിയിൽ റിയർ സൈഡ് ഫില്ലിംഗ് ആയി ചെയ്തിട്ടുള്ള ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും നേടാൻ ഈ മിടുക്കിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വേൾഡ് റെക്കോർഡ് യൂണിവേഴ്സിറ്റിയിലൂടെ ഗ്രാൻഡ് മാസ്റ്റർ ടൈറ്റിൽ ഇൻ റെക്കോർഡ് മേക്കിങ്ങിന് അർഹത നേടിയിരിക്കുകയാണ് ഈ 9ാം ക്ലാസ് വിദ്യാർത്ഥി. Give them a big clap and please motivate her for the higher. നല്ല ലെവലിലേക്ക് ആ കുട്ടി ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറാൻ ഈ ഇരിക്കുന്ന സദസ്സിന്റെ മുഴുവൻ ആശീർവാദങ്ങൾ ഉണ്ടായിരിക്കുമെന്നും അത് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ഇഫ് യു ഹാവ് ഗുഡ് മൈൻഡ്, നല്ലൊരു മനസ്സുണ്ടെങ്കിൽ എണീറ്റ് നിന്ന് അതിൽ നിന്ന് കൈയടിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ആ കുട്ടിയെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിക്കാൻ നമ്മളെല്ലാം മനസ്സും ആ കുട്ടിയുടെ ഒപ്പം ഉണ്ടായിരിക്കണമെന്ന് വെള്ളത്തോൾ വിദ്യാപീഠത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. സോ അത് ഫിനിഷ് ചെയ്തിരിക്കട്ടെ. ആ കുട്ടിക്ക് അതിനുള്ള സമയം കൊടുക്കുന്നു. നമ്മളെ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുന്നു. Now Arya Shankar reciting the poem Paramadukam written by AKKITHAM. Arya Shankar is a good singer and professionally she is an engineer. കവിതയുടെ പേര് പരമദുഃഖം. ഇന്നലെ പാതിരാവിൽ ചിന്നിയ പൂനിലാവിലെന്നെയും മറന്നു ഞാൻ അലിഞ്ഞു നിൽക്കേ. താനേ ഞാൻ ഉറക്കനെ പൊട്ടിക്കരഞ്ഞു പോയി. താരകവ്യൂഹം പെട്ടെന്നുലഞ്ഞുപോയി. ഇന്നലെ പാതിരാവിൽ ചിന്നിയ പൂനിലാവിലെന്നെയും മറന്നു ഞാൻ അലിഞ്ഞു നിൽക്കേ. താനേ ഞാൻ ഉറക്കനെ പൊട്ടിക്കരഞ്ഞു പോയി. താരകവ്യൂഹം പെട്ടെന്നുലഞ്ഞുപോയി. കാരണം ചോദിച്ചില്ല പാതിരാക്കിളി പോലും. കാറ്റിൻ വിയർപ്പുതുള്ളി തുടച്ചുമില്ല. ചാരത്തെ മരം ഒറ്റപ്പാഴില പൊഴിച്ചില്ല. പാരിടം കഥയൊന്നും അറിഞ്ഞുമില്ല. കാരണം ചോദിച്ചില്ല പാതിരാക്കിളി പോലും. കാറ്റിൻ വിയർപ്പുതുള്ളി തുടച്ചുമില്ല. ചാരത്തെ മരം ഒറ്റപ്പാഴില പൊഴിച്ചില്ല. പാരിടം കഥയൊന്നും അറിഞ്ഞുമില്ല. കാലടിച്ചുവട്ടിലെ പുല്ലും കുലുങ്ങിയിലെന്നാൽ കാര്യം ഞാനൊരാളോടും പറഞ്ഞുമില്ല. എന്തെന്നെനിക്കു പോലും ചിന്തിക്കാൻ കഴിയാത്തതെമ്മട്ടിൽ അപരനോടുണർത്തിടാവോ. എന്തെന്നെനിക്കു പോലും ചിന്തിക്കാൻ കഴിയാത്തതെമ്മട്ടിൽ അപരനോടുണർത്തിടാവോ.
for the second session is going to start. I invite Sri Nandan to welcome the gathering. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ രണ്ടാമത്തെ സെഷൻ തുടങ്ങുകയാണ്. അച്യുതണി മാഷാണ് അധ്യക്ഷം വഹിക്കുന്നത്. ഈ വിദ്യാപീഠത്തിൻ്റെ, ഈ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനാണ് മാഷ്. പാശ്ചാത്യ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങളുടെയും ദർശനങ്ങളെയും കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായ ഒരു ശബ്ദം എന്ന നിലയ്ക്ക് ഭാഷാ പണ്ഡിതനും കവിയും ഗദ്യസാഹിത്യകാരനും അധ്യാപകനും 10-18 പുസ്തകങ്ങളുടെ, ഞാനിങ്ങനെ കണക്കൂട്ടി വയ്ക്കുമ്പോൾ 18 പുസ്തകമാണ് എൻ്റെ ഒരു ഇതിൽ വന്നത്. ചിലപ്പോൾ പിന്നെ ഉണ്ടാവും. കർത്തവ്യമാണ് മാഷ്. ഈ മഹർഷി ബദ്രയാൻ വ്യാസ് സമ്മാൻ, സാഹിത്യ അക്കാദമി സമ്മാൻ, അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അധ്യക്ഷവേദിയിലേക്ക് സ്വാഗതം സർ. പിന്നെ ഇതിൻ്റെ പ്രബന്ധം അവതരിപ്പിക്കുന്നത് ഡോക്ടർ തിരുപ്പതി റാവു. അദ്ദേഹം തെലുങ്ക് കുപ്പത്തുനിന്നാണ് വന്നിട്ടുള്ളത്. അദ്ദേഹവും പാശ്ചാത്യ പൗരസ്ത്യ സാഹിത്യ ദർശനങ്ങളുടെ, അതുപോലെ തന്നെ പോസ്റ്റ് മോഡേണിസം, താരതമ്യ സാഹിത്യം, പോസ്റ്റ് കൊളോണിയൽ രചനകൾ, പിന്നെ ലിംഗ പഠനം, വിവർത്തന പഠനം എന്നിവയുടെയൊക്കെ അതിലൊക്കെ മുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു തെലുങ്ക് സാഹിത്യകാരനാണ്. വെൽക്കം സർ. గౌరవ్ నెయిలు అయిన ప్రొఫెసర్ బి తిరుపతి రావు గారిని తెలుగు కవితలో ఆధునికత గురించి మాట్లాడడానికి ఆహ్వానిస్తున్నాను. ఎందరూ అతిరథ మహారథులు ఉన్న ఈ సదస్సులో అతి ప్రముఖులైన గౌరవనీయులైన శ్రీ తిరుపతి గారిని మహా ప్రశంసలతో സ്വാഗതത്തിനാമോ. പിന്നെ പ്രഭാവർമ്മ സാറാണ്. അത് വരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം നമുക്ക് അയച്ചു കിട്ടിയിട്ടുണ്ട്, കൊടുത്തയച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട കവി, ജേർണലിസ്റ്റ്, TV അവതാരകൻ, ഗാനരചയിതാവ്, ഒരുപാട് സംസ്ഥാന കേന്ദ്ര അവാർഡുകളൊക്കെ നേടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ശ്യാമമാധവം, രൗദ്രസാത്വികം, കനൽ ചിലമ്പ് തുടങ്ങിയ 15-ലേറെ കൃതികൾ. ഇവിടെയുള്ള ആളുകളൊക്കെ 15-18 കൃതികൾ ഇറക്കുന്ന ആളുകളാണ്. മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവാണ്. അദ്ദേഹത്തിന് ഭരണപരമായ ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് വരാതിരിക്കുന്നിട്ടുള്ളത്. ലേഖനം തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ലേഖനത്തിലൂടെയുള്ള സാന്നിധ്യത്തിന് സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ ആർസു സാറാണ്. ആർസു ഒരു തൂലികാ നാമമാണ്. ആർ സുരേന്ദ്രൻ, ഡോക്ടർ ആർ സുരേന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഹിന്ദിയിലും മലയാളത്തിലുമായിട്ട് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ഇറക്കിയിട്ടുള്ള ആൾ ആർസു സാറായിരിക്കും. 70 കൃതികൾ അല്ലേ? 70 കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആളാണ്. ഹിന്ദി വിവർത്തനത്തില് മലയാളത്തിന്റെ ഒരു കയ്യൊപ്പ് ആണ് ഈ ആർസു എന്ന വാക്ക്. ഭാരതീയ സംസ്കാരം, സാഹിത്യം, ഗാന്ധി ചിന്ത തുടങ്ങിയ അദ്ദേഹത്തിന്റെ സുവർണ മുദ്രകൾ പതിഞ്ഞ മേഖലകൾ പലതാണ്. സ്വാഗതം സർ ഈ വേദിയിലേക്ക്. ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആളുകളും, എല്ലാ സദസ്സിലുള്ള എല്ലാ ആളുകൾക്കും, ഒരുപാട് ആളുകൾ സ്റ്റേജിലിരിക്കാനും പ്രബന്ധം അവതരിപ്പിക്കാനും പറയാനൊക്കെ കഴിവുള്ള ആളുകളാണ്. അങ്ങനെ ഒരുപാട് വേദികളിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ആളുകളുമാണ്. എല്ലാവർക്കും സ്വാഗതം. Great pleasure we welcome our own Chatanath sir
for the chairman's address. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഏറെയൊന്നും സംസാരിക്കാൻ പ്രസംഗിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ടോക്ക് ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. അത് കേൾക്കാൻ മാത്രമാണ് എനിക്ക് താല്പര്യം. പക്ഷേ എങ്കിലും എന്തെങ്കിലും ഒരു 2 വാക്ക് പറയണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ പ്രധാനമായിട്ട് ഇവിടെ ഇരുന്നപ്പോൾ അങ്ങനെ ആലോചിച്ചത് അക്കിത്തത്തിനെ പറ്റി തന്നെയാണ്. എനിക്കൊരു 18 വയസ്സ് പ്രായമുള്ള കാലത്ത്, ഇപ്പം എനിക്ക് 83 വയസ്സ് കഴിഞ്ഞു. ഇപ്പം എത്രയോ കാലമായിട്ട് അക്കിത്തമായിട്ട് വളരെയധികം അടുത്ത പരിചയമുണ്ട്. അദ്ദേഹം കോഴിക്കോട് ആകാശവാണിയിലെ ജോലി ചെയ്തിരുന്ന കാലത്ത് ഞാനൊരു ഹൈസ്കൂളിൽ അധ്യാപകനായിരുന്നു കോഴിക്കോട് അപ്പുറത്ത്. ഇടയ്ക്ക് അവിടെ വരും. എൻ്റെ കവിത വായിക്കണം എന്നുള്ള ഒരു സംഗതി ഉണ്ട്. അതിനാണ് വരണത്. അതിൻ്റെ പ്രധാനം ഈ കവിത വായിക്കണേക്കാളും ഈ കവിയെ കാണുകയാണ്. അന്ന് മുതലേ അദ്ദേഹം അന്തരിക്കുന്നത് വരെ വളരെ ഗാഢമായ ബന്ധമുണ്ടായിരുന്നു. ഈ വള്ളത്തോൾ വിദ്യാപീഠം ഇവിടെ സ്ഥാപിച്ച കാലത്ത് മഹാകവി വള്ളത്തോളിൻ്റെ സ്മാരകമായിട്ട് അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി കാലത്ത് ഈ വിദ്യാപീഠം സ്ഥാപിച്ച കാലത്ത് അതിൻ്റെ തുടക്കത്തിലെ ആലോചനയ്ക്ക് ആദ്യം ഞാൻ കണ്ട് സംസാരിച്ചത് അക്കിത്തത്തിനാണ്. അദ്ദേഹം എത്രയോ കാലം ഇതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. പ്രാണവായു, പ്രസിഡന്റ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കിന് ആ അർത്ഥം ഉണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക്. നമ്മൾ പറയുന്നത് പ്രാണവായു എന്നാണ്. പ്രാന്ന് രണ്ടിലുണ്ടെന്നുള്ളൊരു സാമ്യമുള്ളൂ. പ്രാണവായു അതായിരുന്നു അക്കിത്തം. ഞങ്ങൾക്ക് വളരെയധികം അടുപ്പമുള്ള ആളുകളാണ് അക്കിത്തവും അക്കിത്തത്തിൻ്റെ മക്കളും വാസുദേവനും നാരായണനും ഒക്കെ എനിക്കെൻ്റെ സ്വന്തം സഹോദരങ്ങളെ പോലെ തന്നെയാണ്. ഏതായാലും അക്കിത്തത്തിൻ്റെ സ്മരണ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ആ കുട്ടി. അല്ലെങ്കിലും നമ്മുടെ മനസ്സിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പരിപാവനമായ ഓർമ്മയ്ക്ക് ഈ ഫംഗ്ഷൻ തന്നെ, ഈ സംരംഭം തന്നെ, വിദ്യാപീഠം തന്നെ നമ്മളെ സമർപ്പിച്ചിരിക്കുകയാണ്. അതൊന്ന് പറയുക എന്നുള്ളതല്ലാതെ എനിക്കൊന്നും പറയാനില്ല. പിന്നെ ഇവിടെ സംസാരിക്കാൻ വന്നിട്ടുള്ള ഈ ഡോക്ടർ തിരുപ്പതി റാവു, പിന്നെ മറ്റൊരാള് ആർസോ, പിന്നെ ഇവിടെ വരാതെ വന്നിട്ടുള്ള ഒരാളുണ്ട്. വരാതെ വന്നയാളാണ് പ്രഭാവർമ്മ. നേരിട്ട് വന്നിട്ടില്ലെങ്കിലും എഴുതിയ ഒരു പ്രബന്ധം അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു, ക്ഷമിക്കണം, എനിക്ക് വരാൻ പറ്റാത്തൊരു കണ്ടീഷൻ, സർക്കാരിൻ്റെ സർക്കാർ കാര്യം മുറ പോലെ എന്നാണ് നമ്മുടെ ചൊല്ല്. ഏതായാലും അങ്ങനെ അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. എങ്കിലും ആ പേപ്പർ അയച്ചു തന്നു. മാത്രമല്ല കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ ഒരു കമ്മിറ്റിയിലെ മെമ്പറാണ്. ആ ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ സെമിനാറിന് അപ്ലൈ ചെയ്ത സമയത്ത് അതിനൊരു സാങ്ഷൻ, അത് പ്രഭാവർമ്മയാണ് അതിൻ്റെ ഉത്തരവാദി. അവിടുത്തെ ആളുകളായിട്ട് നമുക്കങ്ങനെ നേരിട്ട് പരിചയമൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു ആബ്സെൻസിൽ തന്നെ, അസാന്നിധ്യത്തിൽ തന്നെ പ്രഭാവർമ്മയുടെ സാന്നിധ്യമുണ്ട്. അദ്ദേഹം അയച്ച പ്രബന്ധം ഇവിടെ വായിക്കും. മുഴുവൻ ഇല്ലെങ്കിലും കുറെയെങ്കിലും വായിക്കും. എന്തായാലും ഇതിലെ മഹാകവി വള്ളത്തോളിൻ്റെയും അക്കിത്തത്തിൻ്റെയും സമ്പൂർണമായ അനുഗ്രഹം ഈ ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും, ഈ സ്ഥാപനത്തിനും ഒരുപോലെ ഉണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുകയാണ് ഞാൻ. വെറുതെ വിശ്വസിക്കുകയല്ല,
അത് സംഭവിക്കും തീർച്ചയായും. എന്തായാലും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അടുത്ത അനൗൺസ് ചെയ്യാനായിട്ട് ഞാൻ ദിലീപിനോട്. Thank you, sir. Here is a well-known professor of English, Dravidian University, Kuppam. Number of seminars and conferences, participated and presented papers. Fellowship of Indian Institute of Advanced Studies, Shimla. Served as the registrar of Dravidian University. He published 3 books, English, and 3 books in Telugu. Column writer in leading English and Telugu newspapers. He guided PhD and MPhil students. He broadcasted more than 100 talks in English and Telugu and conducted television shows for Doordarshan. A member of British Council, Chennai, life member of Osmania University. With great pleasure, in the evening I introduce before you the great writer and a narrator and a professor, Dr. B. Tirupati Rao. Sir, please present your paper on Telugu, Adhunika Kavita. Please. ആധുനികത തെലുങ്ക് കവിതയിൽ പ്രബന്ധം അവതരിപ്പിക്കുന്നതിനായി ഡോക്ടർ തിരുപ്പതി റാവു അവർകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. Honorable Professor Unni sir, other dignitaries on the dais, great intellectuals of Kerala, my dear friends, I am extremely happy to visit once again Vallathol Vidyapeetham, with which I have been associated for the last 15 years. I have never seen anywhere in South India such an institution run by Professor Unni just for the cause of education and the propagation of literary culture. It is very rare phenomena, even at this age, with all enthusiasm of an young man. Professor Unni sir is continuing. I am very much delighted to be amidst you and share my thoughts on contemporary or the modernist poetry in Telugu. I don't want to be too academic by reading all the time, but I also don't want to be a public speaker by just speaking. So I would like to, mixing both here and there, I will be reading and now and then making extemporary statements. As you know, modern poetry, which has been introduced, quote unquote, to the is a very complex phenomena. How complex it is can be stated by citing an example, or 2 or 3 examples from the Western modern poetic tradition. One day, a great French modernist wanted to know the meaning of the poem which he has written. But he was unable to understand, so he got disturbed. Then he called a literary critic, a friend of him, and asked him, "My dear friend, I have written a poem this morning. The poem seems very good, but I am unable to understand what it says." The literary critic, who was his friend, told him, "Don't worry, I am going there and try to explain the poem."
And the critic went to the poet, explained the meaning of the poem, and the poet was happy. This is a paradoxical situation where in many modernist poems we encounter. In another occasion, a great British poet, T.S. Eliot, who was given Nobel Prize, was in the audience in a seminar organized on his book, Four Quarters, for which that Nobel Prize was given. He was in the front row of that seminar, where renowned scholars from all over the world making speeches on the text Four Quarters written by him. The poet that was really wonderful. I still unable to understand how could she make it. It's a wonder. Right. So, T.S. Eliot was in the audience. No, let us. So he was in the audience. He was listening to the lectures that are given on his own poem. After 15 minutes, T.S. Eliot was hurriedness, went out and came with a pen and a bunch of white papers and sat there, started better knowledge could they have than you who has written the poem. T.S. Eliot said, I don't know all these meanings when I wrote the poem, so that is why I am taking notes. This is the situation of modernity, modern poem, modern poetry. Complexity and obscurity are always associated with the modern poetry all over. But one positive thing in Indian languages, at least in South Indian languages, we have inherited the modern spirit, but we did not write poetry with that much complexity. And we know T.S. Eliot wrote a poem, a long poem like 5 cantos, titled Wasteland. It is just a poem of 450 lines, but to understand it, as one critic said, you have to read a minimum 450 books. Such a kind of complexity is embedded in the text. But luckily, our writers, at least in South India, did not produce that much complex poetry. That doesn't mean there is no complexity. That doesn't mean there is no obscurity. Both are there, but they are negligible. But the spirit of modernity was there. When you talk about modernity, you should always remember 3 words along with 2 more words along with modernity. Modernity, modernization, and modernism. These are the 3 words. Modernity is a philosophical project that started around 15th and 16th centuries in Europe to bring certain universalistic lifestyles and thoughts into the world. That is a philosophical project. Modernity is a philosophical project. Modernization is a technical aspect where we mechanize the society.
Modernism is the cultural expression of these two. The modern spirit speaks about, is communicated through literature, through music, through painting, whatnot. So modernism is a cultural representation of a philosophical modernity. Whose modernity? Obviously, the Western modernity. So in India, when you speak about modernism and modernity, in most of the cases, we speak about the Western modernity. Only with the advent of postmodern ideas onto the scene, people started looking at their own indigenous modernity. For example, we the English teachers throughout the country teach that the form novel has been introduced to Indian languages by the English people. Because before the advent of English onto the scene, they say there was no novel either in Malayalam, Telugu, Kannada, or any other South Indian language. Because the novel has been introduced by the English, we say, which is not true. We feel that or we think that a novel has been introduced. The first Malayali novel, Induleka, our first Telugu novel, Rajashekara Charitra, or Pratap Madalayar of Tamil, or any Kannada novel, Kannada first novel, all of them are written around the 1880s. And there was no novel as such before that. So this is the modern novel written by people who are inspired by the Western modernist ideology and Western educated teacher. Chandu Menon was a lawyer who was familiar with English and who mastered the language and understood the English novels and wrote that Induleka. So the novel is inherited from English, but this idea has been challenged after we knew that modernity is not introduced by the English. Every nation, including India, has its own modernity. And this is organic modernity, which was intervened by the Western modernity and created a lot of confusion and developed certain paradigms where we started believing that there was no novel before the advent of English. A professor of Telugu who worked in Wisconsin University for almost 45 years published a book called Sound of Kiss some 15 years ago with the title Sound of Kiss. And that is the novel Kala Purnodayam. The English Telugu title is Kala Purnodayam. It was written around 17th century. That is almost 150 years ago, before the advent of English onto the scene. And that is exactly like a novel where people did not have any interaction with English and people did not know that a novel would be like that. So we have traced out a text which is almost like a novel written in 150 years before the advent of English. So then we understood that English people or the Western world did not introduce the form novel to India, at least to South India, because in South India there was a novel with the title Kala Purnodayam. So we have been looking at the past from a different kind of perspective. So this is a kind of background. Now here, let me read a little bit. The colonial rule in India imposed the Western perspectives on every aspect of society at the turn of 20th century. It had pervaded almost all the spheres of social life, like philosophy, economics, politics, culture, and science. In that process, it had redefined every phenomena, including the literary phenomena. Colonialist thought, in a way, entered India in the form of reformist literature. There is no exception
to this in the case of Telugu literature also. Hence, it is not possible to deny the traits of Western colonialism on the reformist literature of Telugu. The reformist writers, knowingly or unknowingly, embraced colonist ideology, and through those lenses, they had seen the native reality and represented it. As this is not the context to reflect on the idea of the Western modernity and indigenous modernity, we will focus on the spirit of modernity in Telugu literature. So the modern spirit of modernist literature, by keeping this Western ideology aside, which is embedded in the reformist literature, let me speak about Telugu modernist literature that began with reformist literature. Reformism, being inspired by Raja Ram Mohan Rai and others who were Western educated scholars, started to transform the society, to transform the native cultures, to transform the native philosophies. In that process, they were looking down upon the native cultures. For example, our great writer who has written a novel on the child marriages and who condemned it, by name Gurujada Appara. When the freedom movement was going on against the British, as he was in love with the British culture and British civilization, he was condemning the Congress party for waging a war against the British by being an Indian, because he was fully colonized. But when it comes to literature, he was not that much colonized, because he has focused on the reality and he tried to reflect it, and he advocated the need to change the society. So by being inspired by the reformist literature and philosophy, a good number of writers, particularly poets, wanted to speak about the greatness and at the same time the inherent problems with the Telugu society and Telugu culture. That is why it is difficult to understand modern Telugu literature without establishing its clear links with the reformist movements of early 20th century. It is equally important to understand the influence of communist movement that began in 1920s in Andhra Pradesh. To be specific, Telugu literature can be understood better in connection with the reformist, progressive, revolutionary and feminist movements. At the same time, we should also take into consideration the contribution of the individual writers who tried to express their historical and literary vision as per the influence they had undergone. Many of the Telugu writers in the modern period produced literature from predominantly historicist and critical perspective, being guided by the aesthetic and ideological criteria. The advent of British rule brought the Telugu culture into contact with the Western literary culture. The leaders of reformist movement were influenced very much by these Western ideas. With the influence, they could change the literary taste of the Telugu public and challenge the old forms and ideals of literature. As you know, Telugu literature was very much rooted in the tradition. A literature that has a history of 1,000 years naturally be under the influence of the tradition. But reformist writers tried to unburden the Telugu literature from that reformist, from that traditional bond, and they wanted to reflect reality as they could see it. In that process only, they started writing poetry. As I already told, Telugu literature is the literature of movements. I don't know, maybe in Kerala also it is true. Literature was never produced in the modern period, either under the influence of colonialism or the native tradition, with the influence of the tradition, was continued with the movements or associated with movements. The reformist movement, and then the communist movement, and then M.N. Roy, that is the radical humanist movement, and later Naxalite movement, and then the revolutionary movement, then feminist movement, and Dalit movement. So most of the literature that is produced in the name of modern literature is literature produced in the movements. That means writers are always politically engaged, as it is seen in the case of Kerala. Now, politics was not a kind of obsession
And it was a kind of essential thing for a writer in Andhra Pradesh, particularly a modern writer, to associate himself or herself with a movement or the other. That is why from the reformist period to the contemporary Dalit literature or minority literature, most of the writers are associated with these political movements or socio-political movements. And literature is also produced accordingly. So why you write a poem? George Bernard Shaw was once asked, he was asked, sir, why do you write dramas? He was very, very concrete in his response. I write dramas to convert people into my opinions. If you ask a Telugu writer, he would join his voice with Shah. Right? Because that reformist zeal or the revolutionary zeal and the zeal for change is always there with the majority of the Telugu writers. I cannot say that there are no exceptions, but they are very, very minor. Most of the writers, they may be positive or negative. Irrespective of that, they own certain political ideology. And it is very, very conspicuous on the literature they had produced. So the spirit of modernism had a strong impact on Telugu literature. The influence of the West and the nationalist movement shaped the modern Telugu literature. The liberal spirit that was prevalent during the early decades of 20th century resulted in the reformist literature. And the linguistic reformism are further strengthened by Gurujada Apparao and Gidugu Ramamurthy Pantulu. Both writers emphasized on the need to adapt Telugu to suit to the modern needs. The writers like Kandukuri Veeresalingam, Gurujada Apparao represented the democratic spirit in the literature. They gave a call to use colloquial language instead of classical Telugu. It was done with an intention to make literary language understandable to common man. The reformist writers strongly believed that production of literature in colloquial language would only motivate people towards the betterment of society. In this context, it is worth citing the opinion of Sri Sri, who said that in the absence of a command on the common man's language, if one writes a poem and the purpose cannot be achieved. So you have to write only in colloquial language. Throughout South India, maybe at the turn of 20th century, there was a kind of discussion whether to adopt the classical language or the modern language. Because the classical language, in a way, did not intend any specific purpose. That purpose, though it was there, it is a different kind of thought altogether. But the modernist literature started and continued with aiming certain purpose in writing everything. So it is a kind of committed literature. That is why if you want to communicate what you wanted to, you have to write it in a language where the other man can understand it. There is a Telugu poet, Krishna Shastri, immediately after Gurujada and others. He writes in Telugu a poem, Preyasi patakotira divya ratna rajinelu turayi vivu. Neno lokapu iruku sandulabadi agabaka verachu ragadandakara rekanu, he says. He is writing a poem with almost a Sanskrit diction about a woman who is on the top of the mountain because he is loving her. Where is he? He is in the valley. And what is the problem? He cannot go there. She cannot come down. Then pain is there. He is unable to meet her and she is unable to meet him. So he writes about that pain which nobody could understand, at least at that time. That is why Sri gave a call. He asked people one thing. Chando bando bastulanni chatpatman tenchi. Damn it, yemitra idante, pray it poetry, he said. You break all the rules of prosody. If somebody says, hey, idiot, what are you writing? Stop it. No. This is poetry, he said. You break all those prosodic rules and produce poetry. And Sri in the way inspired many people. But the problem with the modern poetry immediately after that reformist movement was romantic poetry. Romantic poetry was popularized by
many writers who had a lot of poetic potential, like Krishna Shastri, like Nayani Subbarao, like Nanduri Subbarao. They have written excellent poems, no doubt, but those poems did not reflect the spirit of modernism. They reflected mere personal or individualistic imagination, individualistic observation. One romantic poet by name Nanduri Subbarao wrote Enki Patalu. You might have heard about it. Many people in films borrowed it and they introduced songs. Enki Patalu. Enki is a village woman. And he loves her and he wrote poems on that imaginary character. Most of the romantic poets wrote love poems by imagining that she has a lover. When you take the Western romantic poets like Shelley, Keats, Byron, all of them have lovers. And all of them failed in love. And they wrote romantic poetry. But the strangeness of Telugu modernist romantic poetry is that these people just imagined a woman. And without imagination, they have written poems. And here Nanduri Subbarao writes a poem with a small poem. It is a kind of song with the title, My Love. Who are we in our past life? He asks. Enki became shy and jiggled. Enki, the name of the woman. Enki became shy and jiggled. What will be our future life? He asked. She turned pale and amazed. How long all happiness will last? Another question. Tears in her eyes, she grew sad. How long will be our happiness last? Immediately the response is, tears in her eyes, she grew sad. This is a very, very poetic, no doubt, but ultimately it is too personal a poem. Likewise, Krishna Shastri, an important romantic poet, wrote poems which reflect a lot of love and affection towards the people. But ultimately, the romantic ideas, romantic thoughts were challenged by the next movement, that is Abhyudaya poetry or progressive literature. In 1920s, exactly in 1921, the Communist Party of India established its branch in Andhra Pradesh. The first meeting was held in Andhra Pradesh, and many people were attracted by that, including our Mahakavi Sri Sri. And by 1930s, in a span of 7-8 years, by being influenced by the Marxian thought, along with his modernist ideas, Sri Sri wrote a series of poems. And later, it was around 1950s, it was published with the name Mahaprasthanam. Mahaprasthanam, as many of you know, is a Sanskrit word, expression, which talks about of a man going to heaven after death. But Sri Sri transformed this myth and gave a new twist, a new meaning to that. What is that meaning? It is not going to heaven after death. It is moving towards a communist society, Mahaprasthanam. And he started, Maro prapancham pilichindi, padandi munduku padandi tosuku kodam pai paiki. So he gave a clarion call to transform the society into a kind of socialist society. And by being influenced by the poetry of society, believe me, they say thousands of people are transformed into communists. They became communists after reading Mahaprasthanam. Not by reading Communist Manifesto or any works of Marx or Engels or Lenin, but by reading Sri Sri's Mahaprasthanam, many people became communist. Later, by 1940s, Progressive Writers Association, with the influence of the Progressive Writers Association of London, they started an association in Andhra. It is called Abhyudaya Rachitala Sangam.
And many writers in Abhyudaya Ratna Sangam wrote poems with the inspiration of communist ideology. And they not only wrote poem, they were actively participating in the social movements, including Sri Sri. Sri Sri, until his death in 1980s, was always with the movements, ranging with the progressive literature, ending with the Naxalite literature. He was always traveling with them, he was always encouraging them. So these writers, along with Sri Sri, challenged the classical notions of literature and the so-called irresponsible expressions of the romantic poets of the early decades of 20th century. So by 1950s, the Progressive Writers Association, as they could not clearly define their position, and the association did not put any strict rules for the membership, everybody became a member of that association, irrespective of the ideological acceptance. There is a great writer, Vishwanatha Satyanarayana, who was a Gnanapiti awardee for his book Ramayana Kalparuksham. It's a great classic, no doubt. But ideologically, it has some problems. Even he was a totally anti-communist, he was anti-progressive, and he was a conservative. Even that Vishwanath Satyanarayana became a member of this leftist progressive association. Then writers lost faith in that association, and many people left the association. And there was a kind of vacuum in social sphere from 1945 or 50s to 60s. At that moment, 6 writers, mostly from coastal Andhra and Hyderabad in the United Andhra Pradesh, in 1965, they published an anthology and they called themselves Naked Poets, Naked Digambara Kaulu. 6 of them. To read about their names and to tell so many things about them, I did not have much time. But those poets who are called Digambara poets or naked poets challenged all the literary canons and started criticizing even Sri Sri, who was supporting any kind of movement. And because by that time, society became totally corrupt, and particularly bureaucracy was irreparable, and all values collapsed, and society was decaying. At that moment, they gave a shock to the world of literary, to the writers in Andhra Pradesh, particularly poets in Andhra Pradesh, by using a lot of abusive language. One poet begins a poem, "You bastard, when did you bring your wife from the room of that contractor yesterday night?" It reads like that. And they were calling the poets and people with a very, very abusive language. And it was a kind of shock to the society. And that shock, in a way, resulted for the formation of a Revolutionary Writers Association in Andhra Pradesh. But not just the Digambara poets or naked poets, the ML party movement, Marxist-Leninist party in Srikakulam and Telangana, started a Naxalite movement by being
infused with a revolutionary fervor and revolutionary ideology. But what happened then? By 1980-85, the new movement started coming onto the scene. My last 10 minutes I will speak about poetry. Let me locate these movements, literary movements. By 85, new movements, particularly first feminist movement, came onto the scene. Because various bitter experiences encountered by women by working in the Naxalite parties and communist parties, CPI and CPM, they understood that they were not taking care of the gender issues. They were not representing the problems of women. They were not addressing the issues that everyday women are facing. They were talking only about the class. And they reminded that literature should not simply... So literature should not simply talk about the man and his problems. It should also take into consideration the problems of women. Particularly when women cadres were working in communist parties in UG underground, the same problems that they were facing in social life were also faced by them through the communist leaders in the underground. So many women came out and they started narrating stories about their experiences as women leaders, women communist leaders. Then they brought onto the scene the women issue or gender issue. And there were so many debates between the feminist groups and communist groups. So ultimately, the leftist forces had to accept that the woman issue should also be addressed. It is not an issue that should be settled after the establishment of socialist society, but before that, women should be treated on par with men. These slogans resulted in the production of a significant body of literature, particularly poetry. You might have heard about Volga, you might have heard about Kondepudi Nirmala, Ghantasala Nirmala, Mahesh Jabin, Jayprabha. A series of women writers started writing excellent poems without any inhibitions. They changed the total language and grammar of Telugu poetry in 85, from 85 to 95. It was a very powerful movement. Parallelly, they were supported by a number of what you call NGOs. Whether it is positive or not positive, we cannot say, but the NGO groups supported it. Because of that also, that feminist movement took a lot of impetus. And after 85, along with almost feminist groups, Dalits started raising questions relating to the caste issue. Because the communist circles, they were talking about in their literature and poetry only class-related issues. When the women raised the issues related to gender, the feminist issues, Dalits also started raising the issues related to caste. In that process, many Dalit poets wrote poems against the great poets of Telugu literature, ranging from Gurajada to Sri Sri. They said that they were all Brahmin poets. Because being a Brahmin, Gurajada represented Brahmin problems. Being a Brahmin, Sri Sri represented Brahmin problems. For that matter, many writers who are Brahmins accidentally represented their issues. They did not represent our issues. Our Dalit issues are not represented. Our women issues are not represented. So the Dalit writers started questioning that, and again there were debates between the Dalit sections and the leftist forces. And now the leftist forces accepted the importance of caste also. It is not mere class, but it is also the caste that should be taken into consideration. So this Dalit literature also produced, and it has significant body
in poetry, a lot of anthologies. You might have seen in English 2 anthologies edited by Professor Susitaru and Professor Satyanarayana, published by Penguin, Telugu, Tamil, Kannada and Malayalam. 2 languages, Kannada and Telugu, Malayalam and Tamil, 2 volumes are published. Among all of them, you find a lot of Dalit literature, particularly poetry, which is very, very vibrant. That is one aspect. In addition to that, the next movement is a minority movement. There is a poet by name Qadar Mohiuddin. He wrote a poem, Puttu Macha, birthmark. Now in India, whenever a cricket match takes place between Pakistan and India, Muslims are humiliated as if they are related to Pakistan, and they are branded as if they are anti-nationals. And this spirit was very, very harmful. Basing on that Qadar Mohiuddin wrote a poem, Birthmark. Before I am born, I am branded as an anti-national. So throughout my life, I have to prove that I am not an anti-national. That is the situation of an Indian Muslim. So that poem inspired many Muslim writers in Andhra Pradesh, and they started a movement called minority poetry or minority writing by Muslim minorities. Or some Christian minorities also joined. And they also produced a significant body of literature. So as I already told, Telugu literature, particularly poetry, from 1880 to 1922, continued in a series of movements, reformist, progressive, and naked, and revolutionary, and then the feminist, and Dalit, and minority. So in all these 5 movements, Telugu poetry has been presented. Now, I'll talk about certain poems and read them. First, let me read and make a comment on the poem. Sri Sri, being a great visionary, being a leftist, has his own doubts about the formation of new society. So he wrote a poem, really. It's a question. Really, will all the world find happiness? Really, will all the world find happiness? People see good times. Really, people see good times. Really, does the world laugh happily forever? Does it overcome its desire to kill? Does the time when the chains tighten on slaves end forever? Do friendship and brotherhood, their gentle ways, win the day? The dance of the oceans with their hair dissolved and waves curled up, will it end at last? The boat that is caught in the middle of the storm, the boat that is caught in the middle of the storm, will it safely reach the shore? Really, it's a hope and a doubt he expressed. Now, as you know, Andhra society, for a long time until the communist movement, was under the influence of a religious thought and religious ideology. Being a communist, Sriti wrote a poem, Vedanti. That word you can understand, Vedanti. Now, how Vedanti says, how he counters it. Vedantist. You say it is nothing. You say it is nothing. It's all an illusion. You say it is nothing. It's all an illusion. My friend Vedantist, what do you say? What we see is not there. What we see is not there. What we hear is not real.
The world does not exist. A dream, unreal, nothing, nothing. You say it is nothing. The Rolls Royce of the rich man is nothing. The Rolls Royce of the rich man is nothing. The thick wallet of the millionaire is nothing. The machine gun, the poisonous gas are nothing. You say they are nothing. The farmer's sweat, the worker's grief, the beggar's hunger, they are nothing. Hurricanes, earthquakes, revolts, wars, war. All nothing. Nothing. What do you say? Nothing. The world is not real. It's a dream, an illusion. Nothing, really nothing. You will say it is all nothing. But the counter word is that it is something, it is not nothing. There is a great poet by name Ajanta, who is no more, like Sri Sri. In a span of 50 years, he wrote only 24 poems. But he is equated with Sri Sri. He wrote a poem, a typical modernist poem, with the title Dateline in Hyderabad. Dateline in Hyderabad. Name is Ajanta, writer's name. I did not die. Who are you? Why are you taking me away in your vehicle? No, don't touch me. This is my body. Don't touch me. The man continues stroking his smooth, dead body. I work hard for living. I live here. They kicked me in the dark night here, pierced me with knives. They cut my hands and feet. They don't know who am I. I don't know who they are. This is the typical urban scenario that was anticipated by Baudelaire of 17th century. He holds both my hands and speaks piteously. Will you lend me half of your body? I want to live just one more time. Or will you lend me your hands and feet? I will go search for my wife and children. Don't you want your eyes too? No, I don't want to see blood. Hands and feet will be my eyes. I give him all he wants to use forever. The next minute he is not there. He disappears into the lake of darkness, carrying his own dead body. I stay there, holding my eyes, unable to bear them, unable to die. So this is the fate of modern man. He is only a witness. He is unable to do anything. So many horrible things are taking place before our eyes, and we are helpless. Our hands are tied down. We are not ready to break the chains and speak for the people. So he blames it on himself and writes it. One Telugu poet by name Shivakumar wrote a poem. Nagarapu Savayatralo Savantappa Dukkinchavaadu Evadu Undadu. In a procession of dead body in a city, nobody is there to weep except the dead body. So that is the fate, and it has been lamented by him. There is another radical humanist poet, Bairagi. He wrote a poem, Give me confidence. If you give me confidence, what I do? The poem reads like this. Give me confidence, I will pulverize the mountains. Show the sun and the moon from the sky like a mushy tomato or broken cracker from a dirty dinner plate. I will roll up this vast universe like a mat in my strong arms. Give me confidence. I will erase man's unlucky fate off his forehead, banish injustice from assembly of life, and kick aggression out. I will do more, much more, but give me confidence.
I will fight the god of death. I will fight the god of death. I will stand upside down and the trident of Shiva. I will make daydreams blossom. I will make daydreams blossom in every house and make them yield fruit. 6 for 3. Make them yield fruit 6 for 3. Like the comedian with a wooden gun. I will have wells leveled and tanks dug. If the world is too crowded for people, I will have a hopstick built in another world. I will cut cloth from the purple sky. I will cut cloth from the purple sky and have a shirt made for everyone. I can do anything, but give me confidence, confidence. This is a very, very optimistic poem. I told you about Digambara poets. I'll read one of their poems. The title of the poem is Raped Poem. Sri Sri also translated with another title, Ravished Poem. It is written by Bhairavaya. He passed away recently. It's a good poem. Raped Poem. I'm a raped poem, a ghost of poem violated in the middle of the street. I'm a song of desire, crushed under the steel thighs of self-seekers. My breasts were left wounded and decayed from the cruel bites and scratches of pretenders who are never satisfied by their fucking fame. Their fucking fame. I'm a poem. They laugh obscenely and steal from others' work to fulfill their cheap lust. They killed me when I was still in my mother's womb. I'm a petrified fetus. Their ambition is to mask their devilish faces with the delicate images in print. I'm a body walked all over. I'm a body walked all over. Drained of beauty, drained of beauty. I reflect ugliness. I am a poem. Raped, cruelly, obscenely, openly, shamelessly, in a public view. I have no skill, no refinement. I'm a raped poem. I'm a painted ghost. This is from The Naked Poet. There is an exceptional poet who visited many times Kerala also, Vegunta Mohan Prasad, who has written a lot of poems with an exceptional surrealistic images. And I just read 2 poems and conclude. And it is First Blood by Vegunta Mohan Prasad. Somewhere a girl sees her first blood under the shadows of trees and gets scared. The poet keeps vigil all night, blows his horn fearfully alone, pulling his blanket tight in the cold, waiting for a new morning. And he dies at dawn. No one sheds a tear for him. No one consoles the girl on her first blood. The poet squeezes the darkness all night, fills his throat with the grief of the world. No one is startled at the foam thrown up in his last breath. This is the first blood. Ismail, a kind of imagist poet, wrote very few poems, but they are very, very powerful. This small poem is entitled The Buried Poem. I will read it for you. The poet digs deep for the poem. The poet digs deep for the poem. It's buried under the tons of mud, tons of mind. It is buried in so deep. It will take days and nights to pull the coffin out. It will leave if there is a little breath left. It will leave if there is a little breath left. Maybe. But every time he digs up the coffin, the body that comes out of it alive is himself. So that's it. There are other poems also. I don't want to take much of your time. So, on the whole, Telugu literature
like the other literatures and other poetries in South India, reflected modernist spirit. But from 1919 onwards, a number of debates are going on in Telugu society with regard to the communist ideology and communist practices. Now new thoughts are emerging. Among them, postmodern ideologies. One, they are questioning all the paradigms of all the earlier paradigms, and there is a change because of these discussions, and this is also reflected in the poetry. Recently, we are talking about liquid modernity. Instead of modernity, we are talking about liquid modernity in a society where everything is liquidified. There are no frames of reference. There are no models. There are no people to imitate. Society as a whole became a center where the phenomena, everything goes is accepted. So a kind of lawlessness prevails. No rules, no guidelines, no frames of references. Everything became liquidified, and no ethics, no morals, and society became totally corrupt. I don't believe that it is the case of Andhra Pradesh only. It is the case of the nation as a whole. In this context, many sociologists and philosophers are talking about the liquid state of modernity. Earlier it was in a solid state where rules were perfect and guidelines were perfect. Now there are no rules, no guidelines. Anybody can define anything in the way he chooses. So this is creating a kind of crisis, and this crisis is called liquid modern state. In this liquid modern state, literature also trying to capture this liquid state of the modernity in literature, particularly in poetry. Thank you very much for giving me the opportunity. I thank Professor Unni sir, Valatolu Vidyapeetham, and Central Science Academy. Thank you very much. I thank you particularly, you people who are here and listen with all patience the words I spoke. Thank you very much. A poet, literate, lyricist, and an editor who works with the traditional as well as electronic media, cultural activities. He has been all of this. He has a master's degree in law and degree. He is a born poet. His poems are composed of a confluence of tradition and modernity. They have soft, romantic emotions, original and innovative and narrative skill, philosophical insight, and a deep understanding of the meaning of life. He is an Academy Award-winning Indian poet in Malayalam. The multifaceted literature has published 10 collections of poems, 3 novels, 6 books on the contemporary socio-political, 6 collection of essays and criticism, a study on media, a travelogue, and a novel in English. He is a great lyricist, and he bagged national and state awards. He is none other than Prabha Verma, the great writer and a poet. He is going to present here his paper, but he cannot reach here with some official work. So the paper on modernism in Malayalam, Kavita. The paper reading by Miss Sandhya for Prabha Verma for a little, that means 1.5 page. And other 10 pages are there. We will put all his work through the group. ഗ്രൂപ്പിലൂടെ എല്ലാ അദ്ദേഹത്തിൻ്റെ വർക്കുകളും 10 പേജുള്ള വർക്കുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. പ്രസ്സുകാർക്കും മറ്റുള്ളവർക്കും അത് സ്വീകരിക്കാവുന്നതാണ്. So that paper will read Sandhya teacher after Arsu sir's presentation. One minute.
കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുമായി ഉന്നത വിദ്യാഭ്യാസം. ഹിന്ദി നോവലുകളിൽ വൈദേശിക സംസ്കാരത്തിന്റെ സ്വാധീനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഗവേഷണ പ്രബന്ധത്തിന് PhD ബിരുദം. ജേർണലിസം, വിവർത്തനം, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ ഡിപ്ലോമ. 1977 കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് കോളേജിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും ഹിന്ദി ലെക്ചറായി നിയമനം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും വകുപ്പ് മേധാവിയുമായിട്ടുള്ള 2011 അദ്ദേഹം വിരമിച്ചു. പിന്നീട് കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ പ്രവർത്തിച്ചു. ഹിന്ദിയിലും മലയാളത്തിലുമായി 70ഓളം കൃതികൾ പ്രസിദ്ധീകരിച്ചു. ഹിന്ദിയുടെ സെൻട്രൽ ഹിന്ദി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നിവയുടെ വിവർത്തനങ്ങളുടെ സംരംഭങ്ങളിൽ പങ്കാളിത്തം. സ്വാതന്ത്ര്യ സുവർണ ജൂബിലി വർഷത്തിൽ മികച്ച ഹിന്ദി കൃതിക്കുള്ള HRD മന്ത്രാലയത്തിന്റെ ദേശീയ പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി. ബീഹാർ, UP, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഡൽഹി എന്നീ സർക്കാരുകളുടെ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. ഉത്തരേന്ത്യൻ സർവകലാശാലകളിലും പ്രഭാഷണ പരമ്പര. ജപ്പാനിലെ 3 സർവകലാശാലകളിൽ ഭാരതീയ സാഹിത്യം, സംസ്കാരം എന്ന വിഷയത്തെ പറ്റി പ്രഭാഷണ പരമ്പര. ചെയർ ഫോർ ഗാന്ധിയൻ സ്റ്റഡീസ്, പ്രഥമ വിസിറ്റിംഗ് പ്രൊഫസർ. കേരള ഹിന്ദി പരിഷത്ത്, ഓയിസ്ക ഇന്റർനാഷണൽ എന്നിവയുടെ പ്രസിഡന്റ് പദവികൾ അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട്. ഭാര്യ ഡോക്ടർ KM പ്രീത ഈസ് ഓൾസോ ഹിയർ. അക്കിത്തം കവിതകളുടെ ഹിന്ദി സമാഹാരമായ ത്രിശങ്കു സ്വർഗം അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട്. വളരെയധികം സന്തോഷത്തോടെ, അതിലേറെ ബഹുമാനത്തോടെ അർസു എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന പ്രിയങ്കരനായ ഡോക്ടർ R. സുരേന്ദ്രൻ സാറിനെ വിനയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വളരെ കുറഞ്ഞ സമയമെടുത്ത് ഏതാനും വാക്കുകൾ പറയുവാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. കേന്ദ്ര സാഹിത്യ അക്കാദമിയും വള്ളത്തോൾ വിദ്യാപീഠവും ചേർന്ന് നടത്തുന്ന ഈ പരിപാടിയിൽ ക്ഷണിച്ചതിന് ഞാൻ ഇതിൻ്റെ സംഘാടകരെ എല്ലാം അവരോടെല്ലാമുള്ള കടപ്പാട്, നന്ദി ഒക്കെ അറിയിക്കുന്നു. അച്യുതനുണ്ണി സാർ ഇതിൻ്റെ ഈ പരിപാടിയെക്കുറിച്ച് ഫോണിലാണ് ആദ്യം എന്നോട് സംസാരിച്ചത്. ഞാൻ അപ്പോൾ തന്നെ ഇതിൽ വരാം എന്ന് പറയുകയുണ്ടായി. ഈ സ്ഥാപനത്തിന് ഉത്തരോത്തരം പുരോഗതി ഉണ്ടാകുന്നതിന് അതിന് ആധാരസൂത്രമിണക്കിയത് ഒന്ന് അക്കിത്തവും ഒന്ന് അച്യുതനുണ്ണി സാറുമാണ്. അച്യുതനുണ്ണി സാറിന് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ MA-ക്ക് പഠിക്കാൻ പോകുമ്പോൾ അദ്ദേഹം അവിടെ അധ്യാപകനായിരുന്നു. അദ്ദേഹം ഏതാണ്ട് റിട്ടയർ ചെയ്യാൻ കുറച്ച് വർഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഞാൻ അവിടെ ഒരു അധ്യാപകനായി ചേർന്നു. അഴീക്കോട് സാറും അച്യുതനുണ്ണി സാർക്കുള്ള കാലത്ത് അവിടെ അധ്യാപകനായി ചേരാൻ സാധിച്ചു എന്നുള്ളത് ജീവിതത്തിലെ ഒരു സുഹൃതമായി ഞാൻ കരുതുന്നു. അക്കിത്തത്തിൻ്റെ കുടുംബം ഇവിടെ എത്തിയിട്ടുണ്ട്. ആ കുടുംബത്തിൽ ഞാൻ ഒരു അംഗമാണ് എന്നുള്ള ഒരു പ്രതീതിയോടെ ആണ് അവരെപ്പോഴും എന്നെ സ്വീകരിച്ചിട്ടുള്ളത്. ആ കുടുംബാംഗങ്ങൾക്ക് അവരെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ അക്കിത്തത്തെക്കുറിച്ച് മലയാളത്തിൽ ആദ്യമായി എഴുതിയത് എണ്ണ തേക്കാം തലമറന്നാകരുത് എന്ന ശീർഷകത്തിലുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അക്കിത്തത്തെ പറ്റിയുള്ള ഏത് പഠനത്തിനും ഇപ്പോൾ അത് ഒരു കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്നു എന്ന് അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ആ ലേഖനം മാതൃഭൂമിയിൽ വരുമ്പോൾ ആഴ്ചപ്പതിപ്പിൻ്റെ ചുമതലക്കാരനായിരുന്നുള്ള പ്രൊഫസർ KV രാമകൃഷ്ണൻ സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. താങ്കളുടെ അന്നത്തെ ആ പ്രോത്സാഹനം വളരെ എനിക്ക് ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു. ആ ഇൻ്റർവ്യൂ ഞാൻ ഹിന്ദി മാസികയ്ക്ക് വേണ്ടി എടുത്തതായിരുന്നു. അത് അക്കിത്തത്തോട് സംസാരിച്ചത് മലയാളത്തിലായി പോയി എന്നുള്ളത് കൊണ്ട് ഞാനത് മലയാളത്തിന് നൽകി എന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ചുമതലാക്കാലം ഞാൻ വളരെയേറെ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. എനിക്ക് തന്നിരിക്കുന്ന വിഷയം അതിൽ ഊന്നി മാത്രം ചില കാര്യങ്ങൾ പറയുവാനേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അക്കിത്തം കൃതികൾ ഹിന്ദിയിൽ എന്നുള്ളതാണ് എനിക്ക് തന്നിരിക്കുന്ന വിഷയം. ഈ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അക്കിത്തത്തിൻ്റെ കാവ്യ സവിശേഷതകളെക്കുറിച്ച് ഞാൻ പറയുന്നത് കൊല്ലക്കടയിൽ സൂചി വിൽക്കുന്ന ഒരു ഏർപ്പാടായി തോന്നും. അത്തരത്തിലുള്ളൊരു സദസ്സാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ആഴങ്ങളിലേക്കോ അതിൻ്റെ പരപ്പിലേക്കോ ഒന്നും തന്നെ പോകുന്നില്ല. ഞാൻ ഹിന്ദിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കാവ്യസമാഹാരം തർജ്ജമ ചെയ്തു എന്നതുപോലെ ഇംഗ്ലീഷിൽ
അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയും അദ്ദേഹത്തിൻ്റെ കവിത വിവർത്തനം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ശ്രീ ആത്മാരാമൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തിനും എൻ്റെ സ്നേഹാഭിവാദ്യം. അക്കിത്തത്തിൻ്റെ ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച് മന്ത്രിപരവരന്മാരും അതുപോലെ തന്നെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പോയി കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് കുറച്ചു നേരം അക്കിത്തവുമായി ഒരു ഏകാന്തതയിൽ, ഒരു ഏകാഗ്രതയിൽ കഴിച്ചുകൂട്ടാൻ സാധിച്ച ആ നിമിഷം, അത് കുടുംബവും ഈ 2 ഭാഷകളിലുള്ള വിവർത്തകരും ഒത്തുചേർന്ന് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ഇപ്പോൾ നോക്കുമ്പോൾ അതൊരു ലെജൻഡറി ആയിട്ട് നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഞാനും ശ്രീ ആത്മാരാമനും ഒപ്പം ഉണ്ട്. അക്കിത്തത്തിന് ഹിന്ദിയിൽ വിവർത്തനം വന്നിരിക്കുന്നത് പ്രധാനമായും ആദ്യം അദ്ദേഹത്തിൻ്റെ പുസ്തകം വരുന്നതിന് മുമ്പ് മലയാളം കി നയി കവിതായം എന്ന ശീർഷകത്തിൽ ഞങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായിരുന്ന കാലത്ത് പ്രൊഫസർ ജി ഗോപിനാഥൻ കുറച്ചധികം കവിതകൾ പല ആളുകളുടേതായിട്ട് ചെയ്തിരുന്നു. അതിൽ അക്കിത്തത്തിൻ്റെ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന ഭാഗത്ത് നിന്ന് ഒരു ഭാഗം വളരെ സെലക്ട് ചെയ്ത് ചേർത്തിരുന്നു. അതായിരിക്കും ഞാൻ ആദ്യം കാണുന്ന അക്കിത്തത്തിൻ്റെ വിവർത്തനം. പക്ഷെ അത് അക്കിത്തത്തിൻ്റെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു പുസ്തകമല്ലാതിരുന്നതിനാൽ അത് അത്ര ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല. പിന്നീട് 3 വിവർത്തനങ്ങൾ പുസ്തകങ്ങളായി ഹിന്ദിയിൽ വരികയുണ്ടായി. ഒന്ന് UKS ചൗഹാൻ, ഒന്ന് ഹരിഹരൻ ഉണ്ണിത്താൻ, പിന്നെ ഒന്ന് എൻ്റേതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എന്നുള്ളത്. UKS ചൗഹാനെ കുറിച്ച് പറയുവാനുള്ള ഒരു കാര്യം, അദ്ദേഹം ഹിന്ദി മാതൃഭാഷക്കാരനായിരുന്നു. ഹിന്ദി മാതൃഭാഷയായി കേരളത്തിൽ സർവീസിൽ വന്ന ശേഷം മലയാളം പഠിച്ച് അതിനു വേണ്ടി ഒരു സാധന പോലെ അദ്ദേഹം അത് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു. കോഴിക്കോട് നടന്ന ഒരു കവി സമ്മേളനത്തിൽ അദ്ദേഹം മലബാർ മഹോത്സവത്തിൻ്റെ ഭാഗത്ത് എന്നോട് ചോദിച്ചു, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ മഹാകവി അക്കിത്തത്തെ കിട്ടുമോ എന്ന്. ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അക്കിത്തം അത് വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുത്തു. അക്കിത്തം കുറച്ച് കവിതകളൊക്കെ ചൊല്ലി. സെൻട്രൽ ഹിന്ദി ഡയറക്ടറേറ്റ് ഡൽഹിയിൽ നിന്ന് വന്നവർ നടത്തിയ ഒരു കവി സമ്മേളനമായിരുന്നു. അക്കിത്തത്തിൻ്റെ ആ കവിത അദ്ദേഹം 2-3 കവിതകൾ ചൊല്ലിയിരുന്നു. ആ കവിതകളെല്ലാം കേട്ടപ്പോൾ സെൻട്രൽ ഹിന്ദി ഡയറക്ടറേറ്റിന് വലിയ ഒരു ഉത്സാഹവും ഉന്മേഷവും ഒക്കെ തോന്നുകയുണ്ടായി. പിൽക്കാലത്ത് അക്കിത്തവും പിന്നെ ഉമേഷ് കുമാർ ചൗഹാൻ എന്നാണ് മുഴുവൻ പേര്, ബോട്ടണിയിൽ MSc-യും ഹിന്ദിയിൽ MA-യും ഉള്ള ഒരാൾ, അദ്ദേഹം വന്ന് ഇവിടെ നിന്ന് ഇത് തർജ്ജമ ചെയ്ത് കുറച്ച് കവിതകൾ വിവർത്തനം ചെയ്തപ്പോൾ ഭാരതീയ ജ്ഞാനപീഠത്തിൻ്റെ ഒരു കൂടപ്പിറപ്പ് എന്ന രീതിയിലുള്ളൊരു അവാർഡാണ് അത്, മൂർത്തിദേവി പുരസ്കാർ. ഈ മൂർത്തിദേവി പുരസ്കാർ ലഭിക്കുന്നതിന് അടിസ്ഥാനമായിരുന്നത് UKS ചൗഹാൻ്റെ വിവർത്തനപരമായിട്ടാണ്. ഒരു ഏകലവ്യനെ പോലെയാണ് അദ്ദേഹം അത് ചെയ്തത്. ഞാൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. ആ കാലത്ത് വളരെയധികം സംസാരിച്ചും സമ്പർക്കം പുലർത്തിയും അക്കിത്തവും കുടുംബവുമായി പിന്നെ അടുപ്പം പുലർത്തിയും ഒക്കെയാണ് അത് ചെയ്തിരുന്നത്. മറ്റൊന്നത് ശ്രീ ഹരിഹരൻ ഉണ്ണിത്താൻ, അദ്ദേഹം കൊല്ലം SN കോളേജിലെ ഹിന്ദിയുടെ പ്രൊഫസറായിരുന്നു. പിന്നെ അദ്ദേഹവും വളരെയധികം ഒരു സാധന എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് വിവർത്തനം ചെയ്ത് എടുത്തിരുന്നത്. അക്കിത്തത്തോടുള്ള ഒരു ആരാധനാ മനോഭാവം, പിന്നെ അദ്ദേഹത്തോടുള്ള ഒരു മതിപ്പ്, മമത, ഇതെല്ലാം അവലംബമാക്കിയാണ് ഹരിഹരൻ ഉണ്ണിത്താൻ വിവർത്തനം ചെയ്തിരിക്കുന്നത്. ഹരിഹരൻ ഉണ്ണിത്താൻ ഇപ്പോൾ നന്നേ അവശനാണ്. അദ്ദേഹത്തിന് ഇവിടെ വരാൻ ഒക്കെ പിന്നെ ശാരീരികമായിട്ടുള്ള ചില പ്രയാസങ്ങളുണ്ട്. UKS ചൗഹാൻ ദിവംഗതനായി ഡൽഹിയിലിരിക്കുമ്പോഴാണ് അദ്ദേഹം ദിവംഗതനായത്. ഞാൻ ഡൽഹിയിൽ ഒരിക്കൽ ചെന്നപ്പോൾ പിന്നെ അദ്ദേഹത്തെ കണ്ട്, ഞാൻ താമസിക്കുന്നിടത്ത് അദ്ദേഹം വരികയും ഞങ്ങൾ തമ്മിൽ സൗഹൃദം പുലർത്തുകയും ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം ക്യാൻസർ നിമിത്തം പിന്നെ നമ്മളോട് വിടവാങ്ങി എന്നുള്ള ഇതാണ് കിട്ടിയത്. അപ്പോൾ മലയാളത്തിന് അദ്ദേഹത്തെ ഇവിടുത്തെ ഒരു IAS-കാരൻ ഒരു കലക്ടറായി വന്നു, കേരളം ഓപ്റ്റ് ചെയ്തു. അങ്ങനെയൊക്കെയുള്ള ആളുകളെ നമ്മൾ ഈ വെറും IAS-ൻ്റേതായിട്ടുള്ള ഒരു തലത്തിൽ മാത്രം കാണാതെ സാഹിതീയമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ചയുള്ള ഒരാൾ എന്ന രീതിയിൽ നമുക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനവും മതിപ്പും മമതയും ഒക്കെ ഉണ്ട്. ഹരിഹരൻ ഉണ്ണിത്താൻ്റെ വിവർത്തനം ഇതൊക്കെ ഉത്തരേന്ത്യൻ ഇതിൽ നിന്നാണ്, ഉത്തരേന്ത്യൻ പിന്നെ പ്രസാധകരാണ് ഇതെല്ലാം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിൽ വലിയ ഒരു സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഇവിടെ
നമുക്ക് ഹിന്ദി വായനക്കാരിലേക്ക് അത് എത്തുക എന്നുള്ളതിൻ്റെ അർത്ഥം ഹിന്ദിയിൽ വിവർത്തനം ലഭ്യമായി കഴിഞ്ഞാൽ അത് മറ്റു ഭാഷകളിലേക്ക് ധാരാളം. ശ്രീ വർമ്മജി आपके सूचनार्थ हम एक संकेत दे रहा हूँ. अक्कितम की कामना यही थी कि अगर अन्य भारतीय भाषाओं की कविताएं हिंदी में पहले आ जाए तो हिंदी के सहारे, हिंदी के जरिए वो अन्य भाषाओं में अत्यंत सुगम और सुचारू रूप से पहुंच जाएगी, यही उनकी कामना थी. तो ये उन्होंने कई बार अपनी इच्छा प्रकट की थी. അക്കിത്തം പറഞ്ഞിരുന്ന ഒരു ആഗ്രഹം, ജ്ഞാനപീഠം അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ പ്രഖ്യാപിച്ചു. അത് കിട്ടുന്നതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് ആളുകൾ കോഴിക്കോട് നിന്ന് ഭാഷാ സമന്വയ വേദിയുടെ അംഗങ്ങൾ അക്കിത്തത്തിൻ്റെ വീട്ടിൽ ചെന്നൊരു സംഭാഷണവും ഒരു തരത്തിലുള്ള ആശയവിനിമയമൊക്കെ നടത്തിയപ്പോൾ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളൊരു ആഗ്രഹമാണ് എന്നെ അദ്ദേഹത്തിൻ്റെ ഈ കാവ്യ വിവർത്തനത്തിലേക്ക് എന്നെ പ്രേരിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഹിന്ദിയിലേക്ക് ഈ വിവർത്തനം ജ്ഞാനപീഠത്തിൽ ഇത്ര ലക്ഷം രൂപയുണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതൊന്നും തന്നെ ഞാൻ അത് ഗൗനിക്കുന്നില്ല. ഒക്കെ ഇതം ന മമ, അല്ലെങ്കിൽ എൻ്റെ അല്ല എന്ന് പറയുന്ന ഒരു നിലപാടുണ്ടല്ലോ, അദ്ദേഹത്തെ ആവർത്തിക്കുകയാണ്. പക്ഷേ എനിക്ക് ഇപ്പോഴൊരു ആഗ്രഹമുണ്ട്. കുടുംബം ശ്രീ നാരായണനൊക്കെ അത് കേൾക്കുകയായിരുന്നു. എൻ്റെ കവിതകൾ മറ്റു ഭാഷകളിലെ വായനക്കാരിലേക്ക് എത്തുന്നതിന് ഈ ജ്ഞാനപീഠ പുരസ്കാര ലബ്ധി ഒരു നിമിത്തമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൽ ഇപ്പോൾ നിങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ഡോക്ടർ ആർസു ആ ചുമതല കുറച്ചെങ്കിലും ഏറ്റെടുക്കുകയാണെങ്കിൽ എനിക്കത് സന്തോഷമാകും എന്ന് പറഞ്ഞപ്പോൾ, ഇത് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ക്യാൻസർ ബാധിച്ച് ഓപ്പറേഷൻ, സ്പൈനൽ കോഡിന് ഓപ്പറേഷൻ കഴിഞ്ഞ് അതിൻ്റെ ചികിത്സയിലും അതിൻ്റെ വിശ്രമത്തിൻ്റെയും ഒക്കെ സമയത്താണ്. എന്നാലും വേണ്ടില്ല, ഒരു കവിയുടെ ഒരു ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ കുറേ കവിതകളൊക്കെ അദ്ദേഹത്തിന് ചെയ്തിരുന്നു. അപ്പോൾ അത് കുറച്ച് ഒരു 100ഓളം കവിതകൾ ഞാൻ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുത്തു. ആ കവിതകളിൽ ഒരു വർഷം കൊണ്ട് ഇത് പൂർത്തിയാക്കി തരാമെന്ന് ഹിന്ദിയിലെ പ്രധാനപ്പെട്ട പ്രസാധകനായിട്ടുള്ള രാജ്കമൽ പ്രകാശൻ അത് ഏറ്റെടുത്തു, പ്രോമിസ് ചെയ്തു. അക്കിത്തം ജീവിച്ചിരിക്കെ തന്നെ ആ പുസ്തകത്തിൻ്റെ മാറ്റർ മുഴുവൻ പൂർത്തിയായിരുന്നു. ചിലതെല്ലാം ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കവി സംസ്കൃതത്തിൽ വലിയ അഗാധമായ പാണ്ഡിത്യമുള്ളതാണ്, ഒരു വ്യക്തിയാണ്. അതേസമയം തന്നെ തനി ഫോക്ക് എലിമെൻ്റ് ആയിട്ടുള്ള കുറേ അറ്റക്കഴായ എന്ന ചില വാക്കുകളൊക്കെ ഉണ്ട്. ഇത് എന്താണിത് എന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫോക്ലോറിസ്റ്റിക് അംശവും അതുപോലെ തന്നെ ഒരു ക്ലാസിക്കൽ ടച്ചും ഒക്കെ ഉള്ള ഒരാൾ, പിന്നെ മലയാളത്തിൽ നല്ല വിൽപ്പത്തിയുള്ള ഒരാൾ, ഇങ്ങനെ 3 ഭാഷകളിലുള്ള അദ്ദേഹത്തിൻ്റെ അറിവ്, ഈ അറിവിൻ്റെ ഉപോൽപ്പന്നമായാണ് അദ്ദേഹത്തിൻ്റെ കവിതകളെ ഭാഷാപരമായിട്ട് നമുക്ക് കാണേണ്ടത്. ദാർശനികമായിട്ടുള്ള ദീപ്തി അതിലുണ്ട്. അതേസമയം സാംസ്കാരികമായിട്ടുള്ള ഒരു ഭാരതീയ സംസ്കാരവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഹൃദയബന്ധം, ശൈലീപരമായിട്ടുള്ള ചാരുത. അക്കിത്തം ഒരിക്കലും തന്നെ അഭിതയിൽ ഒരു കവിത എഴുതിയതായിട്ട് എവിടെയും എനിക്ക് തോന്നിയിട്ടില്ല. ലക്ഷണയിലോ വ്യഞ്ജനയിലോ ആണ് അദ്ദേഹം കവിതകൾ മുഴുവൻ എഴുതിയത്. എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം, ഇവിടെ അടുത്തുള്ളൊരു ബസ് സ്റ്റോപ്പാണെന്നാണ് എനിക്കത് തോന്നുന്നത്. അക്കിത്തത്തിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ആ ബസ് സ്റ്റോപ്പിൻ്റെ പേര് നീലിത്തോട്, അതാണ് നീലിയാട്ടിലെ തണ്ണീർ പന്തൽ എന്ന് പറയുന്ന ഒരു കവിത അതിലുണ്ട്. സ്വന്തം വീട്ടിൻ്റെ മുറ്റത്ത് നടന്നൊരു സംഭവമാണ്. അങ്ങനത്തെ ആളാണ് ഈജിപ്തിലെയും ഫ്രാൻസിലെയും. എൻ്റെ കവിതയിൽ അദ്ദേഹത്തിൻ്റെ കേരളീയ പശ്ചാത്തലത്തിലുള്ള കവിതകളും ഭാരതീയ പശ്ചാത്തലത്തിലുള്ള കവിതകളും വിശ്വ പശ്ചാത്തലത്തിലുള്ള ചില കവിതകളുമൊക്കെ ഉൾപ്പെടുത്തുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാനദണ്ഡം തയ്യാറാക്കിയത് ഞാൻ തന്നെയായിരുന്നു. ആ കവിത കഴിഞ്ഞ ശ്രാദ്ധ നാളിൽ കേരളത്തിലെ ഗവർണർ ആണ് അത് റിലീസ് ചെയ്തിരുന്നത്. ഇവിടെ തന്നെയായിരുന്നു അല്ലേ ചടങ്ങ്? ഇവിടെ തന്നെയായിരുന്നു ആ ചടങ്ങ്, ഇവിടെ തന്നെയായിരുന്നു. അതിൻ്റെ 2ാമത്തെ വർഷം ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു പരിഭാഷകൻ്റെ രീതിയിൽ ഞാനിവിടെ നിൽക്കുകയാണ്. ഇതൊക്കെ മർത്യായുസിലെ സാരമായ മുഹൂർത്തങ്ങൾ എന്നുള്ള രീതിയിലായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഈ പുസ്തകം വന്നതിന് ജ്ഞാനപീഠം അവാർഡ് കിട്ടിയ ശേഷം അദ്ദേഹത്തിൻ്റെ കവിതകൾ പലതും ഹിന്ദിയിലെ പല മാസികകളിൽ വരികയുണ്ടായി.
നാരായണനോട് ഇങ്ങനെ ആളുകൾ ഫോൺ ചെയ്ത് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കവിത കിട്ടുമോ, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കിട്ടുമോ, അത് മുഴുവൻ അദ്ദേഹം എനിക്കിങ്ങോട്ട് പാസ് ചെയ്യും. എൻ്റെ അടുത്താണെങ്കിൽ കവിത ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹിന്ദിയിലെ എല്ലാ മാസികകളിലും അദ്ദേഹത്തിൻ്റെ കവിതകൾ അന്ന് ആ അവാർഡ് പ്രഖ്യാപിച്ചതിൻ്റെ ഒരു മാസം കൊണ്ട് ഒരു 25 മാസികകളെങ്കിലും അദ്ദേഹത്തിൻ്റെ കവിതകൾ ഞാൻ വിവർത്തനം ചെയ്തത് അത് ചേർക്കുകയുണ്ടായി. 2-3 ഇൻ്റർവ്യൂസ് വെച്ച് കൊടുക്കാൻ പറഞ്ഞു, അതും ഞാൻ കൊടുക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം ഒരു ഭാരതീയ സാഹിത്യത്തിൻ്റെ ഭൂപടത്തിൽ മലയാളത്തെ അടയാളപ്പെടുത്തിയ ഒരു കവി എന്ന നിലയിൽ അക്കിത്തത്തിന് കിട്ടിയ സ്ഥാനം അത് വളരെ വലുതായിരുന്നു. അതിനെവിടെയോ ഈ നിമിത്തമാത്രം എന്ന് പറയാവുന്ന രീതിയിൽ ചിലതൊക്കെ അടയാളപ്പെടുത്താൻ സാധിച്ചു എന്നുള്ള ഒരു ധന്യത എനിക്കുണ്ട്. ഈ പുസ്തകം വന്നു കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ മാസികയിൽ ഇത് വന്ന ശേഷം എന്നെ പലരും വിളിക്കുകയുണ്ടായി. അതാണ് വാസ്തവത്തിൽ ഇതിലെ കൃതാർത്ഥതയുടെ നിമിഷം. അദ്ദേഹത്തിൻ്റെ ചില കവിതകളൊക്കെ വായിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഒന്ന് ശ്രീ कमलेश कुमार वर्मा आपके ध्यान के लिए, जब उनको पुरस्कार मिलने के तुरंत बाद इतने सारे पत्र और पत्रिकाओं की ओर से मुझे इतना सारा निमंत्रण मिला इनके परिवार के सहारे कि आप ज्ञानपीठ पुरस्कृत कवि अक्कितम की कुछ रचनाएं हमें फटाफट भेज दीजिए. फटाफट എന്ന് പറഞ്ഞാൽ ഈ നിമിഷമല്ല, തൊട്ടടുത്ത നിമിഷം. അത് നമ്മൾ മസാല ദോശയൊക്കെ ചുടുന്ന ലെവലിലാണ് അവരുടെ ഈ അഭ്യർത്ഥന വരെ. എന്തോ നമ്മുടെ കയ്യിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് അപ്പോൾ തന്നെ അതിൽ വാട്സപ്പിലും അവരൊക്കെ അയച്ചു കൊടുക്കുക ചുമതലകളൊക്കെ നാരായണനാണ് ഏറ്റിരുന്നത്. അതുപോലെ നാരായണനുമായിട്ടുള്ള സമ്പർക്കവും കൂടുതൽ ഉണ്ടായിരുന്നു. അത് വന്നു കഴിഞ്ഞപ്പോഴേക്ക് പല യൂണിവേഴ്സിറ്റികളിൽ നിന്നും പല സാഹിത്യകാരന്മാരിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള ചില പ്രതികരണങ്ങൾ എന്നെ വളരെയധികം അതിശയിപ്പിച്ചു. तुलनात्मक साहित्य के लिए, तुलनात्मक मूल्यांकन के लिए इतनी सारी सुविधाएं मिली, इतनी सहूलियत मिली. बहुत सारे लोगों ने ये बताया कि आप बड़ी सेवा कर रहे हैं, तो हमें इस कवि के बारे में पहले क्यों जानकारी मिली. 94-ാമത്തെ വയസ്സിലാണ് അക്കിത്തം എന്ന മലയാള കവിയെക്കുറിച്ച് അവരറിയുന്നത്. ഇത് എത്ര ഒരു ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതിൻ്റെ അദ്ദേഹത്തിൻ്റെ യുവത്വത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിത തന്നെയും ഒരു പ്രൊട്ടസ്റ്റിൻ്റെ കവിതയാണ് എനിക്ക് തോന്നിയത്. അമ്പല ചുമരുകളിൽ ആവാസങ്ങളൊക്കെ എഴുതിയിട്ടിരുന്ന ആളുകളെ പറ്റിയിട്ടുള്ള ഒരു 4 വരി അത് അത് പ്രൊട്ടസ്റ്റ് പോയിട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൽ പിൽക്കാലത്ത് അദ്ദേഹം വളരെയധികം ഇരുത്തം വന്ന കവിത വളരെയധികം ഇതിലേക്ക് വന്ന കുറേ കവിതകൾ എഴുതുകയുണ്ടായി. ആ കവിത വായിച്ചു കഴിഞ്ഞപ്പോൾ അഗ്ഗേക്ക് ഏക് കവിത सांब तुम सभ्य तो हुए नहीं, शहर में बसना भी नहीं आया, फिर कैसे सीखा डसना, विष कहाँ से पाया. നഗരത്തിലേക്ക് ഷഹർ മേ ബസ്ന ബി നഹി ആയ ഒരു പാമ്പിനോടുള്ള ഒരു ചോദ്യമായിട്ടാണ് അജ്ഞേൻ്റെ SS വാത്സേയൻ്റെ ഒരു കവിത. അക്കിത്തത്തിൻ്റെ ആൻഡ്രോക്ലിസ് എന്ന് പറയുന്ന കവിത, अक्कितम की कविता एंड्रोक्लिस सिर्फ इसी बावदारा की कविता है. हिमाचल प्रदेश के एक प्रोफेसर ने मुझसे संपर्क करके कहा कि ये हम अपने ये कविता हमें लगता है कि ये अग्गे के सांब अक्कितम അതിൽ എഴുതിയിരിക്കുന്നത് ഒരു സിംഹത്തിൻ്റെ सांब के स्थान पर उन्होंने सिंह को, जानवरों में भी कभी कभी कृपा होती है लेकिन इंसान में क्रूरता ही रहती है. इसी प्रकार की भावना के साथ तो അദ്ദേഹത്തിൻ്റെ ആ കവിത അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് എഴുതിയത്. 20-ാം നൂറ്റാണ്ടിലെ ഇതിഹാസത്തിൽ നിന്ന് കുറച്ച് ഭാഗം ഞാൻ ഇതിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ അതിൽ അവസാനത്തെ ഭാഗത്ത് ഭൂമി അതിൽ അവസാനത്തെ അധ്യായമാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? അപ്പോൾ അതിൽ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ഇത് ചെയ്യുന്ന സമയത്ത് പാർലമെൻറ്റിൽ നമ്മുടെ അമേരിക്കയുമായിട്ടുള്ള ആണവ കരാറിൻ്റെ കാലത്ത് ഇതിലുള്ള ചർച്ച നടക്കുന്ന സമയത്താണ്, കൃത്യ സമയത്ത് അക്കിത്തം അതിൽ ഇതിനു വേണ്ടി നമ്മൾ ദുർവ്യയം ചെയ്യുന്ന പണം എന്തിന് 1952 20-ാം നൂറ്റാണ്ട് ഇതിഹാസം എഴുതി. ആ നൂറ്റാണ്ടിന് ഇനി അത്രയും കൂടെ സമയമുണ്ടെന്ന് അർത്ഥം. അദ്ദേഹം പേരിടുമ്പോൾ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന് പേരിടുമ്പോൾ ആ നൂറ്റാണ്ടിന് അത്രയും കൂടെ സമയമുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം ഈ കാര്യം എഴുതി വെച്ചാൽ ബോംബിൽ ചെയ്യുന്ന ഈ ദുർവ്യയത്തെക്കുറിച്ച് അന്തഗ്രാമ കവലയിൽ സ്നേഹദീപം തെളിക്കുക എന്ന് അക്കാലത്ത്
കവി ഒരു മുഴം നീട്ടിയെറിയുന്നവനാണ് എന്നൊരു ബോധ്യം വാസ്തവത്തിൽ അന്ന് അതിലെ ആ ഭൂമി എന്ന കവിതയെക്കുറിച്ച് ധാരാളം എന്ന കാവ്യഭാഗത്തെക്കുറിച്ച് വളരെയധികം ചർച്ചകളുണ്ടായി. മഹാദേവി അക്കിത്തം മൂർത്തിദേവി അവാർഡ് കിട്ടിയ ഒരു സമയത്ത് ഈ കുടുംബത്തിൻ്റെ ഒരു ആഗ്രഹവും അക്കിത്തത്തിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെയും ഭാഗമായിട്ട് ഞാനിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡായിട്ടിരിക്കുകയാണ്. അവിടെ 100 കൂട്ടം കൃത്യാന്തര ബാഹുല്യങ്ങൾ. അച്യുതനുണ്ണി സാർ എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ആർസ് ഞാനൊരു പ്രത്യേക അഭ്യർത്ഥന നടത്തുകയാണ്. കവിക്ക് ഭോപ്പാലിലെ ഈ മധ്യപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ആ കവി അവിടെ പോകുമ്പോൾ ഒന്ന് കൂടെ പോയാൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്, കുടുംബത്തിനുണ്ട്. പിന്നെ കവി എന്നെ വിളിച്ചു, ഞാനവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ്, അതുകൊണ്ട് വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തിട്ട് മീനിനെ പോലെ ഇരിക്കേണ്ടി വരും. അവരെന്നോട് കവിത വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു പ്രസംഗം നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രസംഗത്തിൻ്റെ ഭാഗം ഞാൻ എഴുതി കൊടുത്തു. കവിത ഇദ്ദേഹം വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് അറിയുന്നത് ഓരോ ഇവർ വന്നിട്ട് കാൽക്കൽ ആ സദസ്സിലൊരു 2000 ആളുകളെങ്കിലും ഉള്ള ഒരു സദസ്സ്. ഓരോരുത്തർ വന്നിട്ട് നമ്മൾ മാവേലി സ്റ്റോറിൽ ലൈനിൽ നിൽക്കുന്ന പോലെ അക്കിത്തത്തിൻ്റെ കാൽക്കൽ വീണ് സാഷ്ടാംഗം നമസ്കരിക്കുവാൻ ഉള്ള ഒരു വെമ്പലാണ് ഞാൻ അത് മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നടന്ന ചടങ്ങിൽ എനിക്കത് കാണാൻ സാധിച്ചത്. അവിടെ ചില കവിതകളൊക്കെ വായിച്ചപ്പോൾ ഇതിലെ കണ്ണുനീരിൽ ഞാൻ സൗരമണ്ഡലം കാണുന്നു എന്ന് പറയുന്ന ആ പ്രതിപാദ്യം വന്നപ്പോഴേക്ക് തന്നെ ജയശങ്കർ പ്രസാദിൻ്റെ ആൻസു എന്ന് പറഞ്ഞാൽ കണ്ണീര് തന്നെയാണ് അർത്ഥം. ആ കവിതയുടെ ഒരു ഭാഗം വായിച്ചപ്പോൾ ഞങ്ങളുടെ കവിയുടെ ഇന്ന കവിയുടെ പോലെ ഉണ്ട്, ജോ ഘനീഭൂത പീഡ സ്മൃതിശായി ദുർദിന്മേ ആസു ഹോ കറാജവോ ബരസ്നയായി എന്ന് ജയശങ്കർ പ്രസാദ് അദ്ദേഹത്തിൻ്റെ ആ കവിതയുടെ തുടക്കത്തിൽ തന്നെയാണ് അത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിനോട് തുല്യമാണ് എന്ന് പറയുകയുണ്ടായി. വേറൊരു കവിത പാറ്റകളോട് എന്ന് പറയുന്നൊരു കവിതയുണ്ട്. പാറ്റകൾ ഒരു വിവേകമില്ലാതെ ഇതിലേക്ക് ഈ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിൻ്റെ തിരിയിലേക്ക് ചാടുന്നതിന് പറയുന്നത് മൈഥിലീശ്വരൻ ഗുപ്തയുടെ പതങ്ക്, ദീപക് ഔർ പതങ്ക് എന്ന് പറയുന്ന വിളക്കും പാറ്റയും എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. അതിലെ അതേ ഭാവം തന്നെയാണ് ഇത്തിരി കൂടെ കവി. അതുകൊണ്ട് ഇങ്ങനെ ബുദ്ധിയില്ലാതെ ആളുകളെ സൃഷ്ടിച്ചു വെച്ച് കഴിഞ്ഞാലുണ്ട് എന്നുള്ള ഒരു ചോദ്യം അതിൽ ആ കവിത അവർക്ക് അവരുടെ മനസ്സിലേക്ക് അതിനെ സമാനാന്തരമായിട്ട് എത്തിക്കുവാൻ വേണ്ടി സാധിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കവിതയിൽ സുമിത്രാനന്ദൻ പന്തിൻ്റെ കവിതയിലുള്ള ഒരു പ്രകൃതിയുടെ സുകുമാരമായിട്ടുള്ള അനേകം ബിംബങ്ങൾ, പ്രകൃതി സത്യങ്ങളിലൂടെ ജീവിത സത്യങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് ഈ നമുക്ക് അങ്ങനെ ഒരു കവി ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ ഒരു തെളിവ് നിരത്താൻ അതിൽ സാധിക്കുകയുണ്ടായി. അവിടെ നടന്ന കവി സമ്മേളനത്തിൽ സാധിക്കുകയുണ്ടായി. മിത്തുകളുടെ വിത്ത് അത് ഇത്രമേൽ ഉപയോഗിച്ചുള്ള അതൊക്കെ തർജ്ജമ ചെയ്യുന്നതൊക്കെ വലിയ കഷ്ടപ്പാടാണ്. ഇത്രയൊക്കെ പുരാണ പിന്നെ ഉള്ള പാണ്ഡിത്യമൊന്നും ഇല്ല എങ്കിൽ അതൊക്കെ പിന്നെ മിത്തിക്കൽ റെഫറൻസൊക്കെ കവിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് അത് ചെയ്യാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ ഗാന്ധി കാവ്യമുണ്ട്, അത് ധർമ്മസൂര്യൻ. ആ ധർമ്മസൂര്യൻ എന്ന് അദ്ദേഹം പേരിടാനുള്ളൊരു കാരണവും കൂടെയുണ്ട്. ആ കാരണം മറ്റൊന്നുമല്ല, കർമ്മചന്ദ്രൻ എന്നാണ് ഗാന്ധിജിയുടെ, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. കർമ്മചന്ദ്രൻ എങ്ങനെയാണ് ധർമ്മസൂര്യനായി മാറിയത് എന്നുള്ളതിൻ്റെ ഒരു മെറ്റമോർഫോസിസ്, അതാണ് അദ്ദേഹം ആ കവിതയിലൂടെ ചിത്രീകരിക്കുവാൻ വേണ്ടി ശ്രമിച്ചത്. ആ കവിതയിൽ പിന്നെ അതിലൂടെ നിന്നാണ് ജോഹന്നാസ്ബർഗ്, പ്രിട്ടോറിയ, നാറ്റാൾ തുടങ്ങിയിട്ടുള്ള ഒരു അഭാരതീയ പശ്ചാത്തലത്തിലുള്ള കുറേ രംഗങ്ങൾ അതിലുണ്ട്. ആ കവിത വാസ്തവത്തിൽ ഭവാനി പ്രസാദ് മിശ്രയുടെ ഗാന്ധി പഞ്ചശതി എന്ന് പറയുന്ന കവിക്ക് ആ കാവ്യത്തിന് സമസ്കന്ധമായിട്ട് നിൽക്കുകയാണ്. അക്കിത്തത്തിൻ്റെ ഒരു അതായത് വലിയ ഈ മാസ്മരമായിട്ടുള്ള ഈ തിളക്കത്തോടൊന്നും വലിയ ഒരു വെമ്പൽ ഇല്ലാതെ നിൽക്കുന്ന അനാസക്തനായിട്ടുള്ള ഒരു കവിയാണ്. അപ്പോൾ മഹാദേവി വർമ്മയുടെ ഒരു കവിതയുടെ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, വിടരുന്നു പൂക്കൾ വാടുവാനായി, ഉദിക്കുന്നു തിങ്കൾ അസ്തമിക്കുവാനായി, ചിരിക്കുന്നു മനുഷ്യൻ കരയുവാനായി എന്ന് അക്കാലത്ത് എവിടെയും തർജ്ജമ ചെയ്ത് വെച്ചിട്ടുള്ള അക്കിത്തത്തിൻ്റെ പല കവിതകളുടെയും ഈ ഭാഗത്ത് ദുഃഖത്തിൻ്റെ ആഴങ്ങളിലേക്ക് ചെല്ലുന്ന ഒരു കവിയെയാണ് നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നിരാലയുടെ പറ്റി നേരത്തെ ഒരു റെഫറൻസ് പറയുകയുണ്ടായി. നിരാലയുടെ കവിതയിലെ അനേകം രംഗങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നൈനിതാളിൽ നിന്ന് അക്കിത്തത്തിൻ്റെ കുടുംബം അത് കേട്ട് കാണുന്നു തോന്നുന്നു. വാലി ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ളൊരു സംഘടനയുണ്ട്. അവർക്ക് എൻ്റെ ഈ പുസ്തകം എവിടെ നിന്നോ കിട്ടിയിട്ട് അവരുടെ
അവരെന്നെ അങ്ങോട്ട് വിളിച്ചു നൈനിത്താളിൽ, ഞാൻ വരാനൊക്കെ പ്രയാസമെന്നൊക്കെ പറഞ്ഞു. അവരൊരു 10 ചോദ്യങ്ങൾ അക്കിത്തം കവിതയെ പറ്റി, ഈ പുസ്തകത്തിലുള്ളതിനെ പറ്റി നടത്തി. അതിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കവിത, ആ കുടുംബം ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, അച്ഛൻ കൃതജ്ഞത പറയുന്നു എന്ന് പറയുന്ന ഒരു കവിതയുണ്ട് ഇതിൽ. അദ്ദേഹത്തിൻ്റെ കടിഞ്ഞൂൽ സന്തതി വിട്ടുപോയിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവിടെ ആദ്യം ആ മറവ് ചെയ്ത സമയത്ത് കവി അവിടെ ചെല്ലുകയും അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള കവിത, അത് എന്നോട് ആ ചോദ്യം ചോദിച്ച സ്ത്രീ ഒരു 3 തവണ അത് ഏറ്റു ചൊല്ലി. എന്നിട്ട് എന്നോട് ചോദിച്ചു, താങ്കൾ ഇതിൽ ഏതെങ്കിലും ഒരു ചെറിയ കവിത വായിക്കുമെന്ന്. ഞാനിവിടെ വായിച്ചത് യുദ്ധപ്പുഴ എന്ന് പറയുന്ന കവിത. ഒരു 12 വരിയേ ഉള്ളൂ. അതിൽ യുദ്ധത്തിൻ്റെ വിപത്തുകൾ, വിഭീഷികകൾ എന്താണ് ഉള്ളത് എന്നുള്ളൊരു കവിതയായിരുന്നു. ഞാൻ അവർക്ക് അത് ചൊല്ലിക്കൊടുത്തു. അവരതിൻ്റെ വലിയ നന്ദിയൊക്കെ പറഞ്ഞു. ഉത്തരാഖണ്ഡിൽ നിന്നുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. ഇതൊക്കെ വിവർത്തനം, അക്കിത്തത്തിൻ്റെ ഒരു ഫിലോസഫി ഉണ്ടല്ലോ, എന്താണ് ഈ കർമ്മണ്യവാധികാരസ്ഥ എന്ന് പറയുന്ന ഒരു ഫിലോസഫി ഉണ്ട്. അതാണ് അക്കിത്തം ജീവിതത്തിൽ പകർത്തിയത്. അതുപോലെ ഈ കവിത വിവർത്തനം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് എനിക്കുണ്ടായിരുന്നുള്ള ചില അനുഭവങ്ങൾ ഇതൊക്കെയായിരുന്നു. വാക്ക് കിട്ടാനൊക്കെ കുറേ കഷ്ടപ്പെട്ടു. അതിനേക്കാൾ ഏറെ അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക ബോധത്തിൻ്റെ ആഴവും പരപ്പും ഒക്കെ മനസ്സിലാക്കുവാൻ സാധിച്ചു. ഇൻസൈറ്റ് ഉള്ള കവിയാണ്. നമുക്കിന്ന് ട്യൂഷനേ ഉള്ളൂ, കവിക്ക് വേണ്ടത് ഇൻറ്റ്യൂഷനാണ്. നമ്മുടെ കുട്ടികളൊക്കെ എവിടെ പോകുന്നു വെച്ചാൽ ട്യൂഷൻ പറഞ്ഞു പറയും അല്ലേ. എവിടെ നിന്നാണ് ഇൻറ്റ്യൂഷൻ കിട്ടുക എന്നുള്ളതാണ്. നമ്മുടെ ഈ കവി ഇൻറ്റ്യൂഷൻ്റെ കവിയായിരുന്നു. ആ കവി ഇവിടെ ഒരു വിവർത്തനം എന്ന് പറയുന്നത് ഒരു സഹഗാമിയാണോ അനുഗാമിയാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. നമ്മുടെ പല പ്രവർത്തകരും അനുഗാമിയാകാനാണ് നോക്കുന്നത്. ശരിക്കും വിവർത്തനം ചെയ്ത് അത് വലിപ്പിക്കാൻ സാധിക്കണമെങ്കിൽ കവിയുടെ സഹഗാമിയാകണം. ആ സഹഗാമിയാകുവാനുള്ള എൻ്റെ പ്രയത്നം കുറച്ചൊക്കെ വിജയിച്ചു എന്നുള്ളതാണ്. എനിക്കതിന് ശേഷമുള്ള ഇവിടെ ഈ പുസ്തകം റിലീസ് ചെയ്യുന്ന അവസരത്തിൽ അതിൻ്റെ പ്രസാധകൻ കൂടെ ഡൽഹിയിൽ നിന്ന് ഇവിടെ എത്തി. ഗവർണർ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ആരുടെ? ഈ പ്രസാധകനെ. ഒരു ആദരിക്കൽ എനിക്കുമായിരുന്നു. നിങ്ങൾക്ക് രണ്ടാൾക്കും കൂടെ ഒരുമിച്ച് വേറൊരു ഷോള് ചുറ്റാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വേദിയിൽ വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരെയും ഒരു ഷോള് ചുറ്റിച്ച ആ രംഗം ഞാൻ ഓർക്കുകയാണ്. കേരളത്തിലെ ഗവർണർ അത് മനസ്സിരുത്തി വായിച്ചു. ഒരു 4 പേജുള്ള ഒരു റിമാർക്ക് എനിക്ക് അയച്ചു. മലയാളത്തിൽ കേരളത്തിൽ ഇങ്ങനെയുള്ള കവികളുണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ കേരള ഗവർണറായിരിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു നിമിഷമാണ് എന്ന് എന്നെ അറിയിച്ചത് കേരള ഗവർണറായിരുന്നു, ഹിന്ദി മാതൃഭാഷക്കാരായ. ഞാൻ നിർത്തുന്നു. ഇങ്ങനെ നമുക്ക് അക്കിത്തം ദാർശനിക ദീപ്തിയുടെ കവിയാണ്. അദ്ദേഹം സാംസ്കാരികമായ ഉൾക്കാഴ്ചയുടെ കവിയാണ്. ശൈലിയുടെ കാര്യത്തിൽ അദ്ദേഹം വളരെ വളരെ കൃത്യത പുലർത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്ത് പറയുന്നു എന്നതിനേക്കാൾ ഏറെ എങ്ങനെ പറയുന്നു എന്ന് പറയുവാനാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്. അച്യുതനുണ്ണി സാറിൻ്റെയും മറ്റ് ശ്രീ നന്ദൻ തുടങ്ങിയിട്ടുള്ള മറ്റനേകം ആളുകളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന വള്ളത്തോൾ വിദ്യാപീഠത്തിൽ നടക്കുന്ന ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ സാധിച്ചത് ഒരു വരദാനമായിട്ട് ഞാൻ കാണുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. സോ പ്രഭാവർമ്മയുടെ പേപ്പർ പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടീച്ചർ മിസ് സന്ധ്യ ടീച്ചറെ വിനയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പേപ്പർ ഓൺ ആധുനികത മലയാള കവിതയിൽ. Good afternoon, everybody. Modernism in poetry, with a special reference to AKKITHAM Prabha Verma. It is with immense happiness that I attend this seminar on modernism, which is being held here in connection with the second death anniversary of AKKITHAM, the poet laureate par excellence. At the outset, I would pay my respectful tribute to the memory of AKKITHAM, who, I believe,
is the one who ushered in an era of modernism in Malayalam, though he has never claimed anything of that sort. The very concept of Idinju Polinya Logam, his celebrated poem, marked a total break from the traditional convention of poetic outlook, and a remarkable shift from both the form and content of the poetic pattern associated with Romanticism which reigned that era. At a time when poets were celebrating with the soft, romantic words and enchanting images, AKKITHAM chose to write poems with words that reflect the roughness of life and images that burns one's mind. It marked a paradigm shift and heralded the dawn of modernism in Malayalam. Before coming to AKKITHAM's poems, let me just have a glimpse at what actually was meant by modernism the world over. That will definitely help to assess how distinctly and differently modernism appeared in Malayalam. While I stand here at this moment, in the month of October 2022, I cannot but remind you that it was exactly 100 years ago, in October 1922, that The Wasteland, the book of T.S. Eliot that launched modernism that world over was published. There is an element of propriety in the fact that when we discuss modernity here, the world at large is celebrating the centenary of the wasteland that marked the advent of modernism. Modernism was an intercontinental artistic and cultural movement. It was primarily a reaction of the changing world against the traditional art forms and Victorian thought, with its halo, optimism and complacency. In the beginning of the 20th century, a new thinking on society, ethnicity, culture and literature appeared in Europe and America. They were influenced by the French symbolistic poetry, Freudian psychoanalysis, and Marxian thought on social change. But in English modernism, the most important emotional component was a feeling of disillusionment. The noted American poet Ezra Pound asked all poets to make it new. He wanted the new poets to repudiate all the poetic notions and forms and to start afresh. Of course, he was a great patron of T.S. Eliot, who had an acquaintance with many languages, cultures, and countries. He wrote his PhD thesis on Bradley, and before taking the degree, he went to Paris, and he also spent some time in London too. I am pointing out this only to show that this opening up helping him to enhance the vision, covering the length and breadth up to horizons. Contrary to this, in Malayalam, modernism was launched by a set of poets who never had any occasions to get acquainted with the happenings of the world or with the trends that appeared in the world literature directly. That is why the attempts to transplant modernism with its minutest form and content failed to a great extent. So far as Malayalam is concerned, modernism manifested in many forms and with a variety of contents. While a set of poets sought to transplant modernism from the West to our land in a blind manner, imitating the styles modernists in the West adopted, certain poets like AKKITHAM sought to imbibe the spirit of age and start writing in a new style that suits out tradition, culture, and history. In other words, what AKKITHAM did was rejuvenating and revitalizing our poetic spirit by demystifying and decontextualizing modernity and placing it against the backdrop of Indianness. In that sense,
AKKITHAM brought about our own modernism that never negates historicity and Indian aesthetics. AKKITHAM used the current language and heightened it to sublimity. He took away the aura of the language and disornamentalized it in order to create a new poetical language that really communicates. Yet he was very particular that it should have dhwani, which according to him was inseparable in poetic diction. In this paper, I would try to identify the points associated with modernity with Western trends that were acceptable to him and the points that he chose to dissociate from. Thank you all. श्री कमलेश कांति वर्मा से अनुरोध है कि वे मंच पर आ जावे। वल्लतोल विद्यापीठम के महासचिव श्री अच्युत नुन्नी की ओर से उनके करकमलों से त्रिशंक स्वर्ग की एक प्रति JNU के प्रोफेसर के रूप में आप स्वीकार करें। റൂബിക്സ് ക്യൂബുകളിലൂടെ Janvi. Okay. Sorry. Give them a big applause. Kayili chaya na adu kai. So inviting Arya Shankar. Arya Shankar. Chairman. Very. It's the biggest day in the history of our Vidyapidam. Today, we have hosted the biggest education seminar. More than 200 participants. This is a huge success in itself. On behalf of Vellathol Vidyapidam, first of all, I would like to propose hearty vote of thanks to our Tirupati Rao sir for gracing today's seminar. Thank you, sir, for your very interesting and thought-provoking address. For the love and affection of Vellathol Vidyapidam, handed over the moment to Rao sir by Chatanath sir. I would like to thank our distinguished speakers, Mr. Surendran sir, for making excellent presentation and making this seminar interesting and meaningful.
I would like to express our profound gratitude to our beloved Chatanath sir for his presence here. Sincerely thanks to our chairman, Advocate Mohandas, for full-time presence as a chairman of the committee. So thank you, sir, for full-time here as a chairman. And a hereby special thanks to Nandan, Shilavani Master for their great work. Thanks to Prakash and my supporters, Ms. Anu and Sandhya. I would like to thanks to AKKITHAM family and all the respected participants who have blessed us with their presence. Press, Uttara Studio, JNS Sound System, and all committees, I would like to sincerely thanks to all. So the second section is, seminar is completing here and the dance program is continuing. അതിനുശേഷം കേരള തനിമ വിളിച്ചോടുന്ന നൃത്തവുമായി വള്ളത്തോൾ വിദ്യാപീഠം വിദ്യാർത്ഥികൾ. കൊച്ചുമിടുക്കിയായ ശിവാനി അക്കിത്തം എഴുതിയ കവിത വിഷു തലേന്ന് അവതരിപ്പിക്കുന്നു. നന്നായി ഒന്ന് കൈയടിച്ചു കൊടുക്കുക എല്ലാവരും. നമസ്കാരം, എൻ്റെ പേര് ശിവാനി. കവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി രചിച്ച വിഷു തലേന്ന് എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത്. കൊന്നമരങ്ങളിൽ സ്വർണം വിളയുന്ന പുണ്യകാലങ്ങളിൽ ചൈത്രത്തിൽ മൂളുന്ന പൊന്നൊളിപ്പൂക്കുവേലോളത്തിൽ മുങ്ങിക്കുളിക്കുന്ന പൂമ്പാറ്റേ കണ്ടു വിഷുക്കണി എത്ര ഞാൻ ഓണവുമുണ്ടു പല കുറിയെന്നിട്ടും നിന്നിൽ തുടിക്കുമേ നിഷ്കള നിർവൃതി എന്നിൽ തിളച്ച
പൊട്ടിച്ചിറങ്ങി മണ്ണിൽ ചവിട്ടി നടക്കുമ്പോൾ പെട്ടെന്നു മൺമനസ്സെന്തിന്നിരുളുന്നു പൊട്ടിക്കരയുവാൻ വെമ്പുന്നു. ഞാനറുത്തിടിന പൂങ്കുല വർഷിക്കുമാനന്ദവായ്പിൻ തിളക്കത്തിൽ ഉച്ചസ്ഥനർക്കാനുദിക്കുന്നു തിന്മുമ്പു മച്ചിലൻ വീട്ടിലെ സങ്കൽപ്പം. നാളെ കണി കണ്ടു പൂത്തിരി കത്തിച്ചു നാക്കിയ സൗഖ്യം നുണയ്ക്കുമ്പോൾ ഉജ്ജ്വലാനന്ദമേ നീ പ്രപഞ്ചത്തിലുണ്ടായിരിക്കുക ഇല്ലത്രേ. നീയപ്പൊരുളിനറിവില തല്ലി നിൻ നിഷ്കള നിർവൃതിക്കാധാരം കൊന്ന മലരുമായി വീട്ടിന്റെ പൂമുഖത്തൊന്നു മൂതാതിനാത്തുന്നു. ആവില്ല നൈമിഷികത്വമേ നിൻ പാട്ടിലാകെ മുങ്ങാനെനിക്കെന്നെന്നും. ആവില്ല നൈമിഷികത്വമേ നിൻ പാട്ടിലാകെ മുങ്ങാനെനിക്കെന്നെന്നും. ആകെ മുങ്ങാനെനിക്കെന്നെന്നും. നന്ദി. വെളിച്ചം തിരഞ്ഞ് എന്ന കവിതയെ ആസ്പദമാക്കി നൃത്തശില്പം അവതരിപ്പിക്കുന്നതിനായി കൃഷ്ണപ്രിയ കക്കാടിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. കൃഷ്ണപ്രിയ കക്കാട്, പൊറൂക്കര. ഭരതനാട്യം, കൂടിയാട്ടം, കേരള നടനം എന്നിവയിൽ പ്രതിഭ തെളിയിച്ച് സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ബീഹാറിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സൈക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ. ഇപ്പോൾ വയനാട് WMOIG കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു. അക്കിത്തത്തിന്റെ വെളിച്ചം തിരഞ്ഞ് എന്ന കവിതയാണ് ഇപ്പോൾ നൃത്തരൂപത്തിൽ അവതരിപ്പിക്കുന്നത്. ജങ്കാരം എന്ന കവിത കൂടി അടുത്ത് അവതരിപ്പിക്കുന്നുണ്ട്. കൃഷ്ണപ്രിയ കക്കാടിനെ അക്കിത്തം ദേശീയ സാഹിത്യോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ങ്ങൾ നട്ട തിങ്കൾ മാത്ര തോറും മഴവിൽ പരിവേഷങ്ങൾ മായ്ച്ചും വരച്ചും വളർന്ന തിങ്കൾ മാത്ര തോറും മഴവിൽ പരിവേഷങ്ങൾ മായ്ച്ചും വരച്ചും വളർന്ന തിങ്കൾ മങ്ങി മങ്ങിച്ചെന്നടിഞ്ഞു വിദൂരത്തിലെങ്ങാണ്ടൊരു മലമ്പാൾ പിളർപ്പിൽ മങ്ങി മങ്ങിച്ചെന്നടിഞ്ഞു വിദൂരത്തിലെങ്ങാണ്ടൊരു മലമ്പാൾ പിളർപ്പിൽ വർദ്ധിത ശങ്കയെ തച്ചു കെടുത്തി ഞാൻ ഉദ്ധതനായി നടന്നു വീണ്ടും വർദ്ധിത ശങ്കയെ തച്ചു കെടുത്തി ഞാൻ ഉദ്ധതനായി നടന്നു വീണ്ടും നാളെ എന്നുള്ളതു മാറ്റൊരു നാളേക്കു നീളാമെന്നാകിലും ഞാനൊരിക്കൽ നാളെ എന്നുള്ളതു മാറ്റൊരു നാളേക്കു നീളാമെന്നാകിലും ഞാനൊരിക്കൽ കാണും വെളിച്ചത്തെ താരകളല്ലയോ പൂണുന്നു നീരെന്ന മന്ദഹാസം കാണും വെളിച്ചത്തെ താരകളല്ലയോ പൂണുന്നു നീരെന്ന മന്ദഹാസം ഒറ്റക്ഷണത്താൽ ഒരു കൊടുങ്കാറ്റൂതി മുറ്റിപ്പടർന്നു കാർക്കൊണ്ടൽ വിണ്ണീൽ ഒറ്റക്ഷണത്താൽ ഒരു കൊടുങ്കാറ്റൂതി മുറ്റിപ്പടർന്നു കാർക്കൊണ്ടൽ വിണ്ണീൽ മിന്നുമുടുക്കളുമില്ലാതായി ഭൂമിയിൽ മിന്നാമിനുങ്ങൾ മാത്രമായി മിന്നുമുടുക്കളുമില്ലാതായി ഭൂമിയിൽ മിന്നാമിനുങ്ങൾ മാത്രമായി കെട്ടുപോകുന്നു മിനുങ്ങുന്നു പിന്നെയും കെട്ടുപോവാനീ കുലങ്ങൾ കെട്ടുപോകുന്നു മിനുങ്ങുന്നു പിന്നെയും കെട്ടുപോവാനീ കുലങ്ങൾ ഞാനയോ തേങ്ങിക്കരഞ്ഞു പോകുന്നു ആ കാണില്ലെന്നുണ്ടോ വെളിച്ചം പക്ഷേ ഞാനയോ തേങ്ങിക്കരഞ്ഞു പോകുന്നു ആ കാണില്ലെന്നുണ്ടോ വെളിച്ചം പക്ഷേ എങ്കിലും മുമ്പോട്ടെ പാദം ചലിക്കുന്നു മുൻകാലത്തിന്റെ നിലവിലൂടെ എങ്കിലും മുമ്പോട്ടെ പാദം ചലിക്കുന്നു മുൻകാലത്തിന്റെ നിലവിലൂടെ അന്ത വെളിച്ചമേ നിന്നെ തിരയുവാൻ എന്തിനെനിക്കൊരു തോന്നൽ തോന്നി അന്ത വെളിച്ചമേ നിന്നെ തിരയുവാൻ എന്തിനെനിക്കൊരു തോന്നൽ തോന്നി ഉള്ള ചങ്കൂറ്റം തകരുവാനല്ലെങ്കിലുള്ള വെളിച്ചവും കെട്ടുപോവാൻ ഉള്ള ചങ്കൂറ്റം തകരുവാൻ അല്ലെങ്കിലുള്ള വെളിച്ചവും കെട്ടുപോവാൻ ആവോ തമസ്സാൽ തളരുമെന്നേത്രത്തിൽ ആവിർഭവിക്കുന്ന കണ്ണുനീരേ ആവോ തമസ്സാൽ തളരുമെന്നേത്രത്തിൽ ആവിർഭവിക്കുന്ന കണ്ണുനീരേ നീയാവാമി ജഡ ബ്രഹ്മാണ്ട കോടിയിൽ ജീവാതു കുത്തിയിടുന്ന സൂര്യൻ നീയാവാമി ജഡ ബ്രഹ്മാണ്ട കോടിയിൽ ജീവാതു കുത്തിയിടുന്ന സൂര്യൻ താങ്ക് യു കൃഷ്ണപ്രിയ. കേരള തനിമ വിളിച്ചോതുന്ന നൃത്തവുമായി വള്ളത്തോൾ വിദ്യാപീഠം വിദ്യാർത്ഥികൾ.
കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കണ്ണോടു കരിയുടും മണ്ണുതിരും മണമോ പെണ്ണിനു വിയർപ്പാലേ മധുമണമോ ഞാറ്റോല പച്ചവള പൊന്നും തെളിക്കൊലുസ് പെണ്ണിവൾ കളമാറ്റും കളമൊഴിയാ കൊച്ചികൾ പകൽ നീളെ കാണും ഒത്തിടുമനുരാഗ കരൾ പോലെ മണ്ണിനും ഇവൾ പോലെ മനം തുടിക്കും പാടാ കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലലകൾ പുൽകും കടുവലിയും നീളം കാറ്റിൽ ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട് നിറപൊലിയേകാമെന്നരിയ നേരിന പുതുവിള നേരുന്നോരിനിയ നാടിതാ പാടാ കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം താങ്ക് യു. ജംകാരം എന്ന കവിതയെ ആസ്പദമാക്കി നൃത്തശില്പം അവതരിപ്പിക്കുന്നതിനായി കൃഷ്ണപ്രിയ കക്കാടിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മണ്ണിന്റെ കരളിലെ കണ്ണുനീരിറ്റിൽ നിന്നാദ്യം കുരുത്ത പൂവേ പുറ്റുമണ്ണിന്റെ കരളിലെ കണ്ണുനീരിറ്റിൽ നിന്നാദ്യം കുരുത്ത പൂവേ മാനവവംശ സുഷുമ്നതന്നറ്റത്തോരാനന്ദമായി വിടർന്ന പൂവേ മാനവവംശ സുഷുമ്നതന്നറ്റത്തോരാനന്ദമായി വിടർന്ന പൂവേ ആയിരം കൂർത്ത ദളങ്ങളോടെ 10,000 വർഷം പുലർന്ന പൂവേ 1000 കൂർത്ത ദളങ്ങളോടെ 10,000 വർഷം പുലർന്ന പൂവേ ആത്മാവിനെന്നും ജരാനരത്തീണ്ടാത്തൊരാലോചനാമൃതം തന്ന പൂവേ ആത്മാവിനെന്നും ജരാനരത്തീണ്ടാത്തൊരാലോചനാമൃതം തന്ന പൂവേ തൂവെള്ളത്താമരപ്പൂവേ നിരന്തരം തൂവുക തൂവുക സൗരഭം നീ തൂവെള്ളത്താമരപ്പൂവേ നിരന്തരം തൂവുക തൂവുക സൗരഭം നീ
ഞാനതുൾക്കൊണ്ടു മയങ്ങവേ ചിത്തത്തിൽ ജ്ഞാന കൺപോള വിടർന്നിടുന്നു. ഞാനതുൾക്കൊണ്ടു മയങ്ങവേ ചിത്തത്തിൽ ജ്ഞാന കൺപോള വിടർന്നിടുന്നു. ദീനാനുകമ്പയാലാവിയായി തീർന്നു ഞാൻ, ഗാനം പോൽ കാറ്റിൽ പരന്നിടുന്നു. ദീനാനുകമ്പയാലാവിയായി തീർന്നു ഞാൻ, ഗാനം പോൽ കാറ്റിൽ പരന്നിടുന്നു. സോമത്തെ സാമത്തെ വെല്ലുന്നൊരു ലയരോമാഞ്ചമായി ഞാനുയർന്നിടുന്നു. സോമത്തെ സാമത്തെ വെല്ലുന്നൊരു ലയരോമാഞ്ചമായി ഞാനുയർന്നിടുന്നു. താങ്ക് യു കൃഷ്ണപ്രിയ. വള്ളത്തോൾ വിദ്യാപീഠത്തിന്റെ ഒരു സ്നേഹോപഹാരം കൃഷ്ണപ്രിയയ്ക്ക് നൽകുന്നതിന് വേണ്ടി ഡോക്ടർ കിരാതമൂർത്തിയെ ക്ഷണിച്ചുകൊള്ളുന്നു. റോഷ്നി സ്വപ്ന മലയാള സർവകലാശാല നിർമ്മിച്ച ഡോക്യുമെന്ററി 20ാം നൂറ്റാണ്ടിന്റെ 3 അക്ഷരം എന്ന ഡോക്യുമെന്ററി ഇപ്പോൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നതാണ്.
ഹലോ, എല്ലാ ഓഡിയൻസും ഒന്ന് ഇങ്ങോട്ട് സ്ക്രീനിന്റെ അടുത്തേക്ക് നീങ്ങിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. റോഷ്നി സ്വപ്ന, ഷീ ഈസ് എ ടീച്ചർ, മലയാളം യൂണിവേഴ്സിറ്റി. അവരുടെ നിരന്തര പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് അക്കിത്തം 20ാം നൂറ്റാണ്ടിലെ 3 അക്ഷരം എന്ന ഈ ഡോക്യുമെന്ററി ഇവിടെ അവതരിപ്പിക്കുന്നത്. സോ all the participants, please, അവിടെ ബാക്കിലിരിക്കുന്നവരെല്ലാവരും ശബ്ദമുണ്ടാക്കിയാൽ ഡോക്യുമെന്ററിയുടെ പ്രയാസങ്ങൾ നേരിടും. സോ ബി പ്ലീസ്. സ്റ്റുഡൻസ്, വളണ്ടിയേഴ്സ്, you can also join with us. അക്കിത്തം 20ാം നൂറ്റാണ്ടിന്റെ 3 അക്ഷരം. കാൽപ്പനികതയുടെയും റിയലിസത്തിൻ്റെയും ചേരുവകളിലൂടെ ഈ വികാരം നമ്മളിലേക്ക് സംക്രമിപ്പിക്കുവാൻ ശ്രമിച്ച കവികളിൽ പ്രമുഖനാണ് അക്കിത്തം. വൈരുദ്ധ്യാത്മകതകളുടെ സ്ഫോടനം, അതാണ് അദ്ദേഹത്തിൻ്റെ കാവ്യ പ്രക്രിയ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിലൂടെ പുതിയതായ ഒരു മാനവിക ദർശനം കൊണ്ടുവരുവാനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. എനിക്കും ഉണ്ടായിരുന്നു സുഖം മുറ്റിയ നാളുകൾ, ആ സുഖമെല്ലാം ആരാണ് കവർന്നെടുത്തത്? ആരാണ് എൻ്റെ സ്വർഗത്തെ നരകമാക്കി മാറ്റിയത്, പാതാളമാക്കി മാറ്റിയത് എന്നുള്ള അന്വേഷണമാണ് അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഉള്ളത്. അക്കിത്തത്തിൻ്റെ ഏതാനും കവിതാവരികളിലൂടെ ഞാൻ പോവുകയാണ്. ആരാണ് നമ്മുടെ ജീവിതത്തെ അനാഥശവമാക്കുന്നത്? അതേ ചോദ്യമാണ് ഈ നിരത്തിൽ കാക്ക കൊത്തുന്ന ചത്ത പെണ്ണിൻ്റെ കണ്ണുകളിലൂടെയും മുലചപ്പി വലിക്കുന്ന നരവർഗ നവാതിഥിയിലൂടെയും അക്കിത്തവും ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾക്കുള്ള ഐശ്വര്യമായ മറുപടിയാണ്, ആസ്തികമായ മറുപടിയാണ് അദ്ദേഹം തേടുന്നത്. പുസ്തകജ്ഞാനവും വെച്ച് നിരപരാധികളായ മനുഷ്യന്മാരെ, നിരപരാധന്മാരെ വാഴ പോലെ അറുപ്പിച്ച
പാതാള ഭൈരവന്മാര്, എന്നെപ്പോലുള്ള പാതാള ഭൈരവന്മാർക്ക് ഈ ഭൂമിയിൽ ഇടമില്ല എന്ന് സകല പാപികളുടെയും പ്രതിനിധിയായി നിന്നുകൊണ്ട് അക്കിത്തം 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തിൽ പറയുന്നു. ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി പൊഴിക്കവേ ആത്മാവിലായിരം സൗരമണ്ഡലം ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി. അറിഞ്ഞീലിത്ര നാളും ഞാനീ ദിവ്യപ്പുളകോൽഗമം ആ മഹാനഷ്ടമോർത്തോർത്ത് കുലുങ്ങിക്കരയുന്നു ഞാൻ. പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂർ ഗ്രാമം അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ ജനനസ്ഥലം. 1926 മാർച്ച് 18-ന് അക്കിത്തം വാസുദേവൻ നമ്പൂതിരിയുടെയും ചേകൂർ പാർവതി അന്തർജനത്തിന്റെയും മകനായി അക്കിത്തം ജനിച്ചു. അമേറ്റൂർ അക്കിത്തമ്മന എന്നറിയപ്പെടുന്ന വിശാലമായ തറവാട്ടിൽ പാരമ്പര്യത്തിന്റെ മാമൂലുകളിൽ നിന്ന് മുക്തനായി മലയാള കവിതയിൽ പുതിയ യുഗത്തിന് നാന്ദി കുറിച്ച കാവ്യദർശനത്തിന്റെ സൃഷ്ടാവ്. കുട്ടിക്കാലത്ത് 1 വയസ്സ് മുതൽ കാര്യമായ തൊഴില് വെളുത്താകുമ്പോൾ നേരത്തെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയി തൊഴുക എന്നുള്ളതായിരുന്നു. പിന്നെ 6 ദിവസമാകുമ്പോൾ അവരൊക്കെ നടന്നു പോകാൻ തുടങ്ങും. അതൊരു 13 വയസ്സ് വരെ അങ്ങനെ ഈ ഇടപാട് പോലൊക്കെ ഉള്ളതല്ല. എല്ലാ അമ്പലത്തിലും പോയി തൊഴിലായിരുന്നു. അത് വന്ന് കഴിഞ്ഞിട്ട് പ്രാവല എന്തെങ്കിലും കഴിക്കുന്നു. അന്ന് ഈ കാപ്പിയും പലഹാരമൊന്നുമില്ല, കഞ്ഞി കുടിക്കും. അങ്ങനെ പിന്നെ എന്തെങ്കിലും അക്ഷരം ഒരു ചെറിയ ക്ഷമാപണം, അതൊന്ന് കോപ്പി ചെയ്ത് ഒരു 2 മിനിറ്റ് അതൊന്ന് കോപ്പി ചെയ്തിട്ട് നമുക്ക് പ്ലേ ചെയ്യാം. കാരണം മൂവി ഫയലാണ്, വലിയ ഫയലാണ്, അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് അത് പ്രയാസങ്ങളുണ്ട്.
കാൽപ്പനികതയുടെയും റിയലിസത്തിൻ്റെയും ചേരുവകളിലൂടെ ഈ വികാരം നമ്മളിലേക്ക് സംക്രമിപ്പിക്കുവാൻ ശ്രമിച്ച കവികളിൽ പ്രമുഖനാണ് അക്കിത്തം. വൈരുദ്ധ്യാത്മകതകളുടെ സ്ഫോടനം, അതാണ് അദ്ദേഹത്തിൻ്റെ കാവ്യ പ്രക്രിയ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിലൂടെ പുതിയതായ ഒരു മാനവിക ദർശനം കൊണ്ടുവരുവാനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. എനിക്കും ഉണ്ടായിരുന്നു സുഖം മുറ്റിയ നാളുകൾ, ആ സുഖമെല്ലാം ആരാണ് കവർന്നെടുത്തത്? ആരാണ് എൻ്റെ സ്വർഗത്തെ നരകമാക്കി മാറ്റിയത്, പാതാളമാക്കി മാറ്റിയത് എന്നുള്ള അന്വേഷണമാണ് അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഉള്ളത്. അക്കിത്തത്തിൻ്റെ ഏതാനും കവിതാവരികളിലൂടെ ഞാൻ പോവുകയാണ്. ആരാണ് നമ്മുടെ ജീവിതത്തെ അനാഥശവമാക്കുന്നത്? അതേ ചോദ്യമാണ് ഈ നിരത്തിൽ കാക്കക്കൊത്തുന്ന ചത്ത പെണ്ണിൻ്റെ കണ്ണുകളിലൂടെയും മുലചപ്പി വലിക്കുന്ന നരവർഗ നവാതിഥിയിലൂടെയും അക്കിത്തവും ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾക്കുള്ള ഐശ്വര്യമായ മറുപടിയാണ്, ആസ്തികമായ മറുപടിയാണ് അദ്ദേഹം തേടുന്നത്. പുസ്തകജ്ഞാനവും വെച്ച് നിരപരാധികളായ മനുഷ്യന്മാരെ, നിരപരാധന്മാരെ വാഴ പോലെ അറുപ്പിച്ച പാതാള ഭൈരവന്മാര്, എന്നെപ്പോലുള്ള പാതാള ഭൈരവന്മാർക്ക് ഈ ഭൂമിയിൽ ഇടമില്ല എന്ന് സകല പാപികളുടെയും പ്രതിനിധിയായി നിന്നുകൊണ്ട് അക്കിത്തം 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസത്തിൽ പറയുന്നു. ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാത്മാവിലായിരം സൗരമണ്ഡലം. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി. അറിഞ്ഞീലിത്ര നാളും ഞാനീ ദിവ്യപ്പുളകോൽഗമം, ആ മഹാനഷ്ടമോർത്തോർത്ത് കുലുങ്ങിക്കരയുന്നു ഞാൻ. പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂർ ഗ്രാമം അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ ജനനസ്ഥലം. 1926 മാർച്ച് 18-ന് അക്കിത്തം വാസുദേവൻ നമ്പൂതിരിയുടെയും ചേകൂർ പാർവതി അന്തർജനത്തിന്റെയും മകനായി അക്കിത്തം ജനിച്ചു. അമേറ്റൂർ അക്കിത്തമ്മന എന്നറിയപ്പെടുന്ന വിശാലമായ തറവാട്ടിൽ പാരമ്പര്യത്തിന്റെ മാമൂലുകളിൽ നിന്ന് മുക്തനായി മലയാള കവിതയിൽ പുതിയ യുഗത്തിന് നാന്ദി കുറിച്ച കാവ്യദർശനത്തിന്റെ സൃഷ്ടാവ്. കുട്ടിക്കാലത്ത് ഒരു വയസ്സ് മുതൽ കാര്യമായ തൊഴില് വെളിച്ചാകുമ്പോൾ നേരത്തെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയി തൊഴുക എന്നുള്ളതായിരുന്നു. പിന്നെ 6 ദിവസമാകുമ്പോൾ അവരൊക്കെ പിന്നെ നടന്നു പോകാൻ തുടങ്ങും. അതൊരു 13 വയസ്സ് വരെ അങ്ങനെ ഈ ഇടപാട് പോലൊക്കെ ഉള്ളതല്ല. എല്ലാ അമ്പലങ്ങളിലും പോയി തൊഴിലായിരുന്നു. അത് വന്ന് കഴിഞ്ഞിട്ട് പ്രാവലം എന്തെങ്കിലും കഴിക്കുള്ളൂ. അന്ന് ഈ കാപ്പിയും പലഹാരമൊന്നുമില്ല, കഞ്ഞി കുടിക്കും. അങ്ങനെ പിന്നെ എന്തെങ്കിലും അക്ഷരം പഠിക്കാൻ നോക്കുമ്പോൾ ചില വീട്ടിൽ വന്ന് പഠിപ്പിക്കുന്ന അധ്യാപകന്മാരുണ്ടായിരുന്നു. അങ്ങനെ ഒരു 8 വയസ്സ് നമ്മൾക്കും 3rd ഫോം സ്റ്റാൻഡേർഡായി ഇതുകൊണ്ട് ചേർത്തു. 3rd ഫോം ചേർന്നു. മുക്കുവരയിലൊരു ഹൈസ്കൂള്. പിന്നെ 4 കൊല്ലം ഹൈസ്കൂളിൽ
പഠിച്ചു വന്ന് 4th 5th 6th 11th കാരണം 4 ക്ലാസ്സുണ്ട്, 11 ക്ലാസ്സുണ്ട് ആ കാലത്ത്. ഇന്നത്തെ മാതിരിയല്ല. അത് കഴിഞ്ഞ് കോഴിക്കോട് സാമൂതിരി കോളേജിൽ പോയിട്ട് കുറച്ച് ദിവസം പഠിച്ചു ഇല്ല. അപ്പോൾ ഈ അവിടുത്തെ ഊണിൻ്റെ തയ്യാറാണെന്ന് പറയുന്ന അരി ഈ ചാക്കരി പിടിച്ച് നാറ്റുള്ള ഒരു തരം ചാക്കരി ഹോട്ടലിൽ അത് ഉണ്ടിട്ട് വയറ് പോയത് തയ്യാറായി. പിന്നെ ഇങ്ങോട്ട് പോകുന്ന ഒരു 3-4 മാസം സുഖക്കേടായിട്ട് കിടന്നു. പിന്നെ ആ കൊല്ലം പഠിച്ചില്ല. പിറ്റത്തെ കൊല്ലം കേരളത്തിലെ എറണാകുളം വരെയുള്ള എല്ലാ കോളേജിലും പോയി നോക്കി, എവിടെ അഡ്മിഷൻ കിട്ടിയില്ല. അതിനിടയ്ക്ക് MRB അതൊരു സാഹിത്യകാരുണ്ട്, അദ്ദേഹം ഞാൻ പത്രത്തിൽ എഴുതാൻ തുടങ്ങിയിരുന്നു. അത് കാരണം എന്നോട് തൃശ്ശൂർക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഉണ്ണി നമ്പൂതിരി എന്നൊരു മാസിക, പിന്നെ യോഗക്ഷേമം എന്ന മാസിക, ഇതിൻ്റെയൊക്കെ പ്രിൻ്ററും പബ്ലിഷറും എല്ലാം ആയിട്ട് ഒപ്പിട്ട് കൊടുക്കേണ്ടി വന്നു എനിക്ക്. അങ്ങനെ അവിടെ കുടുങ്ങി അങ്ങനെ ജീവിതമായി. ക്ഷേത്രത്തിലെ ചെറിയ കുളത്തിലെ നീന്തി കുളിച്ച 2-3 കുട്ടികളുണ്ടായിരുന്നു, 3 ആളുണ്ടായിരുന്നു. അതിൽ ഒരാള് ഇന്റർനാഷണൽ ലെവലിലൊക്കെ പ്രസിദ്ധമായി തരും. പിന്നീട് IAS ഓഫീസൊക്കെ ചെയ്ത് KPA മേനോൻ നൽകിയിട്ട് പ്രസിഡന്റിന്റെ സെക്രട്ടറി ആയിരുന്നു. അല്ല ആ ആള് എൻ്റെ കൂടെ നീതി കളിച്ചു കൊടുത്തത്. പിന്നെ ഒരാളുണ്ടായിരുന്നു ആര്യം നമ്പൂതിരിയായിട്ട്. അങ്ങനെ അന്ന് കുളിച്ചിട്ട് അമ്പലത്തിൽ ചെല്ലുമ്പോൾ അവിടെ കരിക്കത്തോണ്ട് ഇങ്ങനെ ചുവരുമ്പിൽ നിറയെ കുത്തി വരച്ചിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ കരികൊണ്ട് ഈ അമ്പലങ്ങളിൽ ഈ വണ്ണം തുമ്പില്ലാതെ വരയ്ക്കുകയിൽ വമ്പനാം ഈശ്വരൻ വന്നിട്ട് എമ്പാടും നാശമാക്കിയിടും അവിടെ ചുവരുമ്പിൽ എഴുതി 4 വരി. ഇതാണ് ആദ്യത്തെ കവിത. മുതൽ മലയാള കവിതയിൽ സജീവം. 45ഓളം കവിതാ സമാഹാരങ്ങളും നാടകങ്ങളും ചെറുകഥകളും അക്കിത്തത്തിൻ്റെതായുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചു. കവി എന്നതിൽ ഉപരി സാമൂഹ്യ പരിഷ്കരണത്തിലും നമ്പൂതിരി യോഗക്ഷേമ പ്രവർത്തനങ്ങളിലും അക്കിത്തത്തിന്റെ പ്രവർത്തന മുദ്രകളുണ്ട്. പൈതൃകത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ദുഷിച്ച പൂണിൽ വലിച്ചെറിഞ്ഞ് ആധുനികതയിലേക്ക് ഉറ്റുനോക്കുന്ന അക്കിത്തം കവിതകൾ മലയാള കവിതയുടെ പുരോഗമനോന്മുഖതയുടെ മുഖമുദ്രകളാണ്. ജീവിതത്തിന്റെ സത്യവും സത്തയുമാണ് അക്കിത്തത്തിന് കവിത. കാലബോധവും ലോകബോധവും കലാബോധവും ഉൾച്ചേർന്ന കവിവ്യക്തിത്വമാണ്, റൈറ്റിംഗ് സെൽഫാണ് അക്കിത്തത്തിനുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനും അദ്ദേഹത്തിൻ്റെ രചനയ്ക്കും വലിയ റേഞ്ചുള്ളതായി നമുക്ക് ബോധ്യമാവും. 50-ലേറെ കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. എപ്പോഴും ഒരു കുട്ടി അദ്ദേഹത്തിൽ ഉപഗുപ്തമാണ് എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ കുട്ടിത്വത്തിൻ്റെ നിസർഗ സാന്ദ്രതയും നിഷ്കളങ്കതയും ഉൾക്കൊള്ളുന്ന അനേകം കുട്ടിക്കവിതകൾ അക്കിത്തം രചിച്ചതായി നമുക്കറിയാം. ഒറ്റപ്പാലം സാഹിത്യവർഷത്തിലൂടെ അദ്ദേഹം രംഗത്ത് വരുന്നത് തന്നെ ഇത്രയും സൂക്ഷ്മമായ ഹൃദയ സംവേദന ശക്തിയുള്ള കുട്ടിക്കഥകളുമായിട്ടാണ്. അതുപോലെ തന്നെ ആ കാലഘട്ടങ്ങളിൽ നമ്പൂതിരിയെ മനുഷ്യനാക്കാൻ വേണ്ടി
VTയും MRBയും പ്രേംജിയും ഒക്കെ നടത്തിയ സമരങ്ങളിൽ ഭാഗഭാക്കായിരുന്നു അക്കിത്തം എന്ന് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. മംഗളോദയത്തിൻ്റെ വളർച്ചയിലും മംഗളോദയത്തിൻ്റെ വികാസത്തിലുമൊക്കെ തന്നെ അന്നത്തെ വലിയ എഴുത്തുകാരുമായി ബന്ധപ്പെട്ട് അക്കിത്തം പ്രവർത്തിച്ചതും ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. ഓൾ ഇന്ത്യ റേഡിയോയിൽ കോഴിക്കോട് പ്രവർത്തിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്ന സാഹിത്യ ബന്ധങ്ങളും അദ്ദേഹത്തിൻ്റെ രചനകളും ഇവിടെ സ്മരണീയമാണ്. അതുപോലെ തന്നെ ഭൗതികമായ കാര്യങ്ങളിലും ആത്മീയമായ കാര്യങ്ങളിലും അദ്ദേഹം ഒരുപോലെ മുഴുകിയിരുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഭാഗവതം തർജ്ജമയെ ഒരു മഹോദ്യമമായി തന്നെ വേണം വിശേഷിപ്പിക്കാൻ. അത് കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ മഹാഭാരതം തർജ്ജമ പോലെ വിവർത്തന വിസ്മയം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കൃതിയാണ്. ഗാന്ധിസത്തിൻ്റെ ശുദ്ധചൈതന്യം ഉൾക്കൊണ്ടു എന്നതിൻ്റെ ഉദാഹരണമാണ് മഹാത്മാഗാന്ധിജിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ധർമ്മസൂര്യൻ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥം. പൊന്നാനിക്കാരൻ്റെ ആ ലോകത്തിൽ ആ കാലഘട്ടങ്ങളിലെ അനേകം വെങ്കടശ്ശേരിയുമായും ഗോവിന്ദനുമായും കുടവനാട് കുട്ടികൃഷ്ണനുമായും ഉറൂബുമായും ഒക്കെ ബന്ധപ്പെട്ട് അവർ നടത്തിയ സാഹിത്യ സവിതയും ഇവിടെ സ്മരണീയമാണ്. അതുപോലെ കാലത്തോടൊപ്പം നടന്ന് ലോകത്തോടൊപ്പം നടന്ന് സാമാന്യ ജനങ്ങളോടൊപ്പം നടന്ന് അവരുടെ കഷ്ടപ്പാടുകളും വേദനകളും വിതുമ്പലുകളും ഒക്കെ അറിഞ്ഞ് സ്വപ്നങ്ങളൊക്കെ ഉൾക്കൊണ്ട് കാവ്യലോകത്തിന് പല മാനങ്ങൾ നൽകിയ അനേകം ശൃംഗങ്ങളുള്ള ഒരു കാവ്യ ഹിമാലയമാണ് അക്കിത്തത്തിൻ്റേത്. പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും നന്മ മാത്രം സ്വീകരിച്ച് തിന്മകളെ തള്ളിക്കളഞ്ഞ് ആറ്റിക്കുറുക്കിയെടുത്തതാണ് അക്കിത്തത്തിന്റെ കവിതകൾ. ആദർശബോധവും ശാസ്ത്രീയ വീക്ഷണവും വിപ്ലവവും കവിതയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആത്മനിഷ്ഠമായ ചരിത്രബോധം കവി സൂക്ഷിക്കുന്നു. സമൂഹ പരിണാമങ്ങളെ വസ്തുനിഷ്ഠമായി പരിഗണിക്കുമ്പോൾ മനുഷ്യ സമൂഹത്തിനുമേൽ അധികാരം ഏൽപ്പിക്കുന്ന ദുരന്തങ്ങൾ അക്രമാസക്തമാണെന്ന് അക്കിത്തം തിരിച്ചറിഞ്ഞു. മനുഷ്യന്റെയും സമൂഹത്തിന്റെയും അസ്തിത്വത്തെ വിശകലനം ചെയ്യുന്ന നിരവധി കവിതകൾ ഈ ദർശനത്തിൽ നിന്നാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ജീവിതത്തിന്റെ സമകാലിക ഘടനയ്ക്ക് പുതിയ ഊടും പാവും നൽകാമെന്ന് അക്കിത്തം വിശ്വസിക്കുന്നു. അത് ശക്തമായത് 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തോടു കൂടിയാണ്. അറിഞ്ഞിത്ര നാളും ഞാനീ ദിവ്യ പുളകോൽഗമം ആ മഹാനഷ്ടമോർത്തോർത്തു കുലുങ്ങിക്കരയുന്നു ഞാൻ. തിരിഞ്ഞു നോക്കി പോകുന്നു ചവിട്ടിപ്പോന്ന ഭൂമിയെ. 20ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് അക്കിത്തം 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കവിത എഴുതുന്നത്. ആത്മശുദ്ധീകരണത്തിന്റെ ഏറ്റവും തീവ്രമായ അടയാളമായി ഈ കവിതയെ മലയാളി ഏറ്റെടുത്തു. 20ാം നൂറ്റാണ്ടിൽ കേരളം എങ്ങനെ ചിന്തിച്ചു എന്നതിന്റെ, കേരളീയ സമൂഹം എങ്ങനെ നിലനിന്നുവെന്നതിന്റെ സാമൂഹ്യ പാഠം കൂടിയാണ് ഈ കവിത. മലയാളത്തിലെ ഏറ്റവും ശക്തവും തീവ്രവുമായ അനുഭവ സാക്ഷ്യമായി 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തെ വായിച്ചെടുക്കാം. സാർവകാലികവും സമകാലികവുമായ ഒരു കാവ്യദർശനമായി മാറാൻ 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തിന് കഴിഞ്ഞു. നൂറ്റാണ്ടിന്റെ ഇതിഹാസം എഴുതി പോയൊരു വഴിയാണ് വയലാർ സമരം, പുന്നപ്പുറ വയലാർ, പിന്നെ കാവുമ്പായി, കരിവല്ലൂർ, വിനയൻകുന്ന്, വടക്കേ മലബാറിലത്തെ സമരങ്ങൾ, ഇതെല്ലാം ഏതാണ്ട് ഒരേ കാലത്താണ് രണ്ടും വന്നത്. രണ്ടുമാണ് മനുഷ്യനെ കൊല്ലുന്ന പ്രസ്ഥാനങ്ങളായിരുന്നു. ഗാന്ധിയുടെ അഹിംസയോട് യോജിക്കാത്ത കാര്യങ്ങളായിരുന്നു. ഇപ്പൊ ഞാനടക്കം ഇവിടുത്തെ എല്ലാ ആളുകളും
അതുവരെ ആദരിച്ചിരുന്നത് ഗാന്ധിയുടെ ആദർശങ്ങളാണ്. അപ്പൊ അതിനെതിരായിട്ട് ഈ ആളുകളെ കൊല്ലുന്ന ഒരു വിപ്ലവം നമ്മളതിന് അതിൽ മനസ്സ് ശോഭിക്കുകയും ആ ശോഭ ഞാൻ എഴുതി ഫലിപ്പിക്കുകയും ചെയ്തു. അത് ഞാൻ 2-3 കവിതകളിൽ അതിൻ്റെ അംശങ്ങൾ വന്നിട്ടുണ്ട്. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, പുരിക്കയാണ് എന്നാത്മാവിൽ 1000 സൗരമണ്ഡലം. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ, ഹൃദയത്തിൽ ഉലാവുന്നു നിത്യ നിർമ്മല പൗർണമി. അറിയില്ല ഇത്ര നാളും ഞാൻ ഈ ദിവ്യ പുളകോർഗമം, ആ മഹാനഷ്ടമോർത്തോർത്ത് കുലുങ്ങി കരയുന്നു ഞാൻ. തിരിഞ്ഞു നോക്കിപ്പോകുന്നു ചവിട്ടിപ്പോന്ന ഭൂമിയെ, എനിക്കും ഉണ്ടായിരുന്നു സുഖം മുറ്റിയ നാളുകൾ. മാമകാത്മാവിൽ പ്രതിധ്വനിച്ചിടുന്നു മാദകമേതോ വളക്കിലുക്കം. ഭൂവിലനാദ്യന്തമായി മുഴങ്ങുന്ന ജീവിതത്തിൻ്റെ വളക്കിലുക്കം. ഓതുന്നിതോരോ കിലുക്കവും എന്നോട് വേദന എന്ന മഹാചരിത്രം. ആദ്യം മുതൽക്കിങ്ങനെ എടുത്താൽ ഏതാപ്പോൾ നമ്മൾ അത്ര വിശേഷമായിട്ട് പറയാറുള്ള ആദ്യകാല കാവ്യം സ്വാഭാവികമായിട്ടും 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം. അതിനെക്കുറിച്ച് ഇല്ലാത്ത ആക്ഷേപങ്ങളൊന്നുമില്ല. ഇനി അത് ഒരു രാഷ്ട്രീയ വിദ്വേഷത്തിൻ്റെ, ഒരു കക്ഷിഭേദത്തിൻ്റെ ഒക്കെ ആവിഷ്കാരമാണ്. പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെയും അത് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും വൈലോപ്പിള്ളിയുടെ കുടിയൊഴിക്കലായിട്ട് ബന്ധപ്പെടുത്തി വായിക്കുകയാണ് ഇപ്പം നല്ലത്. അങ്ങനെ വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അത് വ്രണപ്പെട്ട മനുഷ്യത്വത്തിൻ്റെ ഒരു വിലാപമാണ്. താൻ കൂടിയാണ് വ്രണപ്പെട്ടത്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തല്ല, താൻ സ്വയമാണ് വ്രണപ്പെട്ടത്. അങ്ങനെ വ്രണപ്പെട്ട മനുഷ്യത്വത്തിൻ്റെ വിലാപമാണ്. അതിൻ്റെ അവസാനം അദ്ദേഹം ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? വളരെ ലളിതമായൊരു നിഗമനത്തിലാണ് എത്തുന്നത്. പണ്ട് ശാസ്ത്രം ലോകത്തിന് വരുത്തി വയ്ക്കുന്ന ഗതികേടുകളൊക്കെ കണ്ട് മനസ്സ് മുട്ടിയിട്ട് ബട്ടൺ ഡ്രസ്സിൽ പറഞ്ഞത് ഇതിനൊരൊറ്റ പരിഹാരമേ ഉള്ളൂ എന്നാണ്. അത് ആ പരിഹാരം തുറന്നു പറയുമ്പോൾ അദ്ദേഹം പറയുന്നു അതിൻ്റെ ഒരു സരളത ഓർത്തിട്ട് എനിക്കത് പറയാൻ സങ്കോചമുണ്ടെന്ന്. എന്താ ഈ സരളമായിട്ടുള്ള പരിഹാരം? ലവ്, ക്രിസ്ത്യൻ ലവ്, ഇതാണ് വാക്ക്. ഏതാണ്ട് അതുമാതിരിയാണ് ഈ നിരുപാധികമാം സ്നേഹം ബലമായി വരും ക്രമാൽ. അതാണ് അഴക്, അതേ സത്യം, അത് ശീലിക്കൽ ധർമ്മവും എന്ന്. ഇനി അതിൽ നിങ്ങൾ വിശ്വസിച്ചാലില്ലെങ്കിലും ആ കാവ്യത്തിന് വേറൊരു കാര്യം കൂടി, അതിൻ്റെ അവസാനത്തോടടുത്ത് വേറൊരു കാര്യം കൂടി അക്കിത്തം പറഞ്ഞു വെച്ചു. എന്തിനാ നമ്മുടെ രാഷ്ട്രം ഇത്രയൊക്കെ ആയുധ സജ്ജീകരണങ്ങൾ നടത്തുന്നത്? അതിനൊക്കെ ഭേദം ഇവിടുത്തെ കാർഷിക ഗ്രാമീണ വികസനത്തിനായിട്ട് ആ കൂറ്റൻ സംഖ്യ മാറ്റിവെക്കലല്ലേ. തോക്കിനും വാളിനും വേണ്ടി ചെലവാക്കും ഇരുമ്പുകൾ ഉരുക്കി വാർത്തെടുക്കാവൂ ബലമുള്ള കലപ്പകൾ കണ്ടോ. കർഷകനെ സഹായിക്കണം. പിന്നെയോ ഈ അണുശക്തിക്ക് വേണ്ടിയിട്ട് ചെലവാക്കുന്ന ആ പണം അതുകൊണ്ട് അന്ധഗ്രാമക്കവലയിൽ സ്നേഹദീപം കൊളുത്തുക, ഇതാണ് ആഹ്വാനം. ഇതിലിപ്പോൾ ഇന്ന് എന്തെങ്കിലും ആർക്കെങ്കിലും ആക്ഷേപം ഉണ്ടാവും തോന്നിയില്ല. അന്ന കാലത്ത് ഒരുപാട് ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അത് ഊറിക്കൂടിയിട്ട് അക്കിത്തത്തിൻ്റെ സ്നേഹം എന്നുള്ള ജീവിത ദർശനം നമുക്ക് ഒന്നുകൂടി തെളിഞ്ഞു കിട്ടിയിരിക്കുകയാണ് ഈ കാലത്ത്. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ കുറെ കൂടി ഗാഠമാവുന്നത് കാണും. നമ്മളിപ്പോ ഇരിക്കുന്നത് അക്കിത്തം തറവാട്ടിലാണ്.
ഇവിടെ അക്കിത്തം എന്ന് പറഞ്ഞ പേര് ഉണ്ടായത് 10 അഗ്നി ചെയ്തിട്ട് അക്കിപ്പത്തായി, പിന്നീട് അത് അക്കിത്തത്തായി എന്നതാണ് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ചരിത്രം. 1926 അച്ഛൻ ഇവിടെ അക്കിത്തത്തെ വാസുദേവൻ നമ്പൂതിരിയുടെയും ചേകൂർ മനക്കൽ പാർവതി അന്തർജനത്തിന്റെയും മകനായി ഇവിടെ ജനിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എൻ്റെ മുത്തച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ അക്കിത്തത്ത് വാസുദേവൻ നമ്പൂതിരി എന്ന് പറയുന്ന ആള് വലിയ സംസ്കൃത പണ്ഡിതനും വേദ പണ്ഡിതനും പിന്നെ പാരമ്പര്യ രീതിയിലുള്ള പൂജ കാര്യങ്ങളിൽ വ്യാപൃതനും ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ സംസ്കൃത പാണ്ഡിത്യവും സംസ്കൃത സാഹിത്യത്തിനോടുള്ള താല്പര്യവും ഒക്കെ അച്ഛൻ കുട്ടിക്കാലം മുതൽക്ക് സാഹിത്യത്തിനോട് അതീവ താല്പര്യമുള്ള ഒരാളായിട്ട് അച്ഛൻ രക്തത്തിലേക്ക് അലിഞ്ഞു ചേർന്നിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു 10 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് തന്നെ അച്ഛന് സംസ്കൃത വൃത്തങ്ങളും ദ്രാവിഡ വൃത്തങ്ങളൊക്കെ നല്ല വ്യുൽപ്പത്തി, അതിലൊരു താല്പര്യം ഉണ്ടായത് പാരമ്പര്യമായിട്ട് തന്നെ വന്നു ചേർന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അച്ഛൻ്റെ അച്ഛൻ ഇവിടെ ആ കാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇവിടെ എന്താ വെച്ചാൽ ഈ കുട്ടികളില്ലാഞ്ഞിട്ട് ഇല്ലം ഇങ്ങനെ പണ്ട് കാലത്ത് ഒരു ഇല്ലത്ത് ആൺകുട്ടി ഉണ്ടെങ്കിലേ ആ ഇല്ലം നിലനിൽക്കുകയുള്ളൂ എന്നുള്ളൊരു സങ്കല്പമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കാലത്ത് ഇവിടെ ആൺകുട്ടികൾ വളരെ കമ്മിയായിരുന്നു. അത് കാരണം എൻ്റെ മുത്തച്ഛനും മുത്തശ്ശിയും ഒരുപാട് വഴിപാട് ചെയ്തിട്ടാണ് എൻ്റെ അച്ഛൻ ഉണ്ടായത് എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്തായാലും അന്ന് അച്ഛനെ വളരെ ഓമനിച്ച് വളർത്തി അങ്ങനെ ഒരു ഉണ്ണിയായിട്ടാണ് അച്ഛൻ ഇവിടെ വളർന്നു വരുന്നത്. അങ്ങനെ അച്ഛൻ സംസ്കൃതത്തിൽ തൽപരനായി. അങ്ങനെ അന്ന് നമ്പൂതിരിമാരുടെ ഇടയിൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കലും നടക്കാൻ പാടില്ല എന്ന് നമുക്ക് ബോധ്യം വരുന്ന ഒരുപാട് ചീത്ത രീതിയിൽ അതിനോട് അസോസിയേറ്റ് ചെയ്ത് അതിനോട് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുമൂലം അച്ഛൻ്റെ ഒരു 1958 അച്ഛൻ ആകാശവാണിയിൽ ജോലി കിട്ടുന്നത്. അപ്പൊ അച്ഛൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കുമരനെല്ലൂർ ഹയർ സെക്കൻഡറി കുമരനെല്ലൂർ സ്കൂളിൽ മറ്റേ 10ാം തരം വരെ പഠിച്ചു. പിന്നീട് സാമൂതിരി കോളേജിൽ പഠിക്കാൻ പോയി, അത് പൂർണ്ണമായില്ല, തിരിച്ചു വന്നു. അങ്ങനെ അച്ഛൻ വീണ്ടും ഈ നമ്പൂതിരി നവോത്ഥാന പ്രവർത്തനങ്ങളും യോഗക്ഷേമ സഭാ പ്രവർത്തനങ്ങളും ആയിട്ട് വ്യാപൃതനായി തൃശ്ശൂരിലേക്ക് പോവുകയും അവിടെ EMS അങ്ങനെയൊക്കെയുള്ള പഴയ കാല അന്ന് EMS കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒന്നും ആയിട്ടില്ല, അങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. അന്ന് യോഗക്ഷേമ സഭയുടെ ഉള്ളുകോട്ടയാണ് ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോകുന്നത്. അങ്ങനെ അച്ഛൻ അവരുടെയൊക്കെ ഒരു സന്തത സഹചാരിയായി വളർന്നു വരികയും അതിൻ്റെ ഇടയിൽ പൊന്നാനിയിൽ അച്ഛനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി വളരെയധികം മുത്തച്ഛനോ എൻ്റെ അച്ഛൻ്റെ അച്ഛനോട് വളരെയധികം സംസാരിച്ച് ബോധ്യം വരുത്തി എൻ്റെ അച്ഛനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഉത്സാഹിപ്പിക്കുകയും ചെയ്ത ഉണ്ണികൃഷ്ണമേനോൻ മാഷുണ്ട്. അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരമാണ് എൻ്റെ മുത്തച്ഛൻ എൻ്റെ അച്ഛനെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പറഞ്ഞു വിടുന്നത്. അപ്പൊ അച്ഛൻ ആ 8 വയസ്സ് മുതൽ 12 വയസ്സ് വരെ അച്ഛൻ ശരിക്കും പറഞ്ഞാൽ ഋഗ്വേദം മുഴുവൻ ചൊല്ലിയാ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പാഠശാലയൊക്കെ ആയിരുന്നു ഇവിടെ. അപ്പോ അങ്ങനെ സ്കൂളിൽ പോയി പഠിക്കുന്നു. അതിനുശേഷം കോഴിക്കോട് പോകുന്നു. അത് പഠനം ഇടയ്ക്ക് വെച്ച് നിർത്തപ്പെടുന്നു. അങ്ങനെ തൃശ്ശൂരിലെ ഈ നമ്പൂതിരി നവോത്ഥാന പ്രവർത്തനങ്ങളും അല്പസ്വല്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനങ്ങളിലേക്കും വ്യാപൃതനാവുകയും അങ്ങനെ 20ാം നൂറ്റാണ്ട് ഇതിഹാസം വരുന്നതോടുകൂടി ചില ആൾക്കാർക്ക് അച്ഛനോട് വേണ്ട താല്പര്യം കമ്മി വരികയും അച്ഛൻ അച്ഛൻ്റെതായ ഒരു വഴിയിലൂടെ ചലിക്കുകയും അങ്ങനെ 1958 ആകാശവാണിയിലേക്ക് പോകുന്നത് വരെയും അച്ഛൻ ഇവിടെ തന്നെയാണ് താമസിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിനും ആ കാലഘട്ടത്തിന്റെ ജീവിത രീതി ആധുനിക കാലത്തിന് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കുകയും അതിനെതിരെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് എൻ്റെ അച്ഛൻ. അതുമായി ബന്ധപ്പെട്ടിട്ട് ആണ് അച്ഛൻ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായിട്ട് ആ കാലഘട്ടത്തിൽ അടുക്കുന്നത്. അവാർഡ് കിട്ടുമോ നോക്കിയിട്ട് അഭിപ്രായം പറയാതിരിക്കുക, അല്ലെങ്കിൽ അവാർഡ് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് അഭിപ്രായം പറയുക, അങ്ങനത്തെ ഏർപ്പാടുകളൊന്നും അച്ഛനില്ല, അച്ഛനെ അറിയില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം 20ാം നൂറ്റാണ്ട് ഇതിഹാസം 1951 എഴുതി എന്നുള്ളത് തന്നെയാണ്. അന്ന് കേരളത്തിലെ എല്ലാ എഴുത്തുകാരും
വളരെ ശക്തിയായിട്ട് ഈ കൽക്കത്ത തീസിസിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുത്ത സമയത്ത് അച്ഛൻ മാത്രമാണ് വ്യതിചലിച്ചു എന്നുള്ളത് ശരിയല്ല എന്ന് പറഞ്ഞ് മാറി നിന്നത്. അതുകൊണ്ട് തന്നെയാണ് അച്ഛനെ ആന്റി കമ്മ്യൂണിസ്റ്റ് എന്ന ആൾക്കാർ വിളിക്കുന്നത്. ആന്റി കമ്മ്യൂണിസ്റ്റ് ആണോ കമ്മ്യൂണിസ്റ്റ് അല്ലേ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അച്ഛന് പറയാള് പറഞ്ഞു. പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാണെന്നായിട്ടുണ്ട്. ആകാശവും സമുദ്രവും നിലാവും സൗരമണ്ഡലവും കടന്ന് കവിതയുടെ അമൃത് തേടി പിടിക്കണം എന്നാഗ്രഹിച്ച കവി രൂപഭാവ ശില്പങ്ങളിൽ ഔന്നത്യത്തിന്റെ അനുരണനങ്ങൾ സമ്മേളിപ്പിച്ച് പുഞ്ചിരിയും കണ്ണീരും ഒരുപോലെ രുചിച്ച് അദ്ദേഹത്തിന്റെ കവിതകൾ അരണികടഞ്ഞ വാക്കായി ഉണരുന്നു. ഈ അഗ്നിയാകട്ടെ ലോകത്തെ കുറ്റുനോക്കുമ്പോൾ കാണുന്ന അസഹിഷ്ണുത സഹിക്കാനാവാതെ മൽഗളനാളത്തിൽ തടയുമി ശാശ്വത ഗദ്ഗതം പൊട്ടിത്തകർന്നുവെങ്കിൽ എന്ന് പൊട്ടിത്തെറിക്കുന്നു. തൊട്ടടുത്ത നിമിഷം കരയുന്നുവോ കൂടെ കൂടെ ഞാൻ, എന്നാൽ അത് പുറത്തു കേൾപ്പിയിലാരും എന്ന് മന്ത്രിക്കുകയും ചെയ്യുന്നു. ഈ കരച്ചിലിന്റെ ഉണ്മയാണ് അക്കിത്തത്തിന്റെ കവിതകളിൽ അധികവും. അത് ജീവിതമായി നുരയുകയും പതയുകയും ചെയ്യുന്നു. ഇവിടെ 2 പത്തായപ്പരകളാണ് ഉണ്ടായിരുന്നത്. ഒരു ഭാഗത്ത് തെക്ക് ഭാഗത്തൊരു പത്തായപ്പര ഉണ്ടായിരുന്നു, അവിടെ പടിഞ്ഞാറ് ഭാഗത്തൊരു പത്തായപ്പര ഉണ്ടായിരുന്നു. ഈ പടിഞ്ഞാറ് ഭാഗത്തുള്ള പത്തായപ്പരയുടെ അപ്സ്റ്റെയറിലാണ് അച്ഛൻ്റെ വളരെ വിശാലമായിട്ടുള്ള ഒരു ലൈബ്രറിയും പിന്നെ അതുമായിട്ട് ചുറ്റും അച്ഛൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും കേന്ദ്രം അവിടെയായിരുന്നു. ആ കാലത്ത് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഒരു 20-ാം നൂറ്റാണ്ടിൻ്റെ ഒരു ആദ്യ പകുതിയിലാണല്ലോ അച്ഛൻ ജനിക്കുന്നത്. 1926-ലാണ്. ഒരു 35, 40, 45, 50 കാലഘട്ട 58 വരെയാണ് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ഇവിടെ താമസിച്ചിട്ടുള്ളത്. ആ കാലത്ത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ജന്മിത്വത്തിനെതിരെയുള്ള ഒരു വലിയ ഒരു ഫൈറ്റ്, അതുപോലെ തന്നെ നമ്പൂതിരി അന്തർജനങ്ങളെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വീട്ടിൽ പട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ പൊന്നാനി കളരിയുടെ സാഹിത്യകാരന്മാരുടെ ഒരു കൂട്ടായ്മ, അങ്ങനെ മലബാറിലുണ്ടായിട്ടുള്ള പൊന്നാനി കേന്ദ്ര കലാസമിതിയും മലബാർ കേന്ദ്ര കലാസമിതിക്കായി മാറിയ നാടക പ്രസ്ഥാനങ്ങൾ, ഇത്തരം പ്രസ്ഥാനങ്ങളുടെയൊക്കെയും പല രീതിയിലുള്ള സ്പന്ദനങ്ങൾ ഈ പത്തായപ്പരയിൽ ഉണ്ടായിട്ടുണ്ട്. ആ കാലത്തുണ്ടായിരുന്ന ഒട്ടുമിക്ക എഴുത്തുകാർ ഇവിടെ വന്നിട്ടുണ്ട്, ഒട്ടുമിക്ക ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകർ ഇവിടെ വന്നിട്ടുണ്ട്, കോൺഗ്രസ്സുകാർ വന്നിട്ടുണ്ട്, കേളപ്പജി പലതവണ വന്നിട്ടുണ്ട്, EMS വന്നിട്ടുണ്ട്, K. ദാമോദരൻ വന്നിട്ടുണ്ട്, എടശ്ശേരി മാവനിക്ക് പറ്റി പറയുമ്പോൾ ഞങ്ങൾ എടശ്ശേരി ന്മാരെന്നാണ് കുഞ്ഞുനാളിൽ തന്നെ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് അത്രയും ആ രീതിയിലാണ് ഞങ്ങൾ അവരെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ ഇവിടെ VT അമ്മാമൻ, എടശ്ശേരി അമ്മാമൻ,
മാമൻ, കടവനാട് മാമൻ, ഇവരൊക്കെ ഇവിടെ നിത്യ സന്ദർശനം ഉണ്ടായിരുന്നു. അവരൊക്കെ പ്രവർത്തന കേന്ദ്രം ഇവിടെ, അവര് അച്ഛനുമായിട്ട് സംസാരിക്കാൻ ഇവിടെ വരിക, പുസ്തകം വായിച്ചിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ലൈബ്രറി, വളരെ വിശാലമായിട്ടുള്ള ലൈബ്രറി ആയിരുന്നു ഇവിടെ. ഞാൻ ഒന്ന് കേട്ടിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് പുസ്തകം വായിച്ചിരുന്നു. ഈ നാട്ടിൽ അന്ന് ലൈബ്രറി പ്രസ്ഥാനമൊന്നും ഉണ്ടായിരുന്നില്ല. PN പണിക്കരുടെ ലൈബ്രറി പ്രസ്ഥാനമൊക്കെ വരുന്നത് അതിന് ഒരുപാട് ശേഷമാണ്. പക്ഷെ ആ കാലത്ത് തന്നെ ഞങ്ങളുടെ വീട്ടിലത്തെ പുസ്തകങ്ങളൊക്കെ നാട്ടുകാർ ഇവിടെ വന്ന് വായിക്കുകയും പുറത്ത് പോയിട്ട് പുസ്തകം ഇവിടെ കൊണ്ടുവന്ന് തരികയും അങ്ങനെ ഒരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു അച്ഛൻ്റെ ഇവിടുത്തെ ഈ പട്ടായപ്പുര. ഓണമുണ്ടെഴുന്നേറ്റ് ഈ തിണ്ണയിൽ പുൽപ്പായയിൽ തൂണിൽ എൻ തലച്ചുമടിയിറക്കി കിടക്കുമ്പോൾ പൂക്കളത്തിൽ ചെന്ന് ഓരോ പൂവിലത്തേനും നക്കി നോക്കും എന്നിവയൊക്കെ ലഹരി പിടിക്കുമ്പോൾ. എവരി ഗ്രേറ്റ് പോയറ്റ് ഈസ് എ പ്രൊഫൗണ്ട് ഫിലോസഫർ എന്ന് പാശ്ചാത്യ കവിയും വിമർശകനുമായ കോൾറിഡ്ജും രേഖപ്പെടുത്തുന്നു. ആ അർത്ഥത്തിൽ വാൽമീകി, വ്യാസൻ, കാളിദാസൻ എന്നീ ശ്രേഷ്ഠ കവികളുടെ പരമ്പരയിൽപ്പെട്ട മഹാനായ കവിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. നന്മ, ധാർമ്മികത, ആസ്തിത്വം എന്നീ ശ്രേഷ്ഠ ഭാവങ്ങളുടെ, ശാശ്വത മൂല്യങ്ങളുടെ വ്യാപനമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും കാവ്യലോകത്തിലും നാം കാണുന്നത്. കവിയും മനുഷ്യനും ഒന്നായ വ്യക്തിത്വം എന്ന് ഒതുക്കി പറയാവുന്നതാണ്. മലയാള കാവ്യരംഗം കാൽപ്പനികതയുടെ തരളതയിലും ക്ലാസിക്കിൻ്റെ ഗഹനതയിലും താത്വികാന്വേഷണങ്ങളുടെ ആലസ്യതയിലും മുഴുകിക്കഴിഞ്ഞ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ മഹാസങ്കടങ്ങളെ കാവ്യാത്മകമായി ചിത്രീകരിച്ച കവി എന്ന നിലയിലാണ് അക്കിത്തത്തിന് കാവ്യ ആസ്വാദകന്മാരുടെ, സഹൃദയന്മാരുടെ, മലയാളികളുടെ ഹൃദയത്തിലുള്ള സ്ഥാനം. പ്രിയാവിരഹ ദുഃഖത്തിൻ അഗ്നിയാൽ, ധൂമപാളിയാൽ, നിശ്വാസവായുവാൽ, അശ്രുബിന്ദുവാൽ കാലപൂരുഷൻ മഴമേഘത്തെ നിർമ്മിച്ച് പറപ്പിക്കുന്നു ലീലയായി, ഭാവനാകാശത്തിലൂടെ ശിശു പട്ടത്തെ എന്ന പോൽ. കവിത വയ്ക്കണമെന്ന് രാത്രി വാതിലൊക്കെ എഴുന്നേറ്റാണ് എഴുതുക. പകൽ എഴുതിയ എഴുതാവുന്ന കുറവാണ്. ഇന്ന് കുറച്ചാണ് മുമ്പ് 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം 4-5 ദിവസം കൊണ്ട് അത് കുറേയൊക്കെ പകൽ തന്നെ എഴുതിയിരുന്നു. അധ്യായമായിട്ട് ഇടുങ്ങിയ പൊളിഞ്ഞ ലോകം, അങ്ങനെ അത് 2-3 ദിവസം നടക്കുന്നു. ഓരോ ധ്യാനത്തിലാണ് ഉണ്ടാവുന്നത്. ധ്യാനം കവിതയുടെ അമ്മയാണ് ഇവിടെ സ്പഷ്ടമായിട്ട് പറഞ്ഞത്. ഭാഷ എഴുതാനുള്ള വൃത്തം ഉണ്ടാക്കി തന്ന എഴുത്തച്ഛൻ, വൃത്തം പഠിപ്പിച്ച് എഴുത്തച്ഛനാണ്. നമ്പ്യാരും കുഞ്ച നമ്പ്യാരും എഴുത്തച്ഛൻ്റെയും കുഞ്ച നമ്പ്യാരുടെയും കൃതികൾ വായിച്ചു വരുന്നതോടുകൂടി വൃത്തം ഒരാളും മറ്റേ നിയന്ത്രിച്ചാലും തെറ്റാതെ എല്ലാം കഴിയും എന്നുള്ളൊരു അവസ്ഥ വന്നു. പിന്നെ ഉണ്ടായി വാരിയൊക്കെ നവകവിത തോന്നുന്നു. അതിലാണ് ഈ അർത്ഥപുഷ്ടി ഉണ്ടാക്കുന്ന ശീലം ഉണ്ടാക്കിയവരാണ് ഉണ്ടാക്കി തന്നത്. അദ്ദേഹം കുറച്ച് വാക്കുകളിലൂടെ ഒരു വലിയ ഇതിഹാസം ധ്വനിപ്പിക്കാനുള്ള കഴിവ്
അത് അദ്ദേഹം ഉണ്ടാക്കിയിരുന്നതാണ്. ഇപ്പൊ ഈ കവിതയ്ക്ക് പ്രാധാന്യം കുറഞ്ഞു പോകും എന്നുള്ളത് ഭാഷയുടെ നാശമാണ്. ഭാഷയ്ക്ക് വൃത്തനിബദ്ധമായ സാഹിത്യത്തിലൂടെ മാത്രമേ ഒരു ഭാഷയ്ക്ക് നിലനിൽക്കാൻ കഴിയൂ. അത് കുറവായി വരുന്നുണ്ട്. ആളുകൾ വൃത്തം പഠിക്കാതെ എഴുതി എന്തെങ്കിലുമൊക്കെ എഴുതാനുള്ള മട്ടിൽ വരുന്നു. പുതിയ കവികളുടെ വായിക്കാറുണ്ടോ? വായിക്കാറൊക്കെ ഉണ്ടോ? വലിയൊരു അഭിപ്രായം ഇല്ല. ഏത് കാലഘട്ടം വരെ മാസ്റ്റർ ഓർമ്മയിൽ ഒരു ഇഷ്ടത്തോടു കൂടിയുള്ള ഒരു ഓർമ്മ ആരുടെയൊക്കെ കവിത വരെ ഉണ്ട്? സച്ചിദാനന്ദനോ? സച്ചിദാനന്ദൻ വായിച്ചിട്ടുണ്ട്. സച്ചിദാനന്ദനോ നല്ല കവിയാണ്. സച്ചിദാനന്ദന് ശേഷം പിന്നെ ആരാ എനിക്ക് കവികളുടെ പേരൊന്നും ആകുമ്പോൾ വരുന്നില്ല. അക്കിത്തത്തിൻ്റെ കാവ്യജീവിതത്തിൽ അതിൻ്റെ പല ഓരങ്ങളിലായി പലപ്പോഴും സഞ്ചരിക്കുവാനും ഒരു ആത്മബന്ധം ഉണ്ടാക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാവ്യജീവിതത്തിൽ നിന്ന് പല പ്രകാശരശ്മികളും എൻ്റെയും എഴുത്തിലും വാക്കുകളിലും കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പല പ്രയോഗ വിശേഷങ്ങളും ഞാൻ ഉൾപ്പെടുന്ന ഒരു തട്ടകത്തിൻ്റെ ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്നവയാണ്. ആ നിലയ്ക്കാണ് ഞാൻ അക്കിത്തത്തിൻ്റെ കാവ്യജീവിതത്തിൻ്റെ ഓരങ്ങളിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു സഹൃദയനാണ് എന്ന് പറയുന്നത്. എൻ്റെ ഒരു കവിത കടുക് പൂത്തപ്പോൾ എന്നൊരു കവിത, അത് മരിച്ചുപോയ വല്യപ്പോളെ കുറിച്ച് ഉള്ളതാണ്. ആ കവിത ഞാൻ പട്ടാമ്പിയിൽ അധ്യാപകനായിരിക്കെ മാതൃഭൂമിയിൽ അച്ചടിച്ചു വന്നു. 1980-കളിലാണെന്ന് തോന്നുന്നു. ആ കവിത വായിച്ച് അക്കിത്തം എനിക്ക് ഒരു ഇൻലൻഡ് നിറയെ എഴുതി. ഞാനിപ്പോഴും അത് ഒരു നാദമായിട്ട്, ഒരു നിധിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ആ കത്ത്. അതിലെ ഒരു നിർദ്ദേശം, അതായത് അപ്പോൾ മരിച്ചുപോയതിനെ കുറിച്ചുള്ള ആ ആധിയും സങ്കടവുമൊക്കെ ഇങ്ങനെ പടർന്ന് ഒടുവിൽ ഈ കടുകുമായി ബന്ധപ്പെട്ടിട്ട് ബുദ്ധനെ, തഥാഗതനെ പറ്റിയൊരു സൂചന ആ കവിതയിലുണ്ട്. അപ്പോൾ ഈ കവിതയിലെ വ്യക്തി ഒരു സ്ത്രീയാണല്ലോ. അപ്പോൾ തഥാഗതൻ എന്നുപയോഗിക്കേണ്ട, തഥാഗത എന്നു മതി എന്നൊരു നിർദ്ദേശം. തഥാഗതൻ തന്നെ നിറഞ്ഞു വിങ്ങുന്നു എന്നാണ് ആ കവിത അവസാനിക്കുന്നത്. അപ്പൊ അതിന് വളരെ യോജിച്ച ഉചിതമായ ഒരു നിർദ്ദേശം. തഥാഗത തന്നെ നിറഞ്ഞു വിങ്ങുന്നു. അതായത് ഈ ഉണ്ണിയുടെ, ഈ ചെറിയ അനിയന്റെ ആ വിഷാദങ്ങൾ കണ്ട് തഥാഗത, അവൾ തന്നെ, എൻ്റെ ഓപ്പോള് തന്നെ
നിറഞ്ഞു വിങ്ങുന്നു എന്നും അവിടെ ധ്വനിക്കുന്നു. തഥാഗത എന്ന് പറയുമ്പോൾ ബുദ്ധനെ ഒരു സ്ത്രീരൂപമായി സങ്കല്പിക്കുകയും ചെയ്യുന്നു. ആ ഇൻ എന്നൊരു ശബ്ദം അങ്ങോട്ട് മാറ്റിയപ്പോഴേക്കും അതിന് വന്ന ധ്വനിവിശേഷങ്ങൾ ഞാനിപ്പോഴും വളരെ ആഹ്ലാദത്തോടുകൂടി ഓർക്കുകയാണ്. പിന്നീട് തഥാഗത എന്ന് തന്നെ ഞാൻ ആ വാക്ക് മാറ്റുകയുണ്ടായി. അല്ല, ഈ അടുത്ത് നുണയെ പറയൂ എന്നുള്ള നാടകം വടക്കേ മലബാറിൽ 1000-ഓളം സ്റ്റേജിൽ ഒരു 10 കൊല്ലം കൊണ്ട് കളിച്ചിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ എനിക്ക് കിട്ടി. എന്നോട് എല്ലാം പറയും, ഞാൻ പോകലൊന്നുമില്ല. 1-2 സ്ഥലത്ത് പോയിട്ടുണ്ട്. ഇവിടെ സ്ഥലത്ത് ഞാൻ കണ്ണൂർ പോയിട്ടുണ്ട്. പിന്നെ കാര്യമായിട്ടുള്ള നാടകമൊന്നും ഞാൻ എഴുതിയിട്ടില്ല. ഇത് പൊന്നാനി ഇടശ്ശേരികൾ നിർബന്ധമുണ്ട്. അവർ ഗോപാലകുറുപ്പുണ്ടായിരുന്നു. നല്ല സാഹിത്യ രസികനാണ്, എഴുതൊന്നുമില്ല. അങ്ങോട്ട് പറഞ്ഞു ഇടശ്ശേരി പറഞ്ഞിട്ടാണ് ഒരു രാത്രി കൊണ്ട് നമുക്ക് നാടകം ഉണ്ടാക്കണം. നമ്മുടെ താമസിക്കാൻ താമസിച്ചു. അദ്ദേഹം നോക്കി അവിടെ ഇരുന്നു. ചോദ്യത്തിനൊക്കെ മറുപടി പറയും. അങ്ങനെ ഞാൻ ഒരു കുടുംബത്തിലുള്ള ഒരു പട്ടിയിൽ വെച്ച് മുഴുവനാണ് ഈ ഒരു രാത്രി നേരം വെക്കുന്നത്. വെച്ചമ്മ വാരി കൂട്ടി കൊണ്ടുപോയി അഭിനയിക്കുകയും ചെയ്തു. അത് അന്ന് സ്റ്റേ ചെയ്യുമ്പോൾ പകൽ ശ്രീരംഗന പിള്ള ഉണ്ടായിരുന്നു, പ്രസംഗിക്കാൻ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു നാടകമൊക്കെ നന്നായിട്ടുണ്ട്, അതിൽ കുട്ടികൾ മാത്രമാണ് കഥാപാത്രങ്ങൾ. അപ്പൊ സ്റ്റേജ് ഈ പകുതി താഴത്തെ മനുഷ്യരുള്ളൂ, പകുതിയുടെ മോളും ഒന്നുമില്ല. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. കാണുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അതങ്ങനെ അച്ഛനെ മുമ്പ് അതൊന്നും ശരിയാക്കി വരില്ല. ഒരു വലിയ മഹാഭാരതം അതിലുണ്ട്, എവിടെയെങ്കിലും വരണം. അത് ഞാൻ പിന്നീട് ചേർത്ത് വേറെ ഒരു അമ്മാവനെ കൂട്ടി ചേർത്തു. അതിൽ നേരത്തെ ഉണ്ടായിരുന്ന അമ്മാവൻ കർട്ടൻ്റെ പുറത്ത് നിന്ന് വർത്തമാനം പറയണം. അയാളാണ് പുറത്ത് കൊണ്ടുവന്നു. അങ്ങനെ പരിഹരിച്ചില്ല. ഇപ്പൊ പുസ്തകത്തിൽ അമ്മാവനുണ്ട്. അത് ഈ കുറ്റിപ്പാലൊരു സമ്മേളനത്തിന് അതിനായി വീട്ടിൽ വേറെ നിർബന്ധം കൊണ്ടുണ്ടായി ചെയ്ത പണികളാണ്. നല്ലതായിരുന്നു കഴിയുന്നത്. ഇപ്പൊ ആ വീക്ഷണമായിരുന്നു. അത് പ്രവർത്തനങ്ങൾ നമ്പൂരിയായി യോജിക്കുന്ന സമയം അതിൻ്റെ ആയുധമായിട്ടാണ് നാടകം പറയുന്നത്. അതുകൊണ്ടാണ് ഈ അന്തർജനങ്ങളിൽ കുറേയൊക്കെ വയസ്സ് പ്രവർത്തി വന്നല്ലോ. പണ്ട് കാലത്തൊരു ഓലക്കൊലയെടുപ്പ് പിടിച്ചൊക്കെ പോയി അന്തർജനങ്ങളെ വെറുതെ വായല്ല. അതിന് താഴത്തെ കാടിക്കൊലക്കാരെ പോവും ഓലക്കൊല പിടിച്ചിട്ട്. അപ്പോൾ അതില്ലാണ്ടാക്കി. അതില്ലാണ്ടാക്കിയത് അതല്ല, വീട്ടിലൊക്കെ വിപ്ലവം ഒരുപാടുണ്ട്. അതെ, ശരി. 10-40 കൊല്ലം ജീവിച്ചില്ല. അപ്പം ഒരുപടി നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. മിക്കവാറും കുറെ കൊല്ലത്തിലൊരു നാടകം അവിടെ ഹൈസ്കൂൾ അവർക്ക് വേണ്ടി എഴുതി കൊടുക്കും. വീട്ടിലെ പ്രസിദ്ധമായ നാടകം അത് റേഡിയോ സ്റ്റേഷന് വേണ്ടി അതിനുണ്ട്. അടുക്കളയിൽ നാടകം അത് വളരെ പേരിപ്പോൾ പറയാൻ പറ്റുള്ളൂ. കൂട്ടിക്കൃഷിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുണ്ട്. അത് ഭാസ്കരനായിരുന്നു തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല.
അതാണ് കാര്യമായിട്ട് ഞാൻ അംഗീകരിക്കുക. പിന്നെ ചിലപ്പോൾ ആളുകൾ ഒരാൾ വരുമ്പോൾ ഒരു മുസ്ലിം കഥാപാത്രം പേരൊന്നുമില്ല, ഞങ്ങൾ ആരെ കൊല്ലാൻ പോകുന്ന ഒരാള് കത്തിയൊക്കെ സ്റ്റേജിൽ അത് കഴിഞ്ഞ് വലിയ ഭാഗവതമാണ് അറിയുന്നത്. അതേ 6-7 എടുത്തു ഓർമ്മയില്ല, അത്രയും കൊല്ലം. പക്ഷെ അതിന് വേണ്ടി കിട്ടണമെന്നില്ല, ഒഴിവുള്ള ഫോണൊക്കെ ഞാൻ ചെയ്യും. അങ്ങനെ നല്ല നന്നായിട്ട് ചെയ്ത് തീർത്തു. അതൊരു വലിയ നേട്ടമായിട്ട് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ കവിത പോയാലും ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ കവിതയല്ലേ ഭാഗവതം, അത് പറയാത്തതാ. എനിക്ക് തോന്നാറുണ്ട് ഈ കവി എന്തൊരു വിനീതനാണ്. എത്രയോ കാലം മുമ്പ് MT വാസുദേവൻ നായർ പത്രാധിപരായിരിക്കുന്ന കാലത്ത് NV എന്ന് വിട്ടിരിക്കണുണ്ടാവില്ല, NV ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. MTയുടെ ആശയമായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒരു കാളിദാസ പതിപ്പിറക്കി, മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, MV ദേവന്റെ ചിത്രമൊക്കെ ആയിട്ട്. ഞാനന്ന് കോളേജിൽ ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ ഇന്റർമീഡിയറ്റിന്റെ ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ ആയിട്ട് പഠിക്കുകയാണ്. അപ്പോൾ അതിൽ ദേവന്റെ ചിത്രമൊക്കെ ആയിട്ട് നല്ല ഒരു അതിലേക്ക് MT പറഞ്ഞ് അക്കിത്ത് എഴുതിയ ഒരു കവിതയുണ്ട്, നിത്യമേഘം എന്നാണ് പേര്. കാളിദാസൻ 2 മഹാകാവ്യങ്ങൾ എഴുതി, 3 നാടകങ്ങൾ എഴുതി, 1-ലധികം ഖണ്ഡകാവ്യങ്ങൾ എഴുതി എന്നൊക്കെയാണ് നമ്മുടെ അറിവ്. അതിലൊരു ഖണ്ഡകാവ്യമായിട്ടുള്ള മേഘസന്ദേശമാണ് അക്കിത്ത് എടുത്തത്. അതിനാണ് നിത്യമേഘം എന്ന് പേരിട്ടത്. നിത്യമേഘം എന്ന് പറയുമ്പോൾ ശരിക്കും മേഘം നിത്യമല്ലല്ലോ, അതിങ്ങനെ അപ്പം മായുന്നു, കുറച്ചു കാലം വരാതിരിക്കുന്നു, വന്നാൽ തന്നെ വേഗം അപ്രത്യക്ഷമാവുന്നു. പക്ഷേ ഇദ്ദേഹത്തിന്റെ മേഘം, കാളിദാസൻ സൃഷ്ടിച്ചിട്ടുള്ള ഈ മേഘം അത് മാഞ്ഞു പോവില്ല എന്നാണ്. അങ്ങനെയാണ് നിത്യമേഘം എന്ന് പേരിട്ടത്. കാളിദാസന്റെ മറ്റെല്ലാ കൃതികളുടെയും സത്ത ഇതിലേക്ക് സംക്രമിപ്പിച്ചിട്ട് അതിൽ നീണ്ട ചില ഭാഗങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഈ കാവ്യത്തെക്കുറിച്ച് കാലം അത്ഭുതപ്പെടുകയാണ്. എന്താ കാലത്തിന്റെ അത്ഭുതം? ഞാൻ എല്ലാറ്റിനെയും പെട്ടെന്ന് നശിപ്പിക്കാറുണ്ട്, പക്ഷേ ഇതിൻ്റെ നേരെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? എൻ്റെ വിരൽ അങ്ങോട്ട് നീളും മുമ്പ് ആ വിരലിനെ സ്തംഭിപ്പിക്കും ഈ കാവ്യത്തിന്റെ സൗന്ദര്യം. അതുകൊണ്ട് ഞാൻ ഈ കവിതയുടെ മുമ്പിൽ നിസ്സഹായനാണ് എന്ന് പറഞ്ഞിട്ട് കാലപൂരുഷൻ എന്ന സങ്കല്പമുണ്ട്. അതിൽ കാളിദാസനും കാലത്തിന്റെ ദാസൻ എന്ന് പറഞ്ഞ് മുണ്ടശ്ശേരി മാഷയുടെ വിമർശനം വന്ന കാലാണ് കേട്ടത്. അതിനൊരു മറുപടിയും കൂടി ആയിട്ട് വേണമെങ്കിൽ ഇത് വായിക്കാം. കാലപൂരുഷൻ എന്നൊരു സങ്കല്പത്തിൽ കാളിദാസൻ ഇങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്, നിത്യ സൗഭാഗ്യ പീഠത്തിൽ ഇരിക്കുകയാണ് കാലപൂരുഷൻ. ആ കാലപൂരുഷനോട് മറ്റേ കാലം ചെന്ന് പറയാണ്, ഞാൻ നിന്റെ മുമ്പിൽ തോറ്റിരിക്കുന്നു എന്ന്. വേണമെങ്കിൽ കവിത അവിടെ നിർത്താം, അതിനൊരു കൃത്യമായ സമാപ്തി ആ ബിന്ദുവിൽ നമുക്ക് കൽപ്പിക്കാം. പക്ഷേ കാളിദാസൻ ഇങ്ങോട്ട് പറയുന്നു, ഇത് എൻ്റെ മിടുക്കല്ല എന്ന്. എന്തുകൊണ്ട് എൻ്റെ മിടുക്കല്ല? ഇത് മുമ്പ് തന്നെ വാൽമീകി ചെയ്തു വെച്ചതാണ്. ഈ രഘുവംശം എന്നുള്ള കാവ്യത്തിന്റെ ഉപക്രമത്തിൽ പറയുന്നുണ്ട്, രത്നം തുളച്ചിരിക്കുന്ന, വജ്രം തുളച്ചിരിക്കുന്ന രത്നം, ആ രത്നത്തിലൂടെ ഒരു നൂല് കോർക്കലേ താൻ ചെയ്തിട്ടുള്ളൂ എന്ന്. മണവും വജ്രസമുൽക്കീർണേ സൂത്രസ്യേ വാസ്തി മേ ഗതി എന്ന് രഘുവംശത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വാൽമീകി ചെയ്തതിന്റെ തുടർച്ചയാണ് ഞാൻ ചെയ്യുന്നത്, അത് തന്നെയാണ് താനും ചെയ്യുന്നതാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇത്ര കാലം കേരളത്തിൽ ഈ കാളിദാസനെ പഠിച്ചിട്ട് കാളിദാസനിൽ നിന്നുള്ള ഈ വിനയം ശരിക്കും ഉൾക്കൊണ്ടിട്ടുള്ള ഒരാളാക്കിയിട്ടാണ്. ഇതൊന്നും എൻ്റെ അല്ല എന്ന് പറയുന്നിടത്ത് ആ വിനയാണ് നമ്മൾ കാണുന്നത്. അവാർഡ് കിട്ടിയാൽ സ്വീകരിക്കാനല്ലാതെ അതിനു വേണ്ടിയിട്ട് പ്രഷർ എഴുത്തുക എന്നുള്ള സമ്പ്രദായം എനിക്കില്ല. അവാർഡല്ല ഒരു എഴുത്തുകാരൻ ഉണ്ടാകുന്നത്, അത് എഴുത്തിൻ്റെ ക്വാളിറ്റിയാണ്. അവാർഡ് കൊണ്ട് സാമ്പത്തിക ജീവിതമൊക്കെ നന്നാവും, എന്നല്ലാണ്ട് അതിനെ കർശനമായിട്ട് ആശ്രയിക്കുന്നില്ല.
കവിത വേറെ വേറെ തന്നെ. പൊതുവെ എല്ലാവർക്കും ജനങ്ങൾക്ക് മുഴുവൻ ഇഷ്ടപ്പെട്ട ഒരു കവിയായിരുന്നു ചങ്ങമ്പ. പക്ഷെ അദ്ദേഹം സ്വയം പറഞ്ഞിരുന്നത് ഞാൻ അത്ര വലിയ കവിയൊന്നുമല്ല, നിങ്ങളൊക്കെയാണ് വലിയ കവികൾ. എൻ്റെ കവിതകൾ ആളുകൾ പാട്ട് പോലെ ചൊല്ലി നടക്കും, പിന്നെ അത് നിലനിൽക്കില്ല. കവിത അതിൻ്റെ അർത്ഥസ്ഫുടത കൊണ്ട് ആളുകളെ ആകർഷിക്കണം. അത് നിങ്ങളൊക്കെയാണ് ചെയ്യുന്നത്, നിങ്ങളൊക്കെയാണ് നിലനിൽക്കുക. ഇങ്ങനെയാണ് ചങ്ങമ്പ പറഞ്ഞിരുന്നത്. ആ വ്യക്തിയുടെ തൃശ്ശൂർ ജീവിതത്തിലേക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം മംഗളോദയത്തിൽ ജോലി ചെയ്തിരുന്നു. ഞാൻ യോഗക്ഷേമത്തിൽ ജോലി ചെയ്യുകയും മംഗളോദയത്തിൽ പോവുകയും ചെയ്തിരുന്നു. അങ്ങനെ കാലത്ത് പറയുന്നതാണ്. ഈ അർത്ഥപുഷ്ടിയുള്ള കവിതയാണ് കാലാന്തരത്തിൽ നിൽക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. മൗലികവും പ്രചണ്ഡങ്ങളുമായ പരിവർത്തനങ്ങൾ കൊണ്ട് ഓരോ നിമിഷവും ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും അക്ഷോഭ്യനായി വർത്തിക്കാൻ സാധ്യമല്ല. സൂക്ഷ്മവേദിയും ഹൃദയസമ്പന്നനുമായ ഒരു കവിക്ക് അശേഷം സാധ്യമല്ല. ജീവിത ദർശനത്തിന്റെയും കാവ്യദർശനത്തിന്റെയും പരിമൃദുലമായ ഹൃദയമാണ് അക്കിത്തത്തിൻ്റെത്. അതിൽ ജീവിതത്തിലെ യാഥാർത്ഥ്യ അവബോധവും സമരാഹ്വാനവും മറ്റുള്ളവരുടെ വേദനയിൽ മുറിവേൽക്കുന്ന കാരുണ്യവും പ്രപഞ്ച തീക്ഷ്ണതയും പ്രണയ തീവ്രതയും സഹവർത്തിത്വവും ഉണ്ട്. വിഭാവന പ്രഭുത്വം കൊണ്ട് സമ്പന്നമായ ആ കാവ്യ ജീവിതത്തിന് തികഞ്ഞ യോഗാത്മക സ്വഭാവവും വിപ്ലവ വീര്യവുമുണ്ട്. തൃശ്ശൂർ ടൗൺ ഹാളിൽ ഒരു കവിത വായിച്ചു. കന്യാകുമാരി എന്നാണ് അതിൻ്റെ പേര് തോന്നുന്നു. അപ്പൊ അതിൽ സീത, ഊർമിള, സാവിത്രി, ദമയന്തി, ശകുന്തള ഇവരൊക്കെയും കന്യാകുമാരിയിലെ ആ ദേവിയുടെ പ്രതീകമാണ്. ശകുന്തള ഇവരൊക്കെയും ആ കൂട്ടത്തിൽ പട്ടാളത്തിൽ ചേർന്നവന്റെ പത്നി പോലും കന്യാകുമാരിയിലെ ദേവിയുടെ പ്രതീകം സിംബലാണ് എന്ന് കവിതയിൽ വന്നു. ഇത് ഭയങ്കരമായ കയ്യടി ഉണ്ടായി. പട്ടാളത്തിൽ ചേർന്നവന്റെ വീണ്ടും പേര് പറഞ്ഞു. അപ്പൊ കുറച്ചു നേരം സ്റ്റേജിൽ മിണ്ടാതെ നിൽക്കേണ്ടി വന്നു. കയ്യടി സ്റ്റേഷൻകാരൻ, കോഴിക്കോട് സ്റ്റേഷൻ ഡയറക്ടർ എന്നെ കെട്ടിപ്പിടിച്ചു. അതാണ് ആകാശവാണിയിൽ ജോലി ഉണ്ടാവാൻ കാരണം. അത് കഴിഞ്ഞ് അദ്ദേഹം കോഴിക്കോട്ട് പോയി 2-3 മാസം കഴിഞ്ഞാണ് ഞാനവിടെ എത്തണത്. അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ സമ്മതമാണ് പോസ്റ്റ് ഉണ്ടാക്കാം, ഒരാളെ അപ്പോയിന്റ് ചെയ്യണേ. ഗവൺമെന്റിന്റെ നിയമങ്ങൾ പല മാറിയല്ലോ. ആദ്യം പോസ്റ്റ് ഉണ്ടാക്കി അത് അവിടെ ഡൽഹി കൊണ്ട് അംഗീകരിപ്പിച്ചിട്ട് ആ പോസ്റ്റിൽ ഞങ്ങളെ വെച്ചാണ്. അങ്ങനെ റേഡിയോ സ്റ്റേഷൻ വന്നത്. അത് പിന്നീട് എൻ്റെ മകൻ അനിയൻ കോഴിക്കോട് അവിടെ പഠിച്ചിരുന്നു. അയാൾ വരുമ്പോൾ അയാളുടെ കയ്യിൽ ഈ ഒരു കത്ത് വരുന്ന റേഡിയോ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഡയറക്ടറെ കാണണം. അത് കൊടുത്തയച്ചത് PC കുട്ടീഷൻ എന്ന് പറയുന്ന ഉറൂബിനെ കേട്ടില്ലേ, ഉമാശു സുന്ദരികളും ഒക്കെ അദ്ദേഹം കുറിപ്പ് കൊടുത്തയച്ചത്. അദ്ദേഹം റേഡിയോ സ്റ്റേഷനിലെ ജോലിക്കാരനായിരുന്നു. അപ്പൊ അത് കിട്ടിയിട്ട് ഞാൻ പോയി
എനിക്ക് കോൺട്രാക്ട് തന്നു. അത് പെൻഷനബിൾ പോസ്റ്റാണ്. അന്ന് പെൻഷനബിൾ അല്ല, പക്ഷെ പെൻഷനബിൾ ആവും എന്ന് സ്റ്റേഷനായിട്ട് എന്നോട് പറഞ്ഞു. നിത്യവിസ്മയം എന്ന് പറഞ്ഞിട്ട് കുറെ അവസാന കാലത്ത് എഴുതിയ ഒരു ചെറിയ കവിതയുണ്ട്. അതിന്റെ കലാശം, എനിക്ക് അസാധ്യം ഈ സുഖം വിവരിക്കാൻ. കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അസാധ്യം ഈ സുഖം വിവരിക്കാൻ, കുനിക്കുന്നേൻ മൗലി അടയ്ക്കുന്നേൻ കൺകൾ. കുറച്ചു കാലമായിട്ട് അദ്ദേഹത്തിന്റെ കവിത വായിക്കുന്ന എനിക്ക് ഏതാണ്ട് ഈ ഒരു അനുഭവമാണ് ഉണ്ടാവുന്നത്. അതിനേക്കാൾ അത്ഭുതം, താൻ എഴുതുന്നത് തൻ്റെ അല്ല എന്ന് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അവകാശപ്പെടും. അത് അദ്ദേഹത്തിന്റെ ആചാര്യനായി കണക്കാക്കേണ്ട എടശ്ശേരിയുടെ ഒരു ഫലിതത്തിന് ഇടയാക്കിയിട്ടുണ്ട്. എടശ്ശേരി അന്ന് NBSന്റെ ഡയറക്ടർ പോലുള്ള കാലമാണ്. അപ്പൊ എടശ്ശേരി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ തനിക്ക് ഇതിന്റെ റോയൽറ്റി വരണ്ടല്ലോ എന്ന് തമാശ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതങ്ങനെ തമാശയായിട്ട് വിടേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. എങ്ങനെയാണ് താൻ എഴുതുന്നത് എന്ന് തനിക്കൊരു പക്ഷെ വിശദീകരിക്കാൻ വയ്യ എന്നാവും അദ്ദേഹത്തിന്റെ വിവക്ഷ. അത് വായിക്കുമ്പോഴും ചിലപ്പോൾ അനുഭവപ്പെടാതെ വരില്ല. ഒരു പ്രധാനപ്പെട്ട ആശയം, അക്കിത്തത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആശയം ഇതം മമ എന്നാണ്. ഇത് എന്റേതല്ല. അത് അതിപ്രസിദ്ധമായ ഒരു കവിതയിൽ വന്നിട്ടുണ്ട്. പണ്ടത്തെ മേശാന്തി എന്ന് പറഞ്ഞ നമ്പൂതിരി സമുദായത്തിന്റെ ചരിത്ര പരിവർത്തനം, അത് വളരെ ചൈതന്യവത്തായിട്ട് ആവിഷ്കരിക്കുന്ന സാമാന്യം നീണ്ട ഒരു ആഖ്യാന കവിതയുണ്ട്. അതിന്റെ ഒടുക്കം പറയും, എന്റെയല്ല ഈ കൊമ്പനാനകൾ, എന്റെയല്ല ഈ മഹാക്ഷേത്രവും മക്കളെ. പിന്നെ തൻ്റെതായിട്ട് എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ, ഈ ക്ഷേത്രത്തിന്റെ ഉള്ളില് ഒരു ചൈതന്യമുണ്ട്, അതാണ് എന്റെ എന്ന് പറയും. സ്പർശമണികൾ എങ്ങുപോയി ബാല്യത്തിൽ എന്റെ കൈവെള്ളയിൽ തങ്ങിയ സ്പർശമണികൾ, കാതങ്ങൾ കാലാൽ മെതിച്ചു വന്നെന്റെ വാതിലിൽ മുട്ടിയ ലോകം. എങ്ങുപോയി ബാല്യത്തിലെന്റെ കൈവെള്ളയിൽ തങ്ങിയ സ്പർശമണികൾ, കാതങ്ങൾ കാലാൽ മിതിച്ചു വന്നെന്റെ വാതിലിൽ മുട്ടിയ ലോകം. അസ്ത്രീ പുരുഷ വിഭേദമാമാബാലവൃദ്ധ മാനുഷ്യകാഹ്ലാദം കൊണ്ടുവരാറുള്ള സൂചിയും ആണിയും ദണ്ടും ശരിക്കിരുമ്പെങ്കിൽ. സംസ്കൃത കവിത വായിക്കാൻ തുടങ്ങിയാൽ കാളിദാസ കവി എത്ര നല്ലൊരു കവി വേറില്ല സംസ്കൃതത്തിൽ. അദ്ദേഹത്തിന് മുഴുവൻ വായിച്ചാൽ സംസ്കൃതം മുഴുവൻ വായിച്ച പോലെ പറയാം. അത് വായിച്ചിട്ടുണ്ട്. ശാകുന്തളമാണ് ഏറ്റവും, അത് ലോകപ്രസിദ്ധമായിട്ടുള്ള ഒരു കാവ്യമാണ് ശാകുന്തളം. അത് ലോകകവിത വായിക്കാം. ലോകകവിത വായിച്ചിട്ടുണ്ട്. അത് മുഴുവൻ ഇവിടെ വാങ്ങാനൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അതിൻ്റെ സത്ത് പോലെ ഒരു കാര്യം പറയാം. വാൾട്ട് വിറ്റ്മാൻ്റെ ഒരു വാചകം ഉണ്ട്, ദിസ് ഈസ് നോ ബുക്ക്, ഹൂ ടച്ചസ് ദിസ് ബുക്ക് ടച്ചസ് എ മാൻ. വാൾട്ട് വിറ്റ്മാൻ പറയുന്നുണ്ട്. അത് ഞാൻ എൻ്റെ പുസ്തകത്തിൽ കോട്ട് ചെയ്തിട്ടുമുണ്ട്. എന്നെ കാര്യമായിട്ട് ആകർഷിച്ച ഇംഗ്ലീഷ് കവികളിൽ ഒരാൾ വാൾട്ട് വിറ്റ്മാൻ. മാതൃഭൂമി ഒരു വിശാഖിന് ഒരു കവിത വേണമെന്ന് പറഞ്ഞാൽ കാളിദാസ ജയന്തിയാണ്, അതിനെ പറ്റിയൊരു കവിത വേണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എഴുതി കൊടുത്ത ഒരു കവിതയാണ്. പക്ഷെ പെട്ടെന്ന് അതിനൊക്കെ പിറ്റേ ദിവസം കുട്ടിസമാരാർ വന്നിട്ട് പറഞ്ഞു, അത് പെട്ടെന്ന് ഈ കവിതയെന്നല്ല, ഒരു ജീവിതത്തിൽ അങ്ങനത്തെ ഒരു കവിത ഉണ്ടായിട്ടുള്ളൂ. വേറെ കവിത കാളിദാസൻ നല്ലൊരു കവിത ഉണ്ടായിട്ടില്ല. ചങ്ങമ്പുഴയ്ക്ക് കവിത ഉണ്ടാകുന്ന കാളിദാസൻ കേവലമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ
ഇത് ആവിഷ്കരിക്കണം, അതൊന്നും ചെയ്യില്ല എന്നും ഉണ്ട്. കുട്ടി സാധനമില്ല. വീട്ടിൽ വന്ന് വ്യത്യാസം പറഞ്ഞു. വീട്ടിൽ വന്നതിന് വേണ്ടിയല്ല, സംഗീത ഒരു യാത്രക്കിടയിൽ അവിടെ വന്നു. ഞാൻ രണ്ടുപേരും കൂടി മീറ്റിങ്ങിന് പോവുകയായിരുന്നു. കോഴിക്കോട്ട് താമസിക്കുന്ന കാലത്ത് ഷെല്ലി കീറ്റ്സ് ഷേക്സ്പിയറിനെ അത്രയ്ക്കൊന്നും വായിച്ചില്ല, ഒരു നാടകത്തെ വായിച്ചിട്ടില്ല. അത്ര എളുപ്പമില്ല അത് മനസ്സിലാക്കാൻ. ഷെല്ലി കീറ്റ്സൊക്കെ മനസ്സിലാവും. കുട്ടിക്കഥകൾ എഴുതിയിട്ടുണ്ട്. കുട്ടിക്കഥകൾ എഴുതാൻ കാരണം ആകാശവാണിയിലെ ജോലിയാണ്. ആഴ്ചതോറും വിമൺ ചിൽഡ്രൻ കാലത്ത് ഒരു പരിപാടി ഉണ്ടായിരുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള. അതിനൊരു പാറുകുട്ടിയമ്മ അതിൻ്റെ റേഡിയോ, ഒരു ചങ്കളത്തിൽ പാറുകുട്ടിയമ്മ ഒരു സ്ത്രീ അതിൻ്റെ പ്രൊഡ്യൂസറായിട്ട് ഞാൻ ഇരിക്കുമ്പോൾ അവിടെ വന്നു. ആദ്യം ഞാൻ 3-4 കൊല്ലം കഴിഞ്ഞിട്ട് അപ്പോഴാണ് റേഡിയോക്കാരത് അവരെ അപ്പോയിന്റ് ചെയ്ത. അവർ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ ഉദ്യോഗം സ്വീകരിച്ച അക്കിതവിനെ ഉദ്ദേശിച്ചിട്ടാണ്. അതെന്താ ഇത് ആഴ്ച തോറും ഓരോ കുട്ടിക്കവിത എനിക്ക് എഴുതി തരണം. ഈ പരിപാടി കുട്ടികളുടെ പരിപാടി എന്നാലേ അതിനൊരു മാറ്റം വന്നു ജനങ്ങൾ പറയുള്ളൂ. നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ അത് അറ്റംപ്റ്റ് ചെയ്തു. അതാണ് കുട്ടി. അതൊരു 100 കണക്കിലായി കുറേ കാലമുണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുത്ത കുറച്ച് കവിതകളാണ് പുസ്തകമാക്കിയിട്ടുള്ളത്. കുട്ടിക്കവിതകൾ എന്ന് പറയുന്നത്. അക്കിത്തത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കുട്ടിക്കവിത ഇത്തിരി നീണ്ട ഒരാഖ്യാനാണ്, കണ്ടവരുണ്ടോ എന്ന് പറഞ്ഞിട്ട്. അത് നാട്ടിൻപുറത്ത് പശു മേയിച്ച് നടക്കുന്ന ഒരു ചെക്കൻ. ആ ചെക്കൻ ഒരു മുത്തശ്ശി. അമ്മ മരിച്ചു പോയിരിക്കുന്നത് കൊണ്ട് ഈ മുത്തശ്ശിക്ക് ഇവനെ അത്രയും സ്നേഹമാണ്. അവനെ തൽക്കാലം കാണാനില്ലേ. അത് മുത്തശ്ശിയോടുള്ള ഒരു ചെറിയ വഴക്കിൻ്റെ പേരിൽ ഇവൻ ആലിൻ്റെ കൊമ്പത്തോ മരത്തിൻ്റെ കൊമ്പത്തോ എവിടെ കയറി ഒളിച്ചിരുന്നു. അന്വേഷിച്ച് ചെല്ലാണ്. എവിടെയാണ് എൻ്റെ ഈ മോൻ എന്ന് അന്വേഷിച്ച് ചെല്ലാണ്. ചാത്തുവിനെ കണ്ടോ കുട്ടിയോളെ എന്നാണ് അന്വേഷണം. ചാത്തു എന്നാണ് അവന് പേരിട്ടിരിക്കുന്നത്. ഈ കവിത സാമാന്യം നീണ്ട കവിതയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത് ഒറ്റപ്പാലം സാഹിത്യ പരിഷത്തിൽ വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ സാഹിത്യ പരിഷത്ത് സമ്മേളനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് ഒറ്റപ്പാലത്ത് നടന്നത്. ഞാനന്ന് 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. പുഴ കടന്ന് വഴി നടന്ന് അങ്ങനെയൊക്കെ വേണം അവിടെ എത്താൻ എത്തിയിരുന്നു. എന്നാലും ഇതവിടെ വായിച്ചു കഴിഞ്ഞപ്പോൾ വേദിയിൽ നിന്ന് ആരാണ് അന്നത്തെ വലിയ പണ്ഡിതൻ KVM കെ വാസുദേവൻ മുസ്തഫ KVM ചെന്നിട്ട് ഇങ്ങനെ തോളിൽ കൈവച്ചിട്ട് അത് ആ ചാത്തു കൃഷ്ണൻ തന്നെയല്ലേ എന്ന് ചോദിച്ചു എന്നാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത് ഉദിച്ചു കിട്ടിയത് വെച്ചില്ല. ചില സൂചനകൾ ഈ കവിതയുണ്ട്. പക്ഷെ ഒരൊറ്റ വായനയിലെ KVM ഇത് ശ്രദ്ധിച്ചെടുത്തു. KK രാജാവിനെ കുറെ കൂടിയും ഉന്മേഷം കൊണ്ട് പ്രതികരിച്ചത് KK രാജാണ്, കവിയല്ലേ. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ തോളിൽ 2 കൈയും അമർത്തി വെച്ചിട്ട് പറഞ്ഞു അത്രേ, എടോ എൻ്റെ ഒക്കെ ഞാൻ തനിക്ക് തന്നിരിക്കണു എന്ന് പറഞ്ഞു അത്രേ. അക്കിത്തത ആ സ്മരണയവർക്കും അക്കിത്തത്തിൻ്റെ കണ്ണിൽ വെള്ളം വരും. പോയ വഴിയിലും കണ്ടില്ല, ഞങ്ങൾ പോന്ന വഴിയിലും കണ്ടില്ല. കാശിക്കല്ല അവൻ പോയതെന്നുണ്ടോ, കാശിയിൽ നിന്നും പോയെന്നുണ്ടോ, കാശിക്ക് പോയിട്ടില്ലെന്നുണ്ടോ, കാശി തൻ ബന്ധുവീടാണ് എന്നുണ്ടോ, മീശ വളർത്തിയ പൂശാരി അതിൻ്റെ മീശ വളർത്തിയ പൂശാരിയാവന്, ദോശ വീഴുന്ന പൂശാരിയാവന്, വാശിക്കൊടുക്കയാം പൂശാരിയാവന്. പിന്നെ ഓർമ്മയില്ല. അത് അമേരിക്കയിൽ പോയി പല സ്ഥലത്തും പോയി. വാഷിങ്ടണിൽ നിന്നും തലേ ദിവസം ഹോട്ടലിൽ എല്ലാവരും ആളുടെ വീട് ഇരിക്കുന്നു കണ്ടു. വീട്ടിൽ കിടന്ന് ഉറങ്ങി. അപ്പം ജനലിങ്ങനെ തുറന്നു വെച്ചിരുന്നു. എൻ്റെ ബാഗ്
കൊണ്ടുവരാനുള്ള എൻ്റെ ഹാൻഡ് ബാഗ് അവിടെ അതും പകുതി തുറന്ന് കിടക്കുന്നുണ്ട്. അങ്ങനെ ഉറങ്ങി വിളിച്ചാൽ പോരുമ്പോൾ ഹാൻഡ് ബാഗ് അവിടെ പൂട്ടി ഞാൻ സിപ്പ് പോയി. എന്നിട്ട് പിന്നെ വന്നിട്ട് വിമാനത്തിൽ കയറിയപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ അനക്കം. അപ്പോൾ നോക്കുമ്പോഴും കണ്ണ് പിന്നെ അതിന് കളയുന്നില്ല. ആകാശത്തിൽ പോകേണ്ട സമയത്ത് ഇതിന് കളയുന്നില്ല. അവിടെ നോക്കാൻ പറഞ്ഞു കിട്ടണ കവറൊക്കെ ഞാൻ തരാൻ പറഞ്ഞത്. അതിനോട് പറയുന്നത് കാര്യമില്ല. പിന്നെ ഞാൻ ഈ എയർ ഹോസ്റ്റൽ കൊണ്ടുവരുന്ന ഭക്ഷണങ്ങളുടെ ആദ്യം ഈ അണ്ണാന് കൊടുക്കും, ഞാൻ കഴിക്കും. കുറേ കഴിയുമ്പോൾ അത് വലിയ സന്തോഷമായി അതിൻ്റെ പെരുമാറ്റം. പിന്നെ അത് പൂവ് എൻ്റെ മടിയിൽ പുറത്തേക്ക് വന്നു. അതൊക്കെ ഇരിക്കും, ഓടി പോകുന്നില്ല, മെരുങ്ങി പറഞ്ഞപ്പോൾ. പിന്നെ ഞങ്ങൾ ഡൽഹി വരുന്നവർ ഉണ്ടായിരുന്നു. ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങിയിട്ട് നടന്നു പോകുമ്പോൾ അതിന് തുറന്നു വിട്ടുള്ളയോ വേറെ കുറെ അണ്ണാമാർ വന്ന് കൂട്ടി സ്വീകരണം, എന്തെങ്കിലും സ്വീകരണം ഇതിന്. അങ്ങനെ പോയി, അങ്ങനെ സംഭവം ഉണ്ടായി. ശരിക്കല്ല ഇമാജിനേഷൻ ഒന്നുമില്ല ലെവലേഴ്സ് ഇല്ല. അതുകൊണ്ടാണല്ലോ സംഭവമായതാണ്. അത് ഞാൻ കവിതയാക്കി. കവിത വേറെ മുതുകത്ത് വരയില്ലാത്ത അണ്ണ. അവിടെ അധികം മുതുകത്ത് വരയില്ലാത്തതാണ്. ഇവിടെ രണ്ടുമുണ്ട് അല്ല, ഇന്ന് പിന്നെ മനസ്സിലായി. ഇവിടെ അധികം മുതുകത്ത് വരയുള്ളവരാണ്. എങ്കിലും ഒക്കെ കൂടി ഒരു വർഗമായി ആണെന്ന് അധികം പെരുമാറിക്കോളും. സ്വന്തം ഭാര്യ മരിച്ചുപോയ ഒരാള്, പശുവിനെ നോക്കുന്ന തൊഴിൽ ചെയ്യുന്ന ഒരാള് പിൽക്കാലത്ത് ആ പശുവിനെ സ്വന്തം ഭാര്യയോടുള്ള സ്നേഹത്തോടുകൂടി വളർത്തി കൊണ്ടുവന്നു എന്നാണ് എൻ്റെ ചുരുക്കം. അപ്പം അത് മരിച്ചുപോയി പശു. അപ്പം ഇയാൾക്ക് പിന്നെ ജീവിച്ചിരിക്കാൻ വയ്യ, ആത്മഹത്യ ചെയ്തു. പശു ഇല്ലെങ്കിൽ ജീവിക്കാൻ വയ്യ. അത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ മരിച്ചു. ഇയാൾ ആത്മഹത്യ ചെയ്തു. ഇതാണ് എൻ്റെ ചുരുക്കുന്ന എൻ്റെ ഇപ്പോൾ മനസ്സിൽ വരുന്ന ഓർമ്മ. ഹ്യൂമനിസം എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് എനിക്ക് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം ബ്രഹ്മലോയുടെ സാഹിത്യങ്ങളും അദ്ദേഹത്തിൻ്റെ ബന്ധമുണ്ടായിരുന്ന എം ഗോവിന്ദൻ്റെ മദ്രാസിലുണ്ടായിരുന്നു. ഖത്തർ പാടുകളും എല്ലാം വളരെ ഹ്യൂമനിസം ലോകത്തിലൊക്കെ ഉണ്ട്. ഇന്ത്യയിൽ എം റോയ് അതിന് വരുത്തിയ മാറ്റമാണ് ന്യൂ ഹ്യൂമനിസം. അതിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അതെൻ്റെ വീക്ഷണത്തിന് മാനുഷികമായ പശ്ചാത്തലം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആ എഴുതുന്നതിലൊക്കെ പ്രതിഫലിക്കും. അത് വേറൊരു രാഷ്ട്രീയമില്ല കളിക്ക്. ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടൊക്കെ ബന്ധമായിരുന്നു. അതൊന്നും പിന്നെ വിപ്ലവകരമായ അവസ്ഥയിലേക്ക് നമ്മൾ പോയിട്ടില്ല. കവിത ഉണ്ടാവണം. കവിത അല്ലാതെ ഭാഷയ്ക്ക് നിലനിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കവിത വേണം.
വലിയ മനുഷ്യനായി, നല്ല മനുഷ്യനായി, ഗാന്ധിസത്തിൻ്റെ ശുദ്ധചൈതന്യം ഉൾക്കൊണ്ട്, മനുഷ്യ ദുഃഖങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധം ഉൾക്കൊണ്ട് അതിനെ കാവ്യാത്മകമായി ചിത്രീകരിച്ച, മനുഷ്യൻ്റെ സമസ്യകളിലും ദുഃഖങ്ങളിലുമെല്ലാം പങ്കുപറ്റിയ ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തിത്വമെന്ന നിലയിൽ ചരിത്രം എന്നും അക്കിത്തത്തെ ഓർക്കുന്നതാണ്. ഈ വലിയ കവിയുടെ, വലിയ മനുഷ്യൻ്റെ കൂടെ ജീവിക്കാനും അദ്ദേഹത്തിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാനും കഴിഞ്ഞത് ജീവിതത്തിലെ ഒരു വലിയ ധന്യതയായി ഞാൻ കരുതുന്നു. കവിതയാണ് സത്യം എന്നുള്ളത് അതിൻ്റെ അർത്ഥം പറയുകയാണെങ്കിൽ ഈ നമ്മുടെ ഉള്ളിൽ ആനന്ദം ഉണ്ടാക്കുന്നത് കവിതയാണ്. ആനന്ദമാണ് ഈ പ്രകൃതിയെ ഏറ്റവും വലിയ ഈശ്വരൻ എന്ന് വരെ പറയാം. ആനന്ദത്തിന് വേണ്ടിയാണ് ഓരോ ആളും, ഓരോ ജീവനും പരിശ്രമിക്കുന്നത്. അപ്പം അത് കിട്ടിയാൽ നമ്മൾ ഈശ്വരനായി നമുക്ക് വിശ്വസിക്കാം. അതാണ് സത്യം. യുക്തി നെറ്റി ചുളിച്ചു നിൽക്കുമ്പോൾ വിശ്വാസം അതിൻ്റെ അനുഭവം കൊണ്ട് കണ്ണീര് തൂവുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ഒരു 3-4 വരി മാത്രമുള്ളൊരു കവിത. ഇല്ലത്തും മച്ചിൻ്റെ അകത്തുനിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടു. അപ്പോൾ സാധാരണ മച്ചിൻ്റെ അകത്തുനിന്ന് ശബ്ദം കേൾക്കുമ്പോൾ നൊച്ചനോ എലിയോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നുക. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വാതിലങ്ങോട്ട് തുറന്നു. അപ്പോഴോ എത്ര പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഈ അന്തരീക്ഷം മാറണ. വാതിൽ ഞാൻ തുറന്നപ്പോൾ പുഞ്ചിരി പുരട്ടിയ വായിൽ വെണ്ണയുമായി നിൽക്കുന്നത് ആരാ? ഉണ്ണികൃഷ്ണൻ എന്നാണ്. അപ്പൊ പുഞ്ചിരി പുരട്ടിയ വായിൽ വെണ്ണയുമായി നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ. ഒരു നിമിഷം നോക്കിയപ്പോൾ ഉണ്ണികൃഷ്ണനല്ല, തൻ്റെ ഇല്ലത്തെ പേരക്കുട്ടിയാണെന്ന് തോന്നി. അല്ലിത് എൻ പേരക്കിടാവല്ലയോ. പക്ഷെ ഈ വികല്പം അദ്ദേഹം അപ്പം തന്നെ പരിഹരിക്കുന്നു. വ്യത്യാസമെന്തുള്ളൂ ഹേ ജീവാത്മാവും പരമാത്മാവും തമ്മിൽ. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കവിതയിൽ ഒരു അന്യലോകം പതുക്കെ വരുന്നത്? സ്വന്തം ഭൗതിക അനുഭവത്തിൽ നിന്ന് എങ്ങനെയാണ് അദ്ദേഹം ഒരു അപരവിധാനത്തിലേക്ക് ഉയരുന്നത്? ഇതാണ് അക്കിത്തത്തിന്റെ കവിതയിൽ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത്. ഇതിനെക്കുറിച്ചിട്ടുള്ള അത്ഭുതം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ശിരസ് കുനിച്ച് മിഴിയടച്ച് ഉള്ളിൽ നുകരേണ്ട ഒരനുഭൂതിയാണ്. അന്നു പാടിയ പാട്ടുകൾ പാടുവാൻ, അന്നു ചൊല്ലിയ നർമ്മങ്ങൾ ചൊല്ലുവാൻ, അന്നു തൂകിയ പുഞ്ചിരി തൂകാനു നിന്നെനിക്കു പടുത്വമില്ലോമനേ. ഇന്നു കണ്ണീരിൽ നിഷ്പന്ദ വൃത്തിയാ കണ്ണുകൊണ്ട് അറിയുന്നു ഞാൻ സുസ്പഷ്ടം. ആദ്യം വായിച്ചു കേൾപ്പിക്കും. അഭിപ്രായം പറയും, അനുഭവം മാറ്റും. ഞാൻ വളരെ എളുപ്പത്തിൽ വന്നു. കവിത ആദ്യം വായിക്കണം. ഉണ്ടാവും. അത് ഒന്നേ പറയും. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കേൾക്കാനെ പറ്റി എനിക്ക് കുട്ടികളെ നോക്കുന്ന അടുക്കള പണിക്ക് അതിനെ പറ്റി കേൾക്കാനും അങ്ങനെയൊന്നും ചോദിച്ചാൽ പറയാൻ പറ്റില്ല. അങ്ങനെ പറ്റിയാണോ? അന്നു പാടിയ പാട്ടുകൾ പാടുവാൻ, അന്നു ചൊല്ലിയ നർമ്മങ്ങൾ ചൊല്ലുവാൻ, അന്നു തൂകിയ പുഞ്ചിരി
ആടുത്വമില്ലോമനേ. ദൈവത്തെ അനുകരിക്കാൻ ശ്രമിച്ച കവി വെളിച്ചം ദുഃഖമാണെന്നും തമസല്ലോ സുഖപ്രദമെന്നും മുന്നറിയിപ്പ് തന്ന കവി മനുഷ്യന്റെ ആത്യന്തികതയിൽ വിശ്വസിച്ച കവി വ്യക്തിയും സമൂഹവും തമ്മിലുള്ള സംഘർഷങ്ങളെ കവിത തുറന്ന് കണ്ടെത്തിയ കവി ഉദിയാൽ വീഴും ഇന്നത്തെ ന്യായപീഠങ്ങളൊക്കെയും കാലം വന്ന് വിളിക്കുന്നു കൺതുറന്നെഴുന്നേൽക്കുവിൻ എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഉപ്പിനും ചോറിനും വേണ്ടിയിട്ടന്യന്റെ ചൊൽപ്പടിക്കെന്നെ ബലി കൊടുക്കുന്നു ഞാൻ എന്ന ആത്മവിമർശനത്തിന് സ്വയം വിധേയനായ കവി അക്കിത്തത്തിന്റെ കവിതയുടെ മുന്നിൽ നിൽക്കുമ്പോൾ വെളിപ്പെടുന്ന ഹരിതനിഗൂഢ വനങ്ങൾ നിസ്വാർത്ഥതയുടെ അതിസൂക്ഷ്മമായ അടയാളങ്ങളാണ്. സ്വന്തം കണ്ണീരിനെ മഹാമാരിയിലേക്ക് ചേർത്ത് കെട്ടുന്ന വിനയവും സ്വന്തം മൗനത്തെ പ്രപഞ്ചധ്വനികളിലേക്ക് സന്നിവേശിപ്പിക്കുന്ന സത്യസന്ധതയും കവിയുടെ ആത്യന്തികമായ ഉണ്മയാകുന്നു.